So one second. Okay. So ആദ്യം ഞാൻ എന്നൊന്ന് സ്വയമായി പരിചയപ്പെടുത്തിയിട്ട് ഞാൻ ഈ ഒരു കർത്തവ്യത്തിലേക്ക് കിടക്കാം. First of all, welcome to FSS training program to everyone. Okay, so സാറേ കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ലൈഡ് കാണുന്നുണ്ടല്ലോ? Okay, sir. Perfect. Okay. So welcome to FSS program. So എൻ്റെ പേര് രാജു വേളത്തുനിന്നാണ്. എൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്താണ് എൻ്റെ വീട്. സന്തോഷ് സാർ സൂചിപ്പിച്ചു, ഞാനൊരു കമ്പനിയിലെ ഒരു മാനേജറായിരിക്കുന്ന സമയത്താണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒരു ബിസിനസ് അവസരം അന്വേഷിച്ച് നടക്കുന്ന ആളായിരുന്നില്ല. കാരണം ആ മേഖലയിൽ സാമാന്യ വരുമാനമുണ്ട്. 40,000 രൂപ സാലറി ഉള്ള ഒരു സമയത്താണ് എൻ്റെ ഫ്രണ്ട് ഈ ബിസിനസ്സിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. ഈ ബിസിനസിന്റെ ഞാനൊരു ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ച് നടക്കാത്ത ഒരാളായതുകൊണ്ടും ഇതെനിക്കൊരു ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം തോന്നിയത്. പിന്നെ അദ്ദേഹത്തിന്റെ വരുമാനം സ്റ്റേറ്റ്മെന്റ് കാണിച്ച സമയത്ത് എന്നെ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയത് ശ്രീധരൻ സാറാണ്, കോഴിക്കോട് സ്വദേശി. എന്നെ ബിസിനസ് പ്ലാൻ പറഞ്ഞത് ശൈലേഷ് ബാലൻ സാറാണ്. ശൈലേഷ് ബാലൻ സാറിന് ആ മാസം 2 ലക്ഷം വരുമാനം ഉണ്ടായിരുന്നു. അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്ത കാര്യം. ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഞാൻ 40,000 രൂപ ജോലിയുള്ള വ്യക്തി ഒരു 10 വർഷം ജോലി ചെയ്താലും ഒരു 40,000 രൂപ സാലറിക്ക് വലിയൊരു മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു പക്ഷേ 40,000, 45,000, ഒരു 55,000 വരെ ആവാം, അല്ലെങ്കിൽ 60,000 വരെ ആവാം. പക്ഷെ ഇദ്ദേഹം ഒരു 3 വർഷം മുന്നേ മൈലേജ് സ്റ്റൈൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഇപ്പൊ ഏകദേശം 2 ലക്ഷം വരുമാനമുണ്ട്. ഇദ്ദേഹത്തിന്റെ പാസ്റ്റ് ഞാൻ പഠിച്ച സമയത്ത് ഇദ്ദേഹം ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയിരുന്നു, സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് ആയിരുന്നു. അങ്ങനെയൊക്കെ മൈലേജിൽ കടന്നു വന്ന് 3 വർഷം കൊണ്ട് 2 ലക്ഷം വരുമാനം സമ്പാദിക്കാൻ കഴിയുമെങ്കിൽ അതിലെന്തോ ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇല്ലീഗൽ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല, ലീഗൽ ആണെങ്കിൽ, നിയമപരമാണെങ്കിൽ, ലോജിക്കൽ ബിസിനസ് ആണെങ്കിൽ എനിക്കും ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ബിസിനസ് കുറിച്ച് ആധികാരികമായി പഠിച്ച് എല്ലാം ബോധ്യപ്പെട്ട സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതൊരു 100% ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്, ലോജിക്കലായ ബിസിനസ് ആണ്. ലോജിക്കലായ ബിസിനസ്സിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്ന് ചോദ്യത്തിന് പ്രസക്തി ഉണ്ട്. കാരണം എനിക്കും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ്. 40,000 രൂപ കൊണ്ട് ഒരു ജീവിതം ഒരു വലിയ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ ജോലി റിസൈൻ ചെയ്തുകൊണ്ടാണ് ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ഞാൻ ശ്രീറാം ഗ്രൂപ്പിലെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. കേരളത്തിലെ ഒരു ടോപ്പ് 5 മാനേജറിൽ ഒരു മാനേജറായിട്ടാണ് ഞാൻ അവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഈ ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വരുന്നത്. തുടക്കത്തിൽ ഈ ബിസിനസ്സിൽ റിസൈൻ ചെയ്ത് വരുന്ന സമയത്ത് തുടക്കത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ പഠിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ശക്തമായി പ്രവർത്തിക്കാൻ തയ്യാറായി. അങ്ങനെ ഞാൻ ഒരു ഹോം ഷോപ്പ് എടുത്തുകൊണ്ടാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലേക്ക് ഒരു ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കണമല്ലോ, നമുക്ക് ഉൽപ്പന്നങ്ങൾ ആവശ്യമുണ്ടല്ലോ. അങ്ങനെ ഹോം ഷോപ്പ് എടുത്തുകൊണ്ടാണ് ഞാൻ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം തൃശ്ശൂർ തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. തൃശ്ശൂരിലാണ് എൻ്റെ ഒരു ഫസ്റ്റ് മീറ്റിംഗിന്റെ ഒരു ഇതാണ്. ഇവിടെ നിന്നാണ് ഞാൻ ബിസിനസ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് തുടങ്ങിയ എൻ്റെ ബിസിനസ് ഇപ്പോൾ കർണാടക, ആന്ധ്രാപ്രദേശ് പോലുള്ള സ്ഥലങ്ങളൊക്കെ വളരെ ശക്തമായി ഡെവലപ്പ് ചെയ്തു. അപ്പൊ ആന്ധ്രാപ്രദേശിൽ 2 സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ഉണ്ട്, 8ഓളം ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ഉണ്ട്. ആന്ധ്രാപ്രദേശിൽ മാത്രം ഏകദേശം ഒരു 1.5 കോടിക്ക് മുകളിൽ ബിസിനസ് എൻ്റെ ഓർഗനൈസേഷനിൽ നടന്നിട്ടുണ്ട്. കർണാടകയിലും ഏകദേശം 20 lakhs അടുത്ത് ബിസിനസ് നടന്നിട്ടുണ്ട്. കേരളത്തിലും ശക്തമായ ഒരു ടീമുണ്ട്. ഇന്ന് എനിക്ക് അഭിമാനമുണ്ട്, ഈ ഒരു മാസം ഞാൻ കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2017 ഏപ്രിൽ 5-ാം തീയതിയാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ഞാൻ കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്നുകൊണ്ടാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ ബിസിനസ്സിൽ ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആഴ്ചയിൽ നല്ല വരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ, ഈ ഒരു ബിസിനസ്സിലൂടെ ഏകദേശം 35 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഈ ബിസിനസ്സിലൂടെ വരുമാനം എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. പല ടൈപ്പ് ഓഫ് ഇൻകമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കഴിഞ്ഞ മാസത്തെ ഇൻകമാണ് മന്ത് ഓഫ് 109, 109ാമത്തെ മാസത്തിൽ ആ മാസത്തെ ഇൻകം 1,58,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് മൈലേജിലൂടെ നേടാനായിട്ട് എനിക്ക് കഴിഞ്ഞ മാസം സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം, 40,000 രൂപയായിരുന്നു എൻ്റെ അവിടുത്തെ സാലറി. ഞാൻ ഒരു വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 4,80,000 കിട്ടുന്നത്. പക്ഷെ മൈ ലൈഫ് സ്റ്റൈലിലൂടെ ഏകദേശം ഇപ്പൊ 3 മാസത്തെ ഇൻകം എൻ്റെ സാലറിക്ക് അടുത്ത് ഇപ്പോൾ എനിക്ക് വരുമാനമുണ്ട്. അപ്പോൾ അവിടെ 40,000 രൂപ കിട്ടുമ്പോൾ എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നോ അതുപോലെയല്ല ഇപ്പോ. കാരണം ഇപ്പൊ ഞാൻ ഒരു 1.5 ലക്ഷം രൂപ ഒരു മാസം മുകളിൽ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തിയാണ്. ആ ജീവിത സാഹചര്യത്തിലേക്ക് എന്നെ മൈ ലൈഫ് സ്റ്റൈൽ മാറ്റി എന്നുള്ളതാണ്. ഞാനല്ല മാറിയത്, ഞാൻ എപ്പോഴും ഒരുപോലുള്ള ആളാണ്. നമ്മൾ എവിടെയെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് എല്ലാ ജീവിതത്തിലാണ് രക്ഷപ്പെടാത്തത്. ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇമ്പോർട്ടൻറ്റ്. സ്ഥലമാണ്. ആ സ്ഥലത്ത് എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല.
ഇപ്പൊ ഞാനല്ല മാറിയത്, എന്നെ മാറ്റിയത് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ നമ്മളെല്ലാം മൈ ലൈഫ് സ്റ്റൈൽ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നുള്ള വരുമാനത്തിനേക്കാൾ മുമ്പോട്ട് നാളെ അതിനേക്കാൾ കൂടുതൽ നേടാൻ കഴിയുമല്ലോ എന്നുള്ള ആ ഒരു മോട്ടിവേഷനോടെയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. യെസ് ഓർണോ? ഇവിടെ നമ്മളിപ്പോ എനിക്ക് കിട്ടുന്ന 1,58,000 മൈ ലൈഫ് ശ്രമിച്ച് വലിയ വരുമാനമൊന്നുമല്ല, അതിനേക്കാൾ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ നാളുകളിൽ അതേപോലെ വരുമാനം എനിക്ക് നേടാൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി ഈ ബിസിനസ് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ ഹയസ്റ്റ് ഇൻകം ഇൻ എ വീക്ക് ഒരാഴ്ചയിൽ 1,73,000 രൂപ വരെ ഒരാഴ്ചയിൽ എന്റെ റെക്കോർഡ് വരുമാനം എനിക്കൊരു ആഴ്ചയിൽ ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു കാർ ഉപയോഗിച്ചാണ് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് വീട്, ഒരു 1350 സ്ക്വയർ ഫീറ്റ് വീട് സ്വന്തമായിട്ട് ഞാൻ ഈ ബിസിനസ്സിലൂടെയും നേരിട്ടുള്ള വരുമാനം കൊണ്ടൊക്കെ എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വൈഫാണ്. ഫസ്റ്റ് ലെവൽ, ഒരു സാധാരണക്കാരന് വേണ്ട ഫസ്റ്റ് ലെവലിലുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എന്റെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഒരു വീടായിക്കോട്ടെ, ഒരു കാർ ആയിക്കോട്ടെ, ഇതൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും ഈ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മൾ സ്വപ്നങ്ങൾ പൂവണിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്വപ്നങ്ങൾ പൂവണി, ഞങ്ങൾ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ്. അടുത്തതായിട്ട് 2022 ഞാനൊരു ഡ്രീം കാർ എന്ന പ്രോഗ്രാം, ഇവോൾവ് എന്ന പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും അറിയാം, ലോഞ്ച് ചെയ്യണം. ഏകദേശം ആ കാറിനെ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 20 ലക്ഷത്തിന്റെ ഒരു കാറാണ് ഞാൻ ആ പ്രോഗ്രാമിലേക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ചെറുപ്പകാലഘട്ടത്തിൽ സ്വന്തമായിട്ട് സൈക്കിൾ പോലും ഉപയോഗിക്കാൻ ഭാഗ്യമില്ലാത്ത, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ഭാഗ്യമില്ലാത്ത, അത്രയും പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തി സംബന്ധിച്ചിടത്തോളം 20 ലക്ഷം രൂപ വരുന്ന കാറിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ബിസിനസിന്റെ പ്രത്യേകതയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള എല്ലാ വ്യക്തികൾക്കും ഒരു പക്ഷേ ഈ തരത്തിൽ നേട്ടങ്ങൾ കുറഞ്ഞ സമയം നേടാൻ കഴിയും. ഒരു വിദേശ യാത്ര ഞാൻ ഇതിലൂടെ നേടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു വിദേശ യാത്ര പോകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു വിദേശ യാത്ര എൻജോയ് ചെയ്യണമെന്ന്. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിയിലോ സാഹചര്യങ്ങളിലോ മരിക്കുന്നവരെ ഒരുപക്ഷെ ആ സാഹചര്യം നടക്കണമെന്നില്ല. പക്ഷെ MI ലൈഫ് എന്ന് പറയുന്ന ബിസിനസ് നമുക്ക് അങ്ങനെ പല സാഹചര്യം ഒരുക്കുന്നുണ്ട്. അങ്ങനെ എനിക്കും ഒരു സാഹചര്യത്തിൽ ഈ കമ്പനി ടാർഗറ്റ് വിൻ ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ തായ്ലാൻഡ് ഒരു 5 ദിവസത്തെ യാത്ര ഈ കമ്പനിയോട് നേടാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം നമുക്കറിയാം, റോയൽ ഡൈ മുബിൻ സാറൊക്കെയാണ് ഏകദേശം 2 ദിവസം തായ്ലാൻഡിലൊക്കെ ചെലവഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി നേട്ടങ്ങൾ ഈ ബിസിനസ്സിലൂടെ നേടിക്കൊണ്ടിരിക്കുന്നു. എന്റെ ടീമിലെ നിരവധി അച്ചീവേഴ്സും മാസോലക്ഷം വാങ്ങുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പോലും എന്റെ ടീമിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് എന്നെ കുറിച്ച് ഇത് പറയാനായിട്ടുള്ളത്. സോ ഈ ബിസിനസ്സിലെ എന്നെ ബിസിനസ്സിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ തുടക്കക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി സബ്ജക്റ്റിലേക്ക് വരുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു സെഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് പ്രോപ്പർ ഇൻഫോർമേഷൻ, ഒരു പ്രോപ്പർ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ ബിസിനസിനെ കുറിച്ചിട്ട്, മൈ ലൈഫ് സ്റ്റൈൽ ഓപ്പറേഷനെ കുറിച്ചിട്ട്, ഈ ഡിസ്ട്രിബ്യൂട്ടറിന് വേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് ഒന്നും എന്ത് ചെയ്യാം, നമ്മൾ റിമൈൻഡ് ചെയ്യാം. ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് നീഡ് ക്വാളിറ്റീസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ടു പ്രൊവൈഡ് നോളജ് അബൌട്ട് ഡ്യൂട്ടീസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ. ഒരു ഡിസ്ട്രിബ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഡ്യൂട്ടീസ്, പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും ചെയ്യേണ്ട ഡ്യൂട്ടീസിനെ കുറിച്ച് അറിയുന്നില്ല. ഇവിടെ വരുമാനമുണ്ട്, മാസത്തിൽ ലക്ഷങ്ങൾ വരുമാനമുണ്ട്, ആഴ്ചയിൽ ലക്ഷങ്ങൾ വരുമാനമുണ്ട്. ഇത് എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത്, എന്താണ് ഞാൻ തുടക്കത്തിൽ ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ചുള്ള ഒരു ധാരണ ആളുകൾക്കില്ല. കാരണം ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെയുള്ള ബിസിനസ് ആണല്ലോ. ഇതിൽ വേറെ ഓഫീസുകളൊന്നുമില്ലല്ലോ. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ട്രെയിനിങ്ങുകളൊന്നും തുടക്കത്തിൽ നിർബന്ധമായിട്ട് നമുക്ക് കിട്ടില്ല. മറ്റേതാണെങ്കിൽ നമുക്ക് ജോലി കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒരു ട്രെയിനിങ്ങിലേക്കാണ് നമ്മൾ വരുന്നത്. ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ഈ ഇത്തരത്തിൽ ട്രെയിനിങ്ങുകൾ പങ്കെടുത്താലാണ് അവൻ ചെയ്യേണ്ട ആദ്യത്തെ ഡ്യൂട്ടീസ് കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടാൻ കഴിയുള്ളൂ. അത് ഇവിടെ നമുക്കത് ലഭിക്കുന്നുണ്ട്. എന്താണ് ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ജോയിൻ ചെയ്തതിൽ കിട്ടുന്ന ഡ്യൂട്ടീസിനെ കുറിച്ച് നമ്മളിവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സബ്ജക്ട്. ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയ ഒരു സബ്ജക്റ്റ് ആണ്. ഇതൊരു മോട്ടിവേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമിലുപരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ആദ്യമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് മൈ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ചെയ്തെന്നുള്ള ഒരു ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, എന്തിനാണ് മൈ ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ പർപ്പസ്? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണമില്ലാതെ ഇന്ന് ലോകത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്ന് ഈ സൂം മീറ്റിംഗിൽ നമ്മൾ പങ്കെടുക്കുന്നെങ്കിൽ ഒരു റീസൺ ഉണ്ടാവും. റീസണിൽ ആ ലോകത്തൊന്നും സംഭവിക്കില്ല. അപ്പൊ ഇവിടെയും നമുക്ക് റീസൺ ഉണ്ട്. എന്താണ് പർപ്പസ്? മൈ ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങളുടെ പർപ്പസ് എന്താണ്? ഈ പർപ്പസിന്റെ ആൻസർ കാണാതെ ഈ ബിസിനസ് വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് മൈ ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? വ്യക്തമായ ഒരു പർപ്പസ് നമുക്ക് വേണം. എനിക്കൊരു പർപ്പസ് ഉണ്ടായിരുന്നു. ഈ ബിസിനസ് വിജയിച്ച എല്ലാ വ്യക്തികൾക്കും ഒരു വ്യക്തമായ പർപ്പസ് ഉണ്ടായിരുന്നു. ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ പർപ്പസ്? പലർക്കും പലതരത്തിലുള്ള ഡ്രീമുകൾ ഉണ്ടായിരിക്കും. അതായിരിക്കും നമ്മുടെ പർപ്പസ്. ഒരു നല്ലൊരു ഹോം,
ഒരു നല്ലൊരു തരത്തിലൊരു ഫയർ ഹോം നമുക്ക് ആവശ്യമാണ്. ഒരു 3000-2500 സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ല സുഖ സൗകര്യങ്ങളുള്ള ഒരു ഹോം നമുക്ക് ആവശ്യമായിരിക്കും. അതായിരിക്കും നമ്മുടെ പർപ്പസ്. നമ്മൾ ചെയ്യുന്ന ജോലി കൊണ്ട് എത്ര വർഷക്കാലം ചെയ്താലും നേടാൻ കഴിയില്ല. പക്ഷെ മൈ ലൈഫ് സ്റ്റൈൽ നേടാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ബിസിനസ് വരുന്നത്. അപ്പൊ അതായിരിക്കും നമ്മുടെ പർപ്പസ്. ലക്ഷറീസ് ആയിട്ടുള്ള ഹോം അപ്ലയൻസസ്, ഇത് നല്ല ഇന്റീരിയറുള്ള നമ്മളെ വീടുകൾ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ഇപ്പൊ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ സാധാരണ ഫാമിലിക്ക് സാധിക്കുന്നില്ല. ഒരു ഹയർ ലെവലിലേക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ വരുമാനം വരും, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് വരും, ലക്ഷങ്ങൾ കോസ്റ്റ് വരും. അതിന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് പക്ഷെ സാധിക്കണമെന്നില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കും ഈ ബിസിനസ്സിൽ കടന്നു വരുന്നത്. കുട്ടികളുടെ മാരേജ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നല്ല രീതിയിൽ മാരേജ് കഴിച്ചു കൊടുക്കുന്ന എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം കൊണ്ടോ നമ്മൾ ചെയ്യുന്ന ജോലി കൊണ്ടോ അങ്ങനത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാരേജ് നമ്മൾ മക്കൾക്ക് നടത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. നല്ലൊരു ബാങ്ക് ബാലൻസ് നമുക്ക് ആവശ്യമാണ്. ഹെൽത്തി ബാങ്ക് ബാലൻസ് ആവശ്യമാണ്. ഇപ്പൊ ചെയ്യുന്ന വരുമാനത്തെ എത്രമാത്രം നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നുണ്ട്, ബാങ്ക് ബാലൻസ് എത്രമാത്രം മാറ്റിവെക്കാൻ. എല്ലാവരും പ്രോപ്പർട്ടികളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എത്ര പേർക്കും നിലവിലുള്ള ജോലി കൊണ്ട് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ കഴിയും? മാതാപിതാക്കന്മാരെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കണം. അതിനെന്ത് വേണം? നമുക്ക് ഒരു പ്രത്യേക ഒരു ഹോസ്പിറ്റലൈസേഷൻ സമയത്ത് നമുക്ക് ചെലവഴിക്കാൻ പൈസ വേണം. അതിനുവേണ്ടി എത്രമാത്രം സേവിങ്സ് നമുക്ക് നടത്താൻ കഴിയുന്നുണ്ട്? നമുക്ക് എല്ലാവർക്കും സൊസൈറ്റിക്ക് വേണ്ടി സർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, സർവീസ് സൊസൈറ്റി ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിന് നമ്മളിൽ എന്ത് വേണം? പൈസ ആവശ്യമാണ്. ചിലർ ചെയ്യുന്ന ജോലി കൊണ്ട് ആ പൈസ നമുക്ക് നേടാൻ കഴിയുന്നതാണ്. ഡിയർ ഫ്രണ്ട്സ്, ഏത് തരത്തിലൊരു പർപ്പസ് നമുക്ക് ആവശ്യം, ഡ്രീം നമുക്ക് ആവശ്യമാണ്. ഒരുപക്ഷെ നമ്മൾ ഈ ഡ്രീമൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. ചെറുപ്പത്തിലുള്ള ഡ്രീമൊന്നും ഇപ്പോൾ എല്ലാവർക്കും നിലവിൽ ഡ്രീം ഉണ്ടാവണമെന്നില്ല, അത് നഷ്ടപ്പെട്ടു പോയിരിക്കാം. പക്ഷെ ഡ്രീം നമുക്ക് ആവശ്യമാണ്. ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഡ്രീം നമുക്ക് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഡ്രീം നഷ്ടപ്പെട്ടു പോയി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഡ്രീമൊക്കെ നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്കറിയാം, ഒരു കഥ അറിയാം, ഒരു പരുന്തിന്റെയും ഒരു കോഴിയുടെയും കഥ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഒരു കോഴിക്കൂട്ടില് കോഴി മുട്ടയുടെ സമയത്ത് ഒരു പരുന്തിന്റെ മുട്ടയും കൂടി എന്ത് ചെയ്തു? ആ കോഴിയുടെ കൂട്ടിൽ വന്ന് പെട്ടു. അപ്പൊ കോഴി എന്ത് ചെയ്തു? അത് അടയിരുന്ന് ആ പരുന്തിനുൾപ്പെടെ ആ കോഴികളെ മുട്ട വിരിയിച്ചു. അപ്പൊ കോഴിക്കുട്ടികളും അതിൽ ഒരു പരുന്തും കൂട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ കോഴി വളർത്തുകോഴി എന്ത് ചെയ്തു? കുട്ടികളായിട്ട് ഭക്ഷണം കൊടുക്കാനും അങ്ങനെ ഡെയിലി ആക്ടിവിറ്റീസിനൊക്കെ നടക്കുന്ന സമയത്ത് ഇത് ഒരു പരുന്തും കോഴിയുണ്ട്. അപ്പൊ ഈ പരുന്തും കോഴി അമ്മോട് ചോദിക്കുകയാണ്, അമ്മേ, മുകളിൽ ഒരുപാട് പക്ഷികൾ പറക്കുന്നുണ്ടല്ലോ, എനിക്കും അതുപോലെ പറക്കാൻ കഴിയില്ല എന്ന് അമ്മോട് ചോദിച്ച സമയത്ത്, കോഴിയമ്മോട് ചോദിച്ച സമയത്ത് കോഴിയമ്മ പറഞ്ഞു, മോളെ, നിനക്ക് പറക്കാൻ കഴിയില്ല, നിനക്ക് പറക്കാൻ കഴിയില്ല. നീ എന്താണ്? കോഴിക്കുട്ടിയാണ്. അത് പരുന്തുകളാണ്. പരുന്തുകൾക്കാണ് എന്ത് ചെയ്യാമല്ലോ പറക്കാൻ കഴിയുള്ളൂ. നീ ആരാണ്? കോഴിക്കുട്ടിയാണ്. പക്ഷെ ശരിക്കും ആരാണ്? പരുന്താണ്. പക്ഷെ അവർ വന്നുപെട്ടത് എവിടെയാണ്? ആ കോഴിക്കൂട്ടിലായി പോയി. ആ പരുന്തൊന്ന് ആ കോഴിക്കുട്ടിയായിരുന്നു പരുന്തൊന്ന് പറക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അങ്ങ് ആകാശത്തിലൂടെ മറ്റു പരുന്തുകൾ പോലെ പറക്കാൻ കഴിയുമായിരുന്നു. ഒരു പക്ഷെ ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും ഒരു പക്ഷെ കോഴിക്കുട്ടികളായിരുന്നു. നമ്മൾ കോഴികളുടെ ആ സാഹചര്യത്തിലാണ് വരുന്നത്. സ്വപ്നങ്ങളില്ലാത്ത മേഖലകളിലാണ് നമ്മൾ വന്നുപെട്ടത്. അത് നമ്മളെ തെറ്റല്ല. പക്ഷെ നമ്മൾ കോഴിക്കുട്ടികളല്ല. ഇപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത, നമ്മൾ കോഴിക്കുട്ടികളല്ല, നമ്മൾ പരുന്താണ്. കാരണം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് MI ലൈഫ്സ് എന്ന് പറയുന്ന ബിസിനസ് ആണ്. നമുക്ക് സ്വപ്നങ്ങൾ കാണാം. കാരണം നമ്മൾ വന്നപ്പെട്ട സാഹചര്യം മൈ ലൈസൻസ് എന്നുള്ള ബിസിനസ് ആണ്. ഈ ബിസിനസ്സിലൂടെ എന്ത് സ്വപ്നങ്ങളും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നിങ്ങളാകുന്ന വ്യക്തി ആരാണ്? പരുന്താണ്. പക്ഷെ പറക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പൊ പരുന്തിനെ പോലെ നമ്മൾ എന്ത് ചെയ്യുക? പറക്കാൻ കഴിയാന്നുള്ളതാണ്. അപ്പൊ സ്വപ്നങ്ങൾ വീണ്ടെടുക്കണം. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ സ്വപ്നങ്ങൾ മൈൻഡിലേക്ക് വരണം. ആ സ്വപ്നങ്ങൾക്ക് ചിറക് വെക്കണം. ഇനി വരുന്ന 4-5 വർഷക്കാലം മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിലൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ഈ ബിസിനസ് എന്ത് ചെയ്യും? സാധിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുക. അതിന് ഇന്ത്യയിൽ ഇന്ന് ലോകത്ത് ഒരു സാധാരണക്കാരാണ് സ്വപ്നങ്ങൾ നിറവേറ്റാൻ കഴിയുമെങ്കിൽ അതിനെ പറ്റിയൊരു ഇൻഡസ്ട്രിയുടെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ലോകത്ത് സാധാരണക്കാരാണ് ജീവിത സ്വപ്നങ്ങൾ കീഴടക്കാൻ കഴിയുമെങ്കിൽ, മുതൽ മുടക്കില്ലാതെ കീഴടക്കാൻ കഴിയുമെങ്കിൽ അതിനെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. നിങ്ങൾക്കറിയാം, ഉൽപാദന്റെ കയ്യിൽ നിന്നും ഉപഭോക്താവിന്റെ കയ്യിലേക്ക് ഉപഭോക്താക്കൾ ശൃംഖല വഴി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ഒരു വിപണന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് വിപണന രീതി. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ലീഡേഴ്സുമായിട്ടുള്ള ഡിസ്കഷൻ പ്രകാരം നമ്മളോട് പറഞ്ഞത് ആക്ടിവിറ്റികളെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് കൂടുതൽ സമയം ഞാൻ ഈ ഒരു ട്രെയിനിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഹിസ്റ്ററിയെ കുറിച്ചും അങ്ങനെ കൂടുതലായിട്ട് നമ്മൾ ഇവിടുന്ന് സംസാരിക്കുന്നില്ല. സോ
ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ സിനാരിയോ പറയുകയാണെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗ് വ്യവസായമായിട്ടുള്ള 96 നമുക്ക് തുടങ്ങിയുള്ള വ്യവസായമാണ്, ഇന്ത്യയിൽ തുടങ്ങിയുള്ള വ്യവസായം. ഇപ്പോഴുള്ള ഈ വ്യവസായത്തിന്റെ സാധ്യതയെ കുറിച്ചിട്ടാണ് പറയുന്നത്. IDSയുടെ കണക്ക് പ്രകാരം 2020-2021 ഈ കഴിഞ്ഞ വർഷത്തിലെ ആദ്യത്തെ 6 മാസത്തെ ടേൺ ഓവർ 7,518 കോടി ടേൺ ഓവറാണ്. എന്നാൽ കോവിഡ് ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന സമയത്താണ് ഈ ടേൺ ഓവർ വരുന്നത്. ആ പീരീഡിൽ, ആ 6 മാസത്തെ പീരീഡിൽ 53,18,000 ആളുകൾ ഈ ഡയറക്ട് സെല്ലിംഗ് ജോയിൻ ചെയ്തു. ആ പീരീഡിൽ ഏകദേശം ഒരു ദിവസം 29,064 വ്യക്തികൾ ഓരോ ദിവസം ഈ മേഖലയിൽ കടന്നു വരുന്നുണ്ട്. ഓരോ വ്യക്തിയും കടന്നു വരുന്നുണ്ട്. ഇതിന്റെ 2015-2016 ടേൺ ഓവർ 2050-2060 ടേൺ ഓവർ 83,008 crore 2015. 2 വർഷം കഴിഞ്ഞ സമയത്ത് 2018-2019 ടേൺ ഓവർ 13,080 കോടി ടേൺ ഓവറാണ്. എന്ന് പറഞ്ഞാൽ 2015 കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ സമയത്ത് ടേൺ ഓവർ എന്ത് ചെയ്തു? ഏകദേശം 25% വളർച്ചയുണ്ടായി. കഴിഞ്ഞ വർഷം ടേൺ ഓവർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് 16,776 ആണ്. എന്ന് പറഞ്ഞാൽ ഈ വർഷം 25% വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും ഏകദേശം 20,000 crore ടേൺ ഓവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്റ്റഡീസ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64,000 കോടിയിലേക്ക് 2025 സമയത്ത് ഈ വ്യവസായം വളരാൻ പോവാണ്. ഒരുപക്ഷെ നമുക്ക് ഈ ബിസിനസ് ചെയ്യാതിരിക്കാം, പക്ഷെ നിഷേധിക്കാൻ പറ്റില്ല. ഇതൊന്നും നടക്കില്ല, നിഷേധിക്കാൻ പറ്റില്ല. 64,000 കോടി വിറ്റുവരവ് 2025 ഈ വ്യവസായത്തിൽ വന്നിരിക്കും. ഞാനോ നിങ്ങളോ ചെയ്തില്ലെങ്കിൽ പോലും സംഭവിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ ആ 64,500 കോടി വരെ സമയത്ത് അതിന്റെ 60-70% റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സാധാരണക്കാരായ ആളുകളുടെ കയ്യിലേക്കാണ്. എന്ന് പറഞ്ഞാൽ 50,000 കോടിക്ക് മുകളിൽ സാധാരണക്കാരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് സമയത്ത് അതിലൊരാൾ നമ്മളാണെങ്കിൽ നമ്മളും മില്യണർ ആവാൻ സാധിക്കും. അത് നമ്മളുടെ ആരും കഴിവല്ല, ഈ സാഹചര്യത്തിന്റെ പ്രശ്നമാണ്, ഈ സാഹചര്യത്തിന്റെ ഗുണമാണ്. ഇനി വരാൻ പോകുന്ന ഡയറക്ട് സെല്ലിങ്ങിന്റെ ഹൈക്ക് എന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫ് വരെ വളരാൻ പോകുന്ന വ്യവസായമാണ് ഡയറക്ട് സെല്ലിംഗ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? സ്വപ്നങ്ങൾ കാണാം. ഇന്ത്യ ഇപ്പോൾ ഏകദേശം 21ാമത്തെ പൊസിഷനിലാണ് ഡയറക്ട് സെല്ലിംഗിൽ. പക്ഷെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള 2ാമത്തെ രാജ്യമാണ് ലോകത്ത് ഇന്ത്യ. പക്ഷെ ഇന്ത്യയിലെ ഈ ബിസിനസ് നിയമപരമായി സ്റ്റാർട്ട് ചെയ്ത് 2013 എന്ത് ചെയ്ത് നിയമപരമായിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ചൈൽഡ് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ചൈൽഡ് സ്റ്റേജിലാണ്. ഇനി നമുക്ക് ഒരുപാട് വളരാനായിട്ടുണ്ട്. ഈ ചൈൽഡ് സ്റ്റേജിൽ തന്നെ ഇത്രയും ടേൺ ഓവർ വരുന്ന സമയത്ത് വരുന്ന 5 വർഷത്തിനുള്ളിൽ ഒരു ടോപ്പ് 10-ലേക്കൊക്കെ ഇന്ത്യ മഹാരാജ്യം എത്താൻ പോകുന്നു. ഭാവിയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ടേൺ ഓവറുള്ള ഡയറക്ട് സെല്ലിംഗ് രാജ്യമായിട്ട് ഇന്ത്യ മാറും. ആ സമയത്തൊക്കെ നമ്മളെ ഭാവി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വപ്നത്തിൽ കാണുന്നതിനേക്കാളും അപ്പുറമായിരിക്കും. അത്രയും നേട്ടങ്ങൾ ഈ മേഖല ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇവിടെയാണ് ഈ ഡയറക്ട് സെല്ലിംഗ് നിരവധി കമ്പനികൾ എന്തുണ്ട് ഇന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ പ്രൗഡ്ലി പറയാൻ കഴിയും. കഴിഞ്ഞ ചുരുങ്ങിയ 7 വർഷം കൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒട്ടനവധി വ്യക്തികളുടെ ആരോഗ്യത്തിന് സംരക്ഷണമായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ഒരു കമ്പനിയിലാണ് ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നത്. ദാറ്റ്സ് കമ്പനീസ് നെയിം ഈസ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഡിയർ ഫ്രണ്ട്സ്, ഈ കമ്പനി ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ട് മാറിയിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 22 വർഷത്തെ ഡയറക്ട് സെല്ലിംഗ് എക്സ്പീരിയൻസ് ഉള്ള മാനേജ്മെന്റും ശക്തമായിട്ടുള്ള സയന്റിസ്റ്റിന്റെ പാനലുമായിട്ടാണ് ഈ കമ്പനി മുന്നോട്ട് പോകുന്നത്. ബംഗ്ലാദേശിൽ സോഫ്റ്റ് ലോഞ്ചിങ് കമ്പനി നടത്തി കഴിഞ്ഞു. ഓൾറെഡി UAE പോലുള്ള കൺട്രീസിൽ കമ്പനി നടക്കാൻ പോകുന്നു. കമ്പനി മാനേജ്മെന്റ് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിലത്തെ നമ്പർ 1 കമ്പനിയാണെങ്കിൽ 2025 ഏഷ്യയിലെ നമ്പർ 1 കമ്പനിയായി മൈ ലൈഫ് സ്റ്റൈൽ മാറും. ഭാവിയിൽ ലോകത്തിൽ തന്നെ നമ്പർ 1 ആവാൻ പോകുന്ന ഒരു കമ്പനിയുടെ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത്. വളരെ അഭിമാനത്തോടു കൂടി എന്ത് ചെയ്യാം? നമുക്ക് ബിസിനസ് ചെയ്യാം. ഇവിടെ നമ്മൾ പരീക്ഷിച്ച് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആരും ട്രൈ ചെയ്യേണ്ട ഡിയർ ഫ്രണ്ട്സ്. നമുക്ക് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സക്സസ്ഫുൾ ആയ ഒരു കാര്യത്തെ നമ്മളൊന്ന് ഫോളോ ചെയ്താൽ മതി, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. സോ ഈ കമ്പനി നമുക്കറിയാം ലോകത്തിലെ നമ്പർ 1 കമ്പനി ആകുമ്പോൾ 6 ബ്രാൻഡുകളിലായിട്ടാണ് ഈ കമ്പനി എന്ത് ചെയ്യുന്നത്? ബിസിനസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എലമെന്റ്സ്, ന്യൂ സ്റ്റാർ, മൈ ഹോം, ആഹാർ, ഇന്ത്യഗ്രോ, ഓൺ ആൻഡ് ഓൺ എന്ന് പറയുന്ന 6 ബ്രാൻഡുകളിലായിട്ട് കമ്പനി ഉൽപ്പന്നങ്ങൾ സ്വന്തമായി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ഏകദേശം 60ഓളം സയന്റിസ്റ്റുകളുള്ള സ്വന്തമായി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. നമുക്ക് ആരും ഡിപ്പെൻഡൻസി ഇല്ല. DB നാരായണ പോലുള്ള പ്രഗത്ഭ ആളുകൾ, API കമ്മിറ്റിയിൽ ഫോർമൽ മെമ്പർ ആയിരുന്ന വ്യക്തി ഇന്ന് ടോപ്പ് 5 സയന്റിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരാൾ ഇദ്ദേഹമാണ്, ഡോക്ടർ DB നാരായണ. ഇദ്ദേഹത്തെ പോലെ കഴിവുള്ള 60ഓളം സയന്റിസ്റ്റുമാരാണ് ഈ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത്. നമുക്ക് നിരവധി സർട്ടിഫിക്കേഷൻസ് ഈ ഉൽപ്പന്നങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിരവധി സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ക്വാളിറ്റി പർപ്പസ്. അതിൽ എടുത്തു പറയാവുന്ന സർട്ടിഫിക്കേഷൻ ആണ് ആയുഷ് പ്രീമിയം മാർക്ക്. നമുക്കറിയാം ആയുഷ് പ്രീമിയം, സെൻട്രൽ ഗവൺമെന്റ് ആയുഷ് മന്ത്രാലയത്തിന്റെ ആയുഷ് പ്രീമിയം മാർക്ക് ലഭിച്ച ഉൽപ്പന്നങ്ങളാണ്. ഇതിന് മുകളിൽ എഴുതിയിട്ടുണ്ട്, ടോപ്പിൽ എഴുതിയിട്ടുണ്ട് ക്വാളിറ്റി യു ക്യാൻ ട്രസ്റ്റ്. ഈ സർട്ടിഫിക്കേഷൻ മുകളിൽ എഴുതിയിട്ടുണ്ട് ക്വാളിറ്റി യു ക്യാൻ ട്രസ്റ്റ്. ഈ ആയുഷ് സർട്ടിഫിക്കേഷൻ ലഭിച്ചുള്ള ഉൽപ്പന്നങ്ങൾ ക്വാളിറ്റി നിങ്ങൾക്ക് 100% വിശ്വസിക്കാം.
ഇത് പറയുന്ന രാജുവോ MI ലൈഫ് സ്റ്റൈൽ കമ്പനിയല്ല, സെൻട്രൽ ഗവൺമെന്റ് ആണ്. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ടുള്ള ഏകദേശം 22ഓളം ഉൽപ്പന്നങ്ങൾ, ഏറ്റവും കൂടുതൽ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന MI ലൈഫ് സ്റ്റൈൽ കമ്പനിയാണ്. അത്രയും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ കമ്പനി നമുക്ക് തരുന്നത്. ഇതാണ് ഈ കമ്പനിയുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം, നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറണമെങ്കിൽ നമുക്ക് വരുമാനം വരണം. കമ്പനി ഓക്കെയാണ്, പ്രൊഡക്റ്റ് ഓക്കെയാണ്, കമ്പനി മാനേജ്മെന്റ് ഓക്കെയാണ്, ഈ കമ്പനിയുടെ വരുമാനം എത്രയാണ് കിട്ടുന്നത്, എന്റെ ജീവിതത്തിൽ ഈ പ്ലാനിലൂടെ എത്ര വരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, എത്ര ടൈപ്പ് ഓഫ് വരുമാനം ഉണ്ടാക്കാൻ കഴിയും, ഇതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സബ്ജക്ട്. ഡിയർ ഫ്രണ്ട്സ്, 9 തരത്തിലുള്ള പ്രധാനപ്പെട്ട വരുമാനങ്ങൾ ഈ കമ്പനി ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുന്നു. നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ മാസത്തിലാണെങ്കിൽ മാസത്തിൽ സാലറി മാത്രം, ആഴ്ചയിലാണെങ്കിൽ വീക്കിലി സാലറി മാത്രം. വീക്കിലിയും മാസം ഒരുമിച്ച് കിട്ടില്ല, ഏതിലും ഒന്നേ കിട്ടുള്ളൂ. ഡെയിലി ആണ് ഡെയിലി മാത്രം, പിന്നെ മാസത്തിൽ വരുമാനമില്ല. പക്ഷെ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യുന്ന ഒരേ പ്രവർത്തനത്തിന് ഭാവിയിൽ 9 തരത്തിലുള്ള വരുമാനം നമുക്ക് കിട്ടും. വരുമാനം കൂടുമ്പോൾ നമ്മൾ ജീവിത നിലവാരം ഉയർത്തും. നമുക്ക് സ്വപ്നങ്ങൾ കാണാം, നമ്മൾ പരുന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങാമെന്നുള്ളതാണ്. റീറ്റെയിൽ പ്രോഫിറ്റ് ഏകദേശം 40% റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്. സെയിൽസ് ടേൺ ഓവർ ബോണസ് ഉണ്ട്, വീക്കിലി ആണ്. പെർഫോമൻസ് ബോണസ് ഉണ്ട്, മന്ത്ലി ആണ്. റീപർച്ചേസ് ബോണസ് തുടങ്ങിയുള്ള മന്ത്ലി. ലോയൽറ്റി ബോണസ് മന്ത്ലി ആണ്. റാങ്ക് ഇൻകം മന്ത്ലി ആണ്. ഓവർ റൈഡിംഗ് ബോണസ് മന്ത്ലി ആണ്. അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ഉണ്ട്. റോയൽറ്റി ഇൻകം അത് മന്ത്ലി ആണ്. ഇങ്ങനെ 9 തരത്തിലുള്ള പ്രധാനപ്പെട്ട വരുമാനങ്ങൾ കമ്പനി കൊടുക്കുന്നു. അല്ല, ഒരു വരുമാനത്തെ കുറിച്ച് ജസ്റ്റ് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് നമ്മളെ സബ്ജക്റ്റിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഈ ബിസിനസ് പ്ലാനിന്റെ പ്രത്യേകത കൊണ്ട്, ഈ ബിസിനസ് പ്ലാൻ യുണീക് ബിസിനസ് പ്ലാൻ ആണ്, ഹൈബ്രിഡ് ബിസിനസ് പ്ലാൻ ആണ്. ഈ പ്ലാനിലൂടെ ആഴ്ച വരുമാനം 450 രൂപ മുതൽ 2,10,000 രൂപ വരെ ഈ പ്ലാനിലൂടെ ഒരു വ്യക്തിക്ക് സാധ്യമാണ്, ഏൺ ചെയ്യാൻ സാധ്യമാണ്. ആ പ്ലാൻ പ്രകാരം എങ്ങനെയാണുള്ളത്, നമുക്ക് ബ്രാഞ്ച് 1 ഉണ്ട്, അല്ലെങ്കിൽ ഓർഗ് 1 ഉണ്ട്, ഓർഗ് 2 ഉണ്ട്. അവിടെ നമ്മൾ വിതരണക്കാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിലൂടെ അവർ ചെയ്യുന്ന ബിസിനസ് വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ, എന്താണ് ബിസിനസ് വോളിയം, ഒരു 100 റുപ്പീസിക്ക് 75 BV ആണ് നമ്മുടെ ബിസിനസ് വോളിയം. ആ ബിസിനസ് വോളിയം മാച്ച് ചെയ്യുമ്പോൾ അതിന് 12% നമ്മുടെ അക്കൗണ്ടിലേക്ക് കമ്പനി എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് 450 രൂപ മുതൽ 2,10,000 രൂപ വരെ നമുക്ക് ഒരാഴ്ച ഏൺ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ ബിസിനസ് പ്ലാനിനെ കുറിച്ച്. ഈ പ്ലാൻ പ്രകാരം നമുക്ക് 17 ലക്ഷം ബിസിനസ് വോളിയം ബ്രാഞ്ച് 1ലും 17 ലക്ഷം ബിസിനസ് വോളിയം ബ്രാഞ്ച് 2ലും വരുന്ന സമയത്ത് ഈ കമ്പനിയുടെ പരമോന്നത വരുമാനമായിട്ടുള്ള 2,10,000 രൂപ വരെ ഒരാഴ്ചയിൽ ഏൺ ചെയ്യാൻ പറ്റും. ഇവിടെ പല വ്യക്തികൾക്ക് ഈ പ്ലാൻ കേൾക്കുന്ന സമയത്ത് പല ഡൗട്ടുകൾ ഉണ്ടാവും. സാർ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ആഴ്ചയിൽ 2,10,000 എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയും. പക്ഷെ ഇവിടെ ഒരു മുതൽ മുടക്കില്ലാതെ എങ്ങനെയാണ് ഈ ബിസിനസ് 2,10,000 ഏൺ ചെയ്യാൻ കഴിയുക? ഇതൊക്കെ സാധ്യമാകുന്ന ഒരു കാര്യമാണ്, ഇത് ലോജിക്കലായുള്ള കാര്യമാണ്. അങ്ങനെ നിരവധി സംശയങ്ങൾ ഉണ്ടായിരിക്കും. ഡിയർ ഫ്രണ്ട്സ്, ഈ പ്ലാന്റെ പ്രത്യേകത കൊണ്ടാണ് ഈ വരുമാനം നമുക്ക് തരുന്നത്. നിങ്ങൾക്കല്ല ഈ വരുമാനം തരുന്നത്, നിങ്ങൾ ഈ പ്ലാന്റെ ഒരു ഭാഗമാണെന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും ബിസിനസ് വോളിയം വരുമ്പോൾ ഈ വരുമാനം നമ്മളിലേക്ക് എത്തുന്നതാണ്. അങ്ങനെ 2,10,000 ഒരു പ്രാക്ടിക്കൽ ഫിഗർ ആണ്. അത് വാങ്ങിക്കുന്ന ആളുകളുണ്ടോ എന്നുള്ളതാണ്. ഇത് അമേരിക്കയിലുണ്ടോ, യൂറോപ്പിലുണ്ടോ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുണ്ടോ എന്നുള്ള സംശയങ്ങളുണ്ടാവും. ഡിയർ ഫ്രണ്ട്സ്, ഇത് നമ്മൾ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഈ വരുമാനം വാങ്ങിക്കുന്ന ആളുകളുണ്ട്. ഇന്ന് ഈ കമ്പനിയിൽ 1,500 അടുത്ത ആളുകൾ 2,10,000 ആഴ്ചയിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രോഗ്രാമിൽ പോയ സമയത്ത് അവിടെ പരിചയപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും. ഈ നിൽക്കുന്ന എല്ലാ ആളുകളും മിനിമം ഒരു ഐഡിയയില് 1 കോടിക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ച ആളുകളാണ്, 1-2 വ്യക്തികളല്ല. കഴിഞ്ഞ ദിവസം നടന്ന പ്രോഗ്രാമിൽ ഏകദേശം 25-ൽ കൂടുതൽ ആളുകൾ 1 കോടിക്ക് മുകളിൽ മൈ ലൈഫ് സ്റ്റൈലിലൂടെ ഒരു ടീമിൽ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ മൈ ലൈഫ് സ്റ്റൈൽ 100 കണക്കിന് ആളുകളുണ്ട്, 100 കണക്കിന് ടീമുണ്ട്. ഇവരൊക്കെ ഞാൻ പറഞ്ഞത് കാര്യം ഇതിന്റെ റിയാലിറ്റിയിലേക്കാണ് വരുന്നത്. 1 കോടി രൂപയ്ക്ക് മുകളിൽ ഈ വരുമാനം വാങ്ങിച്ച ആളുകളാണ്. ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് 20,000 രൂപ സാലറിയുള്ള ഒരു വ്യക്തി 1 കോടി രൂപ ഒരു വരുമാനം നേടണമെങ്കിൽ ഏകദേശം 40 വർഷം ജോലി ചെയ്യണം. 40 × 20,000 അപ്പോഴും 96 ലക്ഷം രൂപയാവുള്ളൂ. ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താൽ പോലും 96 ലക്ഷം രൂപയാവുള്ളൂ. ആ കിട്ടുന്ന വരുമാനത്തിൽ 1 രൂപ പോലും സേവ് ചെയ്യാനും കഴിയില്ല. ആ മേഖലയിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഈ പറയുന്ന ലീഡേഴ്സ് എല്ലാം, അച്ചീവേഴ്സ് എല്ലാം ചുരുങ്ങി 5, 6, 7 വർഷം കൊണ്ടാണ് ഈ നേട്ടങ്ങൾ എത്തിക്കുന്നത്. അങ്ങനെ നിരവധി അച്ചീവേഴ്സ്, നിരവധി ആളുകൾ ഈ ബിസിനസ്സിലൂടെ എല്ലാവരും 1 കോടിക്ക് മുകളിലായ ആളുകളാണ്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുള്ള ഒരു ബിസിനസ് ആണത്. ഒരു മനുഷ്യന് സാധ്യമാകണമെങ്കിൽ മറ്റൊരു മനുഷ്യനും സാധ്യമാണ്. ആ മനുഷ്യൻ ചെയ്ത പ്രവൃത്തി എന്താണോ അത് നമ്മളും ചെയ്യാൻ തുടങ്ങി നമുക്കും സാധ്യമാണ്. ഡിയർ ഫ്രണ്ട്സ്, ഏതൊരു വ്യക്തിക്കും ഈ ബിസിനസ്സിലൂടെ നേട്ടം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു തീരുമാനവും പ്രവർത്തനവുമാണ് അതിന്റെ അടിസ്ഥാനമായിട്ട് കാണുന്നത്. മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എല്ലാവർക്കും കോമൺ ആണ്. ഇവിടുന്ന് അമാനുഷികരായ ആളുകളല്ല, ഇവിടുന്ന് വ്യത്യസ്തമായ കഴിവുള്ള ആളുകളല്ല, ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള വെറിയോടുകൂടി പ്രവർത്തിച്ച ആളുകളാണ് ഇവരെല്ലാവരും. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തൊരു ബിസിനസ്സാണ്.
നേടാൻ ഒട്ടനവധി കാര്യങ്ങളുള്ള ബിസിനസ്സാണ്. ഇതിലെല്ലാം നമുക്കുള്ള വഴികാട്ടികളാണ്. ഇത് പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. ഈ ബിസിനസ് നമുക്ക് ബിലീഫ് ആവശ്യമാണ്. വിശ്വാസമില്ലാത്ത പ്രവൃത്തി പരാജയത്തിലേക്ക് എത്തിക്കും. വിശ്വാസമില്ലാതെ നിങ്ങൾ ഒരു കാര്യം പ്രവർത്തിക്കരുത്. 100% വിശ്വാസത്തോടു കൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. എന്തൊക്കെ വിശ്വാസമാണ് നമുക്ക് ആവശ്യമാണ്? കമ്പനിയെ കുറിച്ചുള്ള 100% വിശ്വാസം വേണം. 99% ആണെങ്കിൽ പോലും ഒരു പക്ഷെ നമ്മൾ പരാജയപ്പെട്ടേക്കാം. നോളജ് എവിടുന്ന് കിട്ടും? അല്ല, വിശ്വാസം എവിടുന്ന് കിട്ടും? നോളജിലൂടെ കിട്ടും, അറിവിലൂടെ കിട്ടും. അറിവ് എവിടുന്ന് കിട്ടും? GC നടത്തുന്ന പല ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോളജ് വർദ്ധിപ്പിക്കാൻ പറ്റും. ഈ നോളജ് വർദ്ധിക്കുന്ന സമയത്ത് വിശ്വാസമായിട്ട് മാറും. വിശ്വാസം അത് പ്രവർത്തനമായിട്ട് മാറും. കമ്പനിയെ കുറിച്ച് 100% വിശ്വാസമാണ്. 100% ബിലീഫ് ആവശ്യമാണ്. ഇനി എന്താ വിശ്വാസം വേണ്ടത്? നമുക്ക് പ്രൊഡക്ട്സിനെ കുറിച്ച്, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ച് 100% വിശ്വാസം വേണം. ഈ പ്രൊഡക്റ്റെല്ലാം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. മൈ ലൈഫ് സ്റ്റൈൽ എല്ലാ പ്രൊഡക്റ്റുകളും ഞാനും എന്റെ ഫാമിലി ഉപയോഗിക്കുന്നതാണ്. ഈ പ്രൊഡക്റ്റ് കുറിച്ച് 100% വിശ്വാസമാണ്. 110% വിശ്വാസം നമുക്ക് ആവശ്യമാണ്. ഈ സപ്പോർട്ടിംഗ് സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് വിശ്വാസം വേണം. GCI പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് 100% വിശ്വാസം വേണം. GCI മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ നമുക്ക് 100% വിശ്വാസം വേണം. ഈ വിശ്വാസം ഉണ്ടെങ്കിലാണ് ഈ മേഖല വിജയിക്കാൻ കഴിയുക. നിങ്ങളെ ലീഡേഴ്സിന് നിങ്ങൾക്ക് 100% വിശ്വാസം വേണം. ഈ ബിസിനസ് പ്ലാന്റെ പ്രത്യേകത, മറ്റുള്ള ആളുകളെ വിജയിപ്പിച്ചുകൊണ്ടാണ് ലീഡർക്കും വിജയിക്കാൻ കഴിയുക. ഞാൻ NTC ആവണമെങ്കിൽ എന്റെ ടീമിൽ ഒരു RTC ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ STC ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ മറ്റുള്ളവരെ പൊന്തി ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ വിജയിക്കുന്ന ലോകത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ബിസിനസ് പ്ലാനാണ്. മറ്റു മേഖല അത് സാധ്യമല്ല. അപ്പൊ ഈ ലീഡർ 100% വിശ്വസിക്കുക. കാരണം എന്താ? ലീഡർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സക്സസ്ഫുൾ ആയിരിക്കും. 100% വിശ്വാസം വേണം. പ്ലാൻ, ഈ ബിസിനസ് പ്ലാനിൽ എന്ത് ചെയ്യണം? നമുക്ക് 100% ബിലീഫ് വേണം. മൈ ലൈഫ് സ്റ്റൈലിന്റെ യുണീക് പ്ലാൻ, ആ ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2, ആ പ്ലാനിൽ എന്ത് ചെയ്യണം? 100% വിശ്വാസം വേണം. ഒരിക്കൽ ഞാനും 2,10,000 രൂപ ഈ ബിസിനസ്സിലൂടെ, ഈ പ്ലാനിലൂടെ നേടാൻ കഴിയുമെന്നുള്ള അടിയുറച്ച വിശ്വാസം നമുക്ക് ആവശ്യമാണ്. പ്ലാനിൽ വിശ്വാസം വേണം. എന്നാൽ പോലും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ 50% ആകുന്നുള്ളൂ. ഈ വിശ്വാസമാണെങ്കിൽ പോലും 50% ആകുന്നുള്ളൂ. 50% നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുമെന്ന് 4-5 വർഷം പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണെന്നും ആ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള 100% വിശ്വാസം നമുക്കുള്ളതാണ്. ഈ വിശ്വാസമാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഒരു പാറ പോലെ ഉറച്ച വിശ്വാസത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും പരാജയപ്പെടുത്താൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. ആ വിശ്വാസം നമുക്കുണ്ടോ? ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ആ വിശ്വാസത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് ഡിയർ ഫ്രണ്ട്സ്. ഈ വിശ്വാസത്തോടെ പോകുന്ന സമയത്ത് മറ്റൊരു വിശ്വാസമുണ്ട്. ഈ മാർക്കറ്റിംഗ് പ്ലാനിൽ പ്രവർത്തിക്കുന്ന സമയത്ത് മറ്റൊരു വിശ്വാസമുണ്ട്. അത് നമുക്ക് ആവശ്യമാണ്. ഇതൊരു ബിസിനസ്സാണ്. ബിസിനസ് എല്ലാം ഒരു മാത്തമാറ്റിക്കലിലൂടെയാണ് പോകുന്നത്. തിലകൻ പറഞ്ഞതുപോലെ, കണക്ക് ആഗോള സ്പന്ദനം എന്ന് പറഞ്ഞതുപോലെ, ഇവിടെ മാത്തമാറ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാത്തമാറ്റിക്സ് ഏതൊരു ബിസിനസ്സിനും മാത്തമാറ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ബിസിനസ്സിനും ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്. എല്ലാ ബിസിനസ്സിനും പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിൾ ഈ ബിസിനസ്സിനും എന്താണ്? ബാധകമാണ്. ആ പ്രിൻസിപ്പിളിന്റെ പേരാണ് പാരറ്റോ പ്രിൻസിപ്പിൾ. ഈ പാരറ്റോ പ്രിൻസിപ്പിളിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. ബിലീഫ് ഇൻ ദ പാരറ്റോ പ്രിൻസിപ്പിൾ. അതൊരു ബിസിനസ്സിന്റെ പ്രിൻസിപ്പിളാണ്. ഏതൊരു ബിസിനസ്സിനും അത് വർക്കൗട്ട് ആവും. ഈ പ്രിൻസിപ്പിളിനെതിരായിട്ട് ലോകത്ത് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുന്നുമില്ല. പാരറ്റോ പ്രിൻസിപ്പിൾ 80-20 റേഷ്യോ എന്നുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ 100% എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ 20% പ്രൊഡക്ടിവിറ്റി ആയിട്ട് മാറുള്ളൂ. 80-20. പക്ഷെ ആ 20% എഫർട്ട് 80% റിസൾട്ട് നമുക്ക് തരും. എന്ന് പറഞ്ഞാൽ നമ്മളെ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 10 വ്യക്തികളോട് ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരും. അതൊരു പ്രിൻസിപ്പിളാണ്. അതിനെതിരായിട്ട് ഒന്നും സംഭവിക്കില്ല. ആ വിശ്വാസത്തോടെ നമ്മൾ പ്രവർത്തിക്കാൻ. ആദ്യം ഒരു നോ കേൾക്കുന്ന സമയത്ത്, രണ്ടാമതൊരു നോ കേൾക്കുന്ന സമയത്ത്, മൂന്നാമതൊരു നോ കേൾക്കുന്ന സമയത്ത് ചില വ്യക്തികൾ ഈ ബിസിനസ് നിർത്തും. കാരണം അവന് പ്രിൻസിപ്പിളിന് വിശ്വാസമില്ല. എന്നെ ഈ ബിസിനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, എന്റെ വിജയത്തിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് പാരറ്റോ പ്രിൻസിപ്പിൾ. ജോലി റിസൈൻ ചെയ്ത സമയത്ത് എന്റെ ഉള്ള ഒരു വിശ്വാസം പാരറ്റോ പ്രിൻസിപ്പിളാണ്. 10 വ്യക്തികളോട് ബിസിനസ് പ്ലാൻ പറഞ്ഞ് 2 പേര് ബിസിനസ്സിലേക്ക് കടന്നു വന്നിരിക്കും. അങ്ങനെ 10 വ്യക്തികളോട് ബിസിനസ് പ്ലാൻ പറഞ്ഞ സമയത്ത് 2 പേര് ബിസിനസ് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ 10 ഡിസ്ട്രിബ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ 2 പേര് ഈ ബിസിനസ്സിൽ ആക്റ്റീവ് ആവും.
അങ്ങനെ 10 ആക്റ്റീവായ ആളുകൾ വന്നു കഴിഞ്ഞാൽ 2 ലീഡേഴ്സ് എന്റെ ടീമിലേക്ക് കടന്നു വരും. പാരറ്റോ പ്രിൻസിപ്പിൾ. അങ്ങനെ 10 ലീഡേഴ്സ് ഉണ്ടെങ്കിൽ 2 പവർഫുൾ ലീഡേഴ്സ് ഉണ്ടാവും. ആ 2 പവർഫുൾ ലീഡേഴ്സ് എന്നെ വിജയത്തിലേക്ക് എത്തിക്കും. പാരറ്റോ പ്രിൻസിപ്പിൾ. അപ്പൊ ഈ പാരറ്റോ പ്രിൻസിപ്പിളിന് വിശ്വാസം വേണം. 80-20 റേഷ്യോ നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണം, മൈ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. പാരറ്റോ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള സ്ട്രെങ്ത് നമുക്ക് ആവശ്യമാണ്. സ്ട്രെങ്ത്, ഒരു മുന്നൊരുക്കം ആവശ്യമാണ്, ഒരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. ഈ ബിസിനസ്സിൽ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു 2-3 ഒരാഴ്ചത്തെ യാത്ര ആണെങ്കിൽ ആ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ ഓൾറെഡി തയ്യാറാക്കിയ ശേഷമായിരിക്കും യാത്ര ചെയ്യാം. വിശ്വാസമോ? നമ്മളുടെ എല്ലാ കാര്യങ്ങളും ലഗേജ് എല്ലാം സെറ്റ് ചെയ്ത് യാത്ര ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം തന്നെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ മൈലേജ് ഏറ്റെടുത്ത ആളുകളാണ്. പക്ഷെ നമുക്കും ചില പ്രിപ്പറേഷൻ ആവശ്യമാണ്. ചില പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. ഒരു 5 വർഷം മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യാനെടുക്കുന്ന തീരുമാനമാണ് ആദ്യത്തെ പ്രിപ്പറേഷൻ. നിങ്ങൾക്കറിയാം, ഹ്യൂമൻ ബോഡിയെ കുറിച്ച് ഒന്നും അറിയാത്ത സ്റ്റുഡൻസ് MBBS കഴിഞ്ഞ സമയത്ത് ഡോക്ടറായി മാറുന്നു. എങ്ങനെ മാറുന്നു? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമൻ ബോഡിയെ കുറിച്ച് ഒന്നും അറിയാത്ത കുട്ടികൾ MBBS കഴിഞ്ഞ സമയത്ത് എന്ത് ഡോക്ടറായിട്ട് മാറുന്നു. ആ 5 വർഷം അവരെ ഡോക്ടറാക്കുന്നു. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് തിങ്. അതൊരു പ്രൊഫഷനാണ്. ആ 5 വർഷത്തിൽ അവർ പഠിക്കേണ്ട കാര്യങ്ങളും അവർ ചെയ്യേണ്ട കാര്യങ്ങളും കൃത്യമായി ചെയ്ത സമയത്ത് നമ്മളെല്ലാവരും ആദരിക്കുന്ന ഡോക്ടറായിട്ട് മാറും. ബസ്സിൽ കയറി മാത്രം പരിചയമുള്ള, വണ്ടിയിൽ കയറി മാത്രം പരിചയമുള്ള ആളുകൾ 5 വർഷം കഴിഞ്ഞ സമയത്ത് വണ്ടിയെ കുറിച്ച് എല്ലാം അറിയുന്ന എഞ്ചിനീയർ ആയിട്ട് മാറുന്നു. എങ്ങനെ മാറുന്നു? ആ 5 വർഷം അവർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയവും അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളും പ്രാക്ടിക്കലായ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഡിയർ ഫ്രണ്ട്സ്, മൈ ലൈഫ് സ്റ്റൈൽ ഒരു പ്രൊഫഷനാണ്. 5 വർഷക്കാലം ഈ ബിസിനസ് വെച്ച് പഠിക്കാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ 5 വർഷം കഴിഞ്ഞ സമയത്ത് ഒരു ബിസിനസ്സുകാരനായിട്ട്, സക്സസ്ഫുൾ ബിസിനസ്സുകാരനായിട്ട് ഇവിടെയും മാറാൻ കഴിയും. അതും ഒരു റിയാലിറ്റിയാണ്. പക്ഷെ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പഠിക്കുകയും ഉൾക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്താണ് അത് നേടാൻ നമുക്ക് കഴിയുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമായുള്ള സ്ട്രെങ്ത് നമുക്ക് ആവശ്യമാണ്. ഏതൊരു മേഖലയിലും അതിനാവശ്യമുള്ള കഴിവുകൾ നമുക്ക് ആവശ്യമാണ്, സ്ട്രെങ്ത് നമുക്ക് ആവശ്യമാണ്. ഉദാഹരണത്തിന് ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്. ഫിസിക്കൽ സ്ട്രെങ്ത്, എന്തിനാണ് ഫിസിക്കൽ സ്ട്രെങ്ത് ആവശ്യം? നമുക്ക് എല്ലാവർക്കും ഫിസിക്കൽ സ്ട്രെങ്ത് ആവശ്യമാണ്. പക്ഷെ ചില പെർട്ടിക്കുലർ ഏരിയയിൽ ആ സ്ട്രെങ്ത് അവരെ തൊഴിലിൻ്റെ ആവശ്യമാണ്. അത്ലറ്റിക്സ് നല്ല രീതിയിൽ ഓടുന്ന ആളുകൾക്ക് അവർക്ക് നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് വേണം. അതിനവർ വർഷങ്ങളോളം വ്യായാമം ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ജിംനാസ്റ്റിക്സിന് ഇത് ആവശ്യമാണ്, ബോഡി ബിൽഡേഴ്സിന് ഇത് ആവശ്യമാണ്. അവർ അതിനുവേണ്ടി വർഷങ്ങളോളമുള്ള സമയമെടുത്തുകൊണ്ട് അവർ എക്സസൈസ് ചെയ്തുകൊണ്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അതിനാവശ്യമായിട്ട് അവർ മോൾഡ് ചെയ്യപ്പെടുകയാണ്. അത് അവരുടെ പ്രൊഫഷൻ ആവശ്യമാണ്. അവരുടെ പ്രൊഫഷന് ആ ഒരു സ്ട്രെങ്ത് ആവശ്യമാണ്. നമ്മളെ പ്രൊഫഷൻ എന്താണ് ആവശ്യം? നമ്മളെ പ്രൊഫഷന് എന്ത് സ്ട്രെങ്ത് ആണ് ആവശ്യം? നമ്മളെ പ്രൊഫഷന് മെന്റൽ സ്ട്രെങ്ത് ആവശ്യമാണ്. മെന്റൽ സ്ട്രെങ്ത്, മെന്റലി നമ്മൾ സ്ട്രെങ്ത് ആയിരിക്കണം. കാരണം ഈ ബിസിനസ് വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിന്റെ ബിസിനസ് ആണ്. ഇതൊരു ശൈശവ കാലഘട്ടത്തിലാണ്. ഇതിനെതിരെ അഭിപ്രായം പറയുന്ന, നെഗറ്റീവ് പറയുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതിനെ മറികടക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള മെന്റൽ പവറോട് കൂടി ഒരു 5 ഇയർ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും. ഈ മെന്റൽ പവർ നമുക്ക് എവിടുന്ന് കിട്ടും? എങ്ങനെയാണ് മെന്റൽ സ്ട്രെങ്ത് കൂട്ടാൻ കഴിയുക? ഒന്നാമത്തെ കാര്യം, നമുക്ക് ഫുൾ ഓഫ് നോളജ് വേണം. ഈ ബിസിനസ് വെച്ചാൽ നോളജ് വേണം. അറിവില്ലാതെ എന്തെങ്കിലും ആയിത്തീരാമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു അജ്ഞതയാണ്. ഒരു കാരണവശാലും നമുക്ക് വിജയിക്കാൻ കഴിയില്ല. അറിവാണ് സർവ്വതാൽ പ്രധാനമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോളജ് ഈസ് പവർ. ഈ ബിസിനസിനെ കുറിച്ച്, ഈ സിസ്റ്റത്തെ കുറിച്ച്, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച്, ഈ ബിസിനസ് A to Z കാര്യങ്ങളെ കുറിച്ചുള്ള ആദ്യം നമുക്ക് ആവശ്യം എന്താണ്? നോളജ് ആണ്. സരസ്വതി ഉണ്ടെങ്കിൽ ലക്ഷ്മി ഉണ്ട്. സരസ്വതിക്ക് വേണ്ടി നമ്മൾ എത്ര പൈസ ചെലവഴിച്ചാലും, എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്താലും അത് നമുക്ക് എന്ത് ചെയ്യും? ലക്ഷ്മി കൊണ്ടുവരും. ഡിയർ ഫ്രണ്ട്സ്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ ഒഴിക്കുന്നത് സരസ്വതിക്ക് വേണ്ടിയിട്ടാണ്, നോളജിന് വേണ്ടിയിട്ടാണ്. ഈ സമയം നമുക്ക് 100% ഔട്ട്പുട്ടായിട്ട് നാളെ വരും. ഒരു സംശയം വേണ്ട. അപ്പൊ ഇവിടെ ഒരു മെന്റലി നമുക്ക് പ്രിപ്പയർഡ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഫുൾ ഓഫ് നോളജ് നമുക്ക് ആവശ്യമാണ്. നോളജ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ഇവിടെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഈ നോളജ് ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്ഷൻസിനെയും അവരെ മെന്റലി പ്രിപ്പയർഡ് ആവാനായിട്ട് സഹായിക്കുന്നതാണ്.
ഒരാൾക്കും ആ വ്യക്തി, അറിവുള്ള ഒരു വ്യക്തി ഒരാൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, കീഴ്പ്പെടുത്താൻ കഴിയില്ല. അറിവില്ലാത്തവനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരുപാട് നോ കേൾക്കും നമുക്ക് ഈ ബിസിനസ്സിൽ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആളുകളാണ്. ഈ ബിസിനസ്സിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമില്ല. ആളുകൾ ക്വിറ്റ് ചെയ്ത് പോകുന്നത് കാരണം നോ കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത ഇല്ലാത്തതുകൊണ്ടാണ്. നോ കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത ഇല്ലാത്തതുകൊണ്ടാണ്. ഡിയർ ഫ്രണ്ട്സ്, ഇത് ഈ ബിസിനസ്സിലെ ഇതൊരു സ്വഭാവമാണ് ആളുകൾ നോ പറയുന്നത്. സൊസൈറ്റി പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ആണ് സൊസൈറ്റിക്ക് ആവശ്യം. സൊസൈറ്റിയിൽ നെഗറ്റീവ് ആണ് കൂടുതൽ വിറ്റ് പോകുന്നത്. യെസ്സോർണോ? ഉദാഹരണത്തിന് ഇവിടെ പ്രളയം വന്നു. നമ്മൾ ആദ്യത്തെ പത്രങ്ങളിലെ പേജുകൾ എന്തായിരിക്കും, ആ പ്രളയത്തിന്റെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു പേജ്, ഫ്രണ്ട് പേജ് ആയിരിക്കും ആ പ്രളയത്തിന്റെ ആദ്യം ഉണ്ടാവും. ഫസ്റ്റ് പേജ് ഏറ്റവും ദാരുണമായിട്ടുള്ള ആളുകൾ മരണപ്പെടുന്നതിന്റെയും അങ്ങനെ ദാരുണമായിട്ടുള്ള പേജ് ആയിരിക്കും. പക്ഷെ ഒരുപാട് സൈനികർ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടായിരിക്കും. അതിന്റെ ഫോട്ടോസും ഫസ്റ്റ് പേജിൽ വരില്ല. അതൊക്കെ സെക്കൻഡ് പേജിലോ തേർഡ് പേജിലോ വരുള്ളൂ. എന്തുകൊണ്ട്? കാരണം ഇവിടെ വിറ്റ് പോകുന്ന നെഗറ്റീവാണ്. നെഗറ്റീവിലാണ് ഇപ്പൊ ആളുകൾക്ക് താല്പര്യം. നെഗറ്റീവ് ആണെന്ന് മാറി. സൊസൈറ്റി അങ്ങനെയാണ്. നമ്മൾ ആ സൊസൈറ്റിയാണ് ജീവിക്കുന്നത്. 10 വർഷത്തെ പ്രണയം സാഫല്യമായി, ഒരു വിവാഹിതരായി എന്ന് പറയുന്ന പേജുണ്ട്. കാമുകരോടൊക്കെ ഒളിച്ചോടിപ്പോയി എന്ന് പറയുന്ന മറ്റൊരു വാർത്തയുണ്ട്. നമ്മൾ ഏത് വാർത്തയ്ക്ക് ആദ്യം പ്രാധാന്യം കൊടുക്കുക? ഒളിച്ചോടിപ്പോയ പ്രാധാന്യം ആദ്യം നമ്മൾ നോക്കുക. പോസിറ്റീവ് ആരും നോക്കില്ല. യെസ്സോർണോ? എന്ന് പറഞ്ഞ നെഗറ്റീവിലാണ് എന്ത് മാർക്കറ്റ് കെടുക്കുന്നത്. സോ ഈ ബിസിനസ്സിലും സൊസൈറ്റിയിൽ നെഗറ്റീവ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മളെ പ്രശ്നമല്ല, അത് ഈ ബിസിനസിന്റെ പ്രശ്നമല്ല, ഡയറക്ട് സെല്ലിംഗിന്റെ പ്രശ്നമല്ല, മൈലേഷന്റെ പ്രശ്നമല്ല. സൊസൈറ്റിയിൽ അങ്ങനെയാണ്. അപ്പൊ നോ കേൾക്കുന്ന സമയത്ത് ആ നോവിനെ ഇഷ്ടപ്പെടാൻ നമ്മൾ കഴിയണം. ആ നോവിനെ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരരുത്. അത് നമ്മൾ നിങ്ങളെ എതിർക്കുന്നതല്ല, അവർ ഈ ബിസിനസ്സിനെ എതിർക്കുന്നതാണ്. സൊസൈറ്റിയിലെ നെഗറ്റീവ്സിന്റെ ആണ് ഏറ്റവും സാധ്യതയുള്ളത്. നെഗറ്റീവ്സ് ആണ് സൊസൈറ്റിയിൽ ഉള്ളത്. ഇവിടെ ഈ നോനെ നമ്മൾ ലവ് ചെയ്യാനായിട്ട് ചെയ്യണം, നമുക്ക് കഴിയണമെന്നുള്ളതാണ്. 10 പേരോട് പറയുമ്പോൾ 2 പേര് ബിസിനസ്സിൽ കടന്നു വരും. അത് ഇതിന്റെ സിദ്ധാന്തമാണ്. പക്ഷെ 8 പേര് ചിലപ്പോൾ നോ പറഞ്ഞേക്കാം. ആ സമയത്ത് എന്ത് ചെയ്യണം? അതിനെ ഉൾക്കൊള്ളാനും അതിനെ കൂടുതൽ ഊർജ്ജസ്വലോടെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. സാർ, നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ, എന്റെ ജീവിതം രക്ഷപ്പെടാമെങ്കിൽ ഒരു 2000-3000 നോ കേട്ടതുകൊണ്ട് എന്താണ് പ്രശ്നം? ഈ നോ കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത നമുക്ക് മെന്റലി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ ഒരാൾക്കും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, തോൽപ്പിക്കാൻ കഴിയില്ല. ഈ നോ കേൾക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ കേൾക്കണം. വാല്യൂബിൾ നോ ആയിരിക്കണം. ആ നോക്കൊരു വാല്യൂ ഉണ്ടായിരിക്കണം. കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുന്ന അടിസ്ഥാനത്തിലാണ് നോ പറയുന്നതെങ്കിൽ ആ നോക്ക് എന്നുണ്ട് ഒരു വാല്യൂ ഉണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാതെ നോ പറയുന്നതിന് ഒരു വാല്യൂ ഇല്ല. അവന് മനസ്സിലാക്കിയിട്ടില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അവനെ മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് നോ പറയുകയാണെങ്കിൽ വാല്യൂ ഉണ്ട്. ഈ നോക്കും വാല്യൂ ഉണ്ടെന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കണം. സോ മെന്റലി പ്രിപ്പയർഡ് ആവാൻ നമ്മൾ തയ്യാറാവണം. ഹാൻഡിൽ ദ റിജക്ഷൻസ് വരും. ഈ ബിസിനസ്സിൽ കടത്തുന്ന സമയത്ത് നിരവധി ആളുകൾ റിജക്ഷൻസ് വരും. ഈ ബിസിനസ് ഒന്നും വർക്ക്ഔട്ട് ആവില്ല, നിനക്കൊന്നും ഇതിൽ വിജയിക്കാൻ കഴിയില്ല, ഇതെല്ലാം വന്നു പോയതാണ് തുടങ്ങിയുള്ള നിരവധി റിജക്ഷൻസ് നമ്മൾ കേൾക്കേണ്ടി വരും. ഇതാരാണ് പറയുന്നത്? ആരാണ്? സക്സസ്ഫുൾ ആയ ആളുകളൊന്നല്ല പറയുന്നത്. ഒരു മേഖലയിലും വിജയിക്കാത്ത ആളുകളാണ് നമ്മൾ ഉപദേശിക്കുന്നത്. പക്ഷെ ഇവിടെ ട്രെയിനിങ് തരുന്നത്, ഇവിടെ പഠിപ്പിക്കുന്നത് ഈ ബിസിനസ്സിൽ ലക്ഷങ്ങൾ വരുമാനമായി വിജയിച്ച ആളുകളാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിനെ കുറിച്ച് ഒരു ലേഖനം എഴുതി. സച്ചിൻ ടെണ്ടുൽക്കർ, ഞാനും ക്രിക്കറ്റിനെ കുറിച്ച് ഒരു ലേഖനം എഴുതി. കാണാൻ ഭംഗി എന്റെ ലേഖനമാണ്. ക്രിക്കറ്റിനെ കുറിച്ച് ജനം വിശ്വസിക്കുന്നത് ആരുടെ ലേഖനമാണ്? എന്റെ ലേഖനമാണോ സച്ചിൻ ടെണ്ടുൽക്കർ ലേഖനമാണോ? ആരുടെ ലേഖനമാണ് ജോസാറ്? സച്ചിൻ ടെണ്ടുൽക്കർ ലേഖനമാണ്. യെസ് ഓർ നോ? അദ്ദേഹമാണ് ആ മേഖല പ്രൊഫഷണൽ ആളാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ അതിൽ ഒന്നുമല്ലാത്ത ആളുകളാണ്. യെസ് ഓർ നോ? പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ സക്സസ്ഫുൾ ആയ ആളുകൾ നിങ്ങളോട് എന്ത് ചെയ്യും? ഇതിലൂടെ വിജയിച്ച കഥകൾ പറയുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആരുടെ ലേഖനമാണ്? എന്റെ ലേഖനമാണ്. അതിന് അർഹിച്ച അവഗണന കൊടുക്കണം. അർഹിച്ച രീതിയിൽ എന്ത് ചെയ്യാൻ? തള്ളിക്കളയാൻ നമ്മൾ തയ്യാറാവണം. അവർ വിവരമില്ലാത്തതുകൊണ്ടാണ് ഇത് പറയുന്നത്. അവരോട് നമ്മൾ എതിർക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. ഈ ബിസിനസ്സിൽ കടന്ന സമയത്ത് നമ്മൾക്ക് സ്വപ്നങ്ങൾ ആളുകളാണ്. നമ്മൾ ഒരു പ്രത്യേക വിഭാഗം ആളുകളാണ്. നമുക്ക് സ്വപ്നമുണ്ട്. സ്വപ്നമുള്ളവരും സ്വപ്നമില്ലാത്തവരും രണ്ടാണ്. അത് വ്യത്യസ്തമായ കാഴ്ചപ്പാടും വ്യത്യസ്തമായ പ്രവൃത്തികളുമായിരിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മളെ സ്വപ്നത്തിൽ നിന്ന് പിന്തിരിക്കാൻ ഒട്ടനവധി ആളുകൾ നമ്മളെ പിന്നിലുണ്ടായിരിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ കളവ് ചെയ്യാൻ ഒട്ടനവധി ആളുകൾ ഉണ്ടായിരിക്കും.
അത് ഞാൻ പറയാ ഡ്രീം തീഫ് എന്ന് പറയാം, സ്വപ്നങ്ങളെ കളവ് ചെയ്യുന്ന സ്വപ്ന മോഷ്ടാക്കൾ എന്ന് ഞാൻ പറയാം. അങ്ങനത്തെ ആളുകൾ. ഞാൻ ജോലി റിസൈൻ ചെയ്യുന്ന സമയത്ത്, ഞാൻ ബിസിനസ്സിൽ കടന്ന സമയത്ത് എന്റെ അച്ഛൻ എന്നെ ബിസിനസ്സിന് നിരുത്സാഹപ്പെടുത്തി, റിജക്ഷൻ ചെയ്തു. ഇതൊന്നും വർക്ക്ഔട്ട് ആവില്ല, ഇത് നല്ല രീതിയിൽ ബിസിനസ് അല്ല എന്നെന്ത് ചെയ്തു, അച്ഛൻ എന്നെ റിജക്ട് ചെയ്തു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എന്റെ മനസ്സിൽ ഞാൻ മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നു. ഡ്രീം തീഫ്, അച്ഛൻ കള്ളം വരുന്നു, വേഗം എന്ത് ചെയ്യുക, അവിടെ നിന്ന് മാറി നിൽക്കുക, ഒരു അകലം പാലിക്കുക. അങ്ങനത്തെ ആളുകൾ തിരക്കി നിൽക്കുക, നമ്മൾ അകലം പാലിക്കുക, പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. സമയമുണ്ടല്ലോ, അവരൊപ്പം നമ്മൾ സമയം ചെലവഴിച്ച് നമ്മളുടെ എനർജിയും നമ്മുടെ സ്വപ്നങ്ങളും മോഷ്ടിക്കാതെ ശ്രമിക്കുക. അവരുമായിട്ട് നമ്മൾ കുറെ സമയം സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്വപ്നങ്ങൾ അവർ മോഷ്ടിച്ചു കൊണ്ടുപോകും. ഡിയർ ഫ്രണ്ട്സ്, ഡ്രീം തീഫ് അങ്ങനെ ആരെങ്കിലും വരണമെങ്കിൽ മനസ്സിൽ പറഞ്ഞേക്കാം, ഇത് കള്ളം വരുന്നു, സ്വപ്ന കള്ളം വരുന്നു, ഡ്രീം തീഫ് വരുന്നു, മാറി നിൽക്കാം. അത് നിങ്ങൾ സുഹൃത്തായിക്കോട്ടെ, നിങ്ങൾ വൈഫ് ആയിക്കോട്ടെ, നിങ്ങൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ, നിങ്ങൾ ഫാദർ ആയിക്കോട്ടെ, നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട കൊളീഗ്സ് ആയിക്കോട്ടെ, നൈബേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. പക്ഷെ ഒരു അകലം നമ്മൾ എന്ത് ചെയ്യണം, പാലിച്ച് മതിയാവൂ. നമ്മളെ സ്വപ്നങ്ങൾ മോഷ്ടിക്കാൻ ഒരാളെ അനുവദിക്കരുത്. സോ അത് മെന്റലി പ്രിപ്പയർഡ് ആവുക, ഹാൻഡിൽ ദ റിജക്ഷൻസ്. ആർ യു റെഡി? സോ ഒരു ചേഞ്ചസ് നമ്മൾ തയ്യാറാണ്, ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാണ്. ഈ ബിസിനസ് വിജയിക്കണമെങ്കിൽ ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറായിരുന്നു. മാറ്റമില്ലാതെ നമുക്ക് എന്തിൽ നേടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു അജ്ഞതയാണ്. ഇന്നലകൾ നമ്മൾ ചെയ്ത പ്രവർത്തന ഫലമാണ് ഞാനും നിങ്ങളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലകൾ നമ്മളെ ചിന്തകൾ, ഇന്നലകൾ നമ്മൾ പ്രവർത്തനങ്ങൾ, അതിന്റെ ഫലമാണ് ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഫലമാണ് നാളെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. ഇതേ സാഹചര്യങ്ങളും ഇതേ ശൈലിയും ഇതേ ആറ്റിറ്റ്യൂഡുമായിട്ട് ഇനിയും നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു മാറ്റം വേണമെങ്കിൽ, ജീവിതത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കണമെങ്കിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഒരു മാറ്റത്തിന് തയ്യാറായി നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം, നമ്മൾ തയ്യാറാവണം. ഇത് വലിയൊരു ട്രെയിൻ സെഷനാണ്, സമയമില്ലാത്തതുകൊണ്ട് ചില പോയിന്റുകൾ മാത്രമാണ് സംസാരിക്കുന്നത്. എപ്പോഴും ഓരോ ഡിസ്ട്രിബ്യൂട്ടറും എക്സൈറ്റ്മെന്റ് ഉള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കണം. എപ്പോഴും എക്സൈറ്റ്മെന്റ് നമുക്ക് വേണം. ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ അവന്റെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും ആ മുഖത്ത് നിന്ന് വായിച്ചു കാണിക്കാൻ പറ്റും. എല്ലാ പ്രശ്നങ്ങളും ആ മുഖത്തുണ്ടായിരിക്കും. നിങ്ങളുടെ അച്ഛനും അമ്മയും സുഖ സൗകര്യമുള്ള മകനോടൊപ്പം താമസിക്കുമോ, നിങ്ങളോടൊപ്പം താമസിക്കുമോ? ഒരു അച്ഛനും അമ്മയും പോലും മക്കളിൽ സുഖ സൗകര്യമുള്ള മക്കളെയാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. പ്രശ്നങ്ങളും പരാതികളും കേൾക്കാൻ സ്വന്തം മാതാപിതാക്കൾക്ക് പോലും താല്പര്യമില്ല. പിന്നെ നാട്ടുകാർക്ക് ഈ താല്പര്യം കാണോ? നമ്മൾ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും മറ്റുള്ള പറഞ്ഞൊരു കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. നമ്മൾ എപ്പോഴും എക്സൈറ്റ്മെന്റിലൂടെ ഈ ബിസിനസ് ചെയ്യാൻ തയ്യാറാണ്. എന്ത് പ്രശ്നങ്ങളുടെയും ഉള്ളിലായിരിക്കണം. നമ്മൾ ബിസിനസ്സിൽ പുറത്തു കണക്കാക്കാൻ പാടില്ല. കാരണം നമ്മളൊരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ആളുകളാണ്. എപ്പോഴും ഒരു എക്സൈറ്റ്മെന്റ്, എനർജറ്റിക് ആയ ആളുകളെ പോലെ എന്ത് ചെയ്യണം, ഈ ബിസിനസ്സിലൂടെ ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. കരയുന്ന കുട്ടിയുണ്ട്, ചിരിക്കുന്ന കുട്ടിയുണ്ട്. നല്ല കരഞ്ഞുകൊണ്ടിരിക്കുക, ചിരിക്കുന്ന കുട്ടി നല്ല രീതിയിൽ എന്തുകൊണ്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആരെടുത്താ പോവാ? കരയുന്ന കുട്ടിയുടെ അടുത്തേക്കാണോ പോവാ? അല്ല, നമ്മൾ ചിരിക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക്. യെസ് ഓർ നോ? അപ്പൊ നമ്മൾ എപ്പോഴും എക്സൈറ്റ്മെന്റ് ആളുകളായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ബിഹേവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം കഴിഞ്ഞാൽ മാത്രമേ ഈ ബിസിനസ് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആറ്റിറ്റ്യൂഡ്, നമ്മൾ മനോഭാവത്തിൽ എന്ത് ചെയ്യണം, കാര്യമായ മാറ്റങ്ങൾ വരുത്തണം. അബ്ദുൽ കലാം സാർ പറഞ്ഞ പോലെ നമ്മൾ ചിന്തകളാണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തനങ്ങളായിട്ട് മാറുന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തകളാണ് പ്രവർത്തിക്കുന്നത്. ആറ്റിറ്റ്യൂഡ്, ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ എന്താണോ നിങ്ങൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആളാണ് നിങ്ങൾ ആറ്റിറ്റ്യൂഡ്. ആ ചിന്തകൾക്ക് കാര്യമായിട്ടുള്ള ഒരു മാറ്റം വരുത്തണം. എപ്പോഴും ഒരു പോസിറ്റീവ് ഒരാളെ പോലെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആശയവിനിമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആശയവിനിമയം? ഈ ബിസിനസ്, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് നത്തിങ് ബട്ട് ഓൺലി കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഓൺലി കമ്മ്യൂണിക്കേഷൻ ബിസിനസ് ആണ്. അങ്ങനെ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവാൻ നമുക്ക് കഴിയണം. നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവാൻ കഴിയണം. ഇതൊരു സ്ഥിരമായ പ്രവർത്തനത്തിന് ഡെവലപ്പ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊന്നും ആളുകൾ, ഇവിടെ വന്ന് സംസാരിക്കുന്ന ആളുകൾ, ഇവിടെ ട്രെയിനിങ് എടുക്കുന്ന ആളുകളൊന്നും അവരൊന്നും ജന്മന കഴിവുള്ള ആളുകളല്ല. ഈ മേഖലയിൽ വിജയിക്കണമെന്നുള്ള ആഗ്രഹമുള്ളപ്പോൾ അതിന് ചേഞ്ചസ് മാറ്റമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ക്രമേണ നേടിയെടുത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്കും സാധ്യമാണ്. പക്ഷെ ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബിസിനസ്സിൽ ശരിയായ രീതിയിൽ ആളുകൾ കടന്നു വരാത്തതിന് കാരണം, ഈ ബിസിനസ്സിൽ എൻ്റർ ആവാത്തതിന് കാരണം, ഈ ബിസിനസ് പ്ലാൻ പറഞ്ഞു കൊടുത്തിട്ടും ഈ ബിസിനസ്സിലേക്ക് വ്യക്തികൾ റിക്രൂട്ട്മെന്റ് ആവാത്തതിന് കാരണം, പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഈ ബിസിനസ് വ്യക്തമായി മനസ്സിലായിട്ടില്ല, നമ്പർ 1. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുമില്ല. ഈ 2 കാരണങ്ങളല്ലാതെ ഈ ബിസിനസ്സിലേക്ക് ഒരു വ്യക്തി വരാതിരിക്കാൻ സാഹചര്യമില്ല. കാരണം അധിക വരുമാനം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്.
ഈ പ്രൊഡക്റ്റ് എല്ലാവർക്കും ആവശ്യമാണ്. പിന്നെ എന്തുകൊണ്ട് നടന്നിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്. എനിക്ക് ഗുണമുള്ള ഒരു കാര്യം ഞാൻ വേണ്ട എന്ന് ഒരിക്കലും പറയില്ല. എനിക്ക് ഗുണമുള്ള ഒരു കാര്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ബിസിനസ്സിലേക്ക് നമുക്ക് വരാത്തത്. അപ്പൊ എനിക്ക് ഗുണമുള്ള രീതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. കമ്മ്യൂണിക്കേഷൻ പ്രശ്നം. എക്സാമ്പിൾ, ഞാൻ ഒരു സെന്റൻസ് കൂടെ വായിക്കാം. അവൻ അവന്റെ അമ്മയെ തല്ലി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കേൾക്കുന്നുണ്ടോ സാറേ? അവൻ അവന്റെ അമ്മയെ തല്ലി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെ? എന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഗംഗൻ സാർ മനസ്സിലായി, ഒരു കാര്യം മനസ്സിലായി അല്ലെ? ഒരു സബ്ജക്ട് മനസ്സിലായി അല്ലെ? അപ്പൊ അവൻ അവന്റെ അമ്മയെ തല്ലിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊരു സെന്റൻസ് ആണ്. നമ്മൾ ഇതിനൊന്ന് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അവൻ അവന്റെ അമ്മയെ തല്ലിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സബ്ജക്ട് മാറി. അപ്പൊ അവന്റെ അമ്മയല്ല തല്ലിയത്, വേറെ ആരുടെ അമ്മയാണ് തല്ലിയത്, അല്ലെ? അവൻ അവന്റെ അമ്മയെ തല്ലിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വേറെ ആരുടെ അമ്മയെ തല്ലിയത്. അവൻ അവന്റെ അമ്മയെ തല്ലിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അമ്മയല്ല തല്ലിയത്, സിസ്റ്ററെ ആയിരിക്കാം, ബ്രദറെ ആയിരിക്കാം, അല്ലെ? സബ്ജക്ട് മാറി. അവൻ അവന്റെ അമ്മയെ തല്ലി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ തല്ലിയിട്ടില്ല. അവൻ അവന്റെ അമ്മയെ തല്ലി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാനല്ല പറഞ്ഞു, വേറെ ആരാണ് എന്ത് ചെയ്ത് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ സബ്ജക്ട് ആ കസ്റ്റമർക്ക് മനസ്സിലാവുന്ന തരത്തിൽ, അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ ഇത് പറയണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല അവരെന്തുണ്ടാവുക അത് കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്. യെസ് ഓർ നോ? അല്ലെ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നമ്മളും പ്രിപ്പയർഡ് ആവണമെന്ന്. ഞാൻ വിജയിക്കണം, എന്റെ ആവശ്യമാണല്ലോ. യെസ് ഓർ നോ? അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കീപ് യുവർ ഡ്രസ് കോഡ്. ഡ്രസ് കോഡ് ഈ ബിസിനസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാഷ്ട്രീയ നേതാവാവണമെന്ന് ആഗ്രഹം, പക്ഷെ കതറിടാൻ മടിയാ. നടക്കുവോ? കതറിടണ്ടേ? അല്ലെ? ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഈ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എന്ത് ചെയ്യണം? ഒരു ഫോർമൽ ഡ്രസ് കോഡ് നമുക്ക് ആവശ്യമാണ്. നല്ല ഡ്രസ് കോഡിൽ പോയിട്ട് ബിസിനസ് പ്ലാൻ പറയുന്നതും കള്ളിമുണ്ടും ടീഷർട്ടും എടുത്ത് ബിസിനസ് പ്ലാൻ പറയുന്നതും വ്യത്യാസം നമുക്കറിയാലോ, ഊഹിക്കാലോ. റിസോർണോ? പക്ഷെ ഇപ്പോൾ ആളുകളും അണ്ടർ ട്രാക്കറിന്റെ ടീഷർട്ടും മറ്റേ സ്പൈക്ക് ചെയ്തിട്ടുള്ള മറ്റേ യോയോ ടീമായിട്ടാണ് എപ്പോഴും പ്ലാൻ പറയാൻ പോകുന്നത്. നമുക്കൊരു പേഴ്സണാലിറ്റിയില് നമ്മളിലേക്കല്ല ബിസിനസ് വരുന്നത്. ആദ്യം മൈലേഷനല്ല അവരെ കാണുന്നത്, ആദ്യം നിങ്ങളെ കണ്ടുകൊണ്ടാണല്ലോ ബിസിനസ് വരുന്നത്. അപ്പൊ നിങ്ങളൊരു പേഴ്സണാലിറ്റി വേണമല്ലോ. അപ്പൊ ഈ യോയോയും ടീഷർട്ടും ആയിട്ട് പോയി കഴിഞ്ഞാൽ ആ പേഴ്സണാലിറ്റി ഊഹിക്കാമല്ലോ. ഇതിന്റെ ഒപ്പം കൂടി കഴിഞ്ഞാൽ നമ്മളെന്താവും? യോയോ ആവും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട? തൽക്കാലം ഈ ബിസിനസ് വേണ്ട എന്ന് ചിന്തിച്ചവർ പോവാം. അപ്പൊ ഡ്രസ് കോഡ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഡ്രസ് കോഡ് എന്ത് ചെയ്യണം? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കഴിയണം. നല്ല വൃത്തിയുള്ള ഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ. അത് പുതിയ ഡ്രസ്സൊന്നും ഇവിടെ അർത്ഥമില്ല. നമുക്ക് നല്ല ഡ്രസ് കോഡിൽ വേണം എന്ത് ചെയ്യാൻ ഈ ബിസിനസ് നമ്മൾ പറയാനായിട്ട്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അസോസിയേഷൻ. അസോസിയേഷൻ ഇസ് വെരി ക്രിട്ടിക്കൽ. നിങ്ങൾ ആരോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഈ ബിസിനസ്സിലെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറ്റിമറിക്കും. എന്താണ് അസോസിയേഷൻ? നിങ്ങൾ അസോസിയേറ്റ് സാഹചര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറ്റിമറിക്കും. 4 തെമ്മാടികളുടെ കൂടെ ഒരു മാനിനും കൂടി കഴിഞ്ഞാൽ എന്താവും? ആ മാനിനും തെമ്മാടിയായിട്ട് മാറും. യെസ് ഓർ നോ? അസോസിയേഷൻ. നിങ്ങളുടെ സ്വഭാവം അറിയാൻ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം നമുക്ക് അറിയാൻ പറ്റും. യെസ് ഓർ നോ? അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. യെസ് ഓർ നോ? 4 മാന്യന്മാരുടെ കൂടെ ഒരു തെമ്മാടിയും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ എന്ത് ചെയ്യും? മാന്യനായിട്ട് മാറും. യെസ് ഓർ നോ? ചന്ദനം ചാരിയൽ എന്ന് പറയാം, ചന്ദനം മണക്കും, ചേരിൽ ചാരിയൽ പൊള്ളും, അല്ലെ? അപ്പൊ നമ്മൾ അസോസിയേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അസോസിയേഷൻ, നിങ്ങൾ കേൾക്കുന്ന വായിക്കുന്ന വായനകൾ, നമ്മളെപ്പോഴും ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും? ഹൊറർ ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ എപ്പോഴും ഹൊറർ ആയിരിക്കും, നിങ്ങൾ കാണുന്നതൊക്കെ ഹൊറർ ആയിരിക്കും. ഈ പോലീസുകാരെ പോലെ ആയിരിക്കും. നിങ്ങൾ കാണിക്കുന്നതൊക്കെ സംശയത്തോടെ ആയിരിക്കും, അത് ഹൊറർ ആയിരിക്കും. നിങ്ങൾ എപ്പോഴും പാട്ട് കേൾക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ ആ പാട്ടിന്റെ ആളുകളായിരിക്കും, ഫുൾ പാട്ടിന്റെ ആളുകളായിരിക്കും. നിങ്ങൾ വായിക്കുന്ന ടേപ്പുകൾ, കേൾക്കുന്ന ടേപ്പുകൾ, വായിക്കുന്ന ന്യൂസ് പേപ്പറിൽ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ ബിസിനസ്സിൽ നമുക്കൊരു മാറ്റം വേണമെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ബിസിനസ്സിൽ വിജയിച്ച ആളുകളുമായിട്ടും വിജയിക്കാൻ പോകുന്ന ആളുകളുമായിട്ടും കൂടുതൽ അസോസിയേഷൻ വേണ്ടത്. വിജയിക്കുന്ന ആളുകളൊപ്പം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കുന്നവരായി മാറും. യെസ് ഓർ നോ? അത് വെച്ച് പഴയ ഫ്രണ്ട്സുകൾ ഒഴിവാക്കണം എന്നല്ല. ഈ ബിസിനസ്സിൽ വിജയിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ലഭിക്കണമെങ്കിൽ, വിജയിക്കുന്ന ഒരു മനോഭാവം നമുക്ക് നേടണമെങ്കിൽ ആ വിജയിക്കുന്ന ആളുകളുമായിട്ടുള്ള സമ്പർക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ബിസിനസ് അനുയോജ്യമായ നിരവധി പുസ്തകങ്ങൾ കിട്ടും. ഡെയിലി ഒരു പേജ് 2 പേജ് പുസ്തകം വായിക്കണമെന്നാണ് സക്സസ്ഫുൾ ലീഡേഴ്സ് പറയുന്നത്. ഒരു പുസ്തകം ഞാൻ അവിടെ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ വിൻ, ശിവകാര എഴുതിയിട്ടുള്ള നിങ്ങൾക്കും വിജയിക്കാമെന്നുള്ള പുസ്തകമുണ്ട്.
മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വളരെ മോട്ടിവേറ്റഡ് പുസ്തകമാണ്. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഈ പുസ്തകത്തിനും സാധിക്കും. ഈ പുസ്തകത്തിലൊക്കെ വേണം നിങ്ങൾ കുറച്ചു കാലം ജീവിക്കാൻ. ഇഫ് യു ഹാവ് എ ഡ്രീം, ഇതിനൊക്കെ അടിസ്ഥാനമുണ്ട്. നിങ്ങൾക്ക് സ്വപ്നമുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് എ ഡ്രീം, ആ ഡ്രീമിനെ നിങ്ങൾ വിജയിക്കണമെങ്കിൽ ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ വളരെ ആവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് പുസ്തകങ്ങൾ എന്ത് ചെയ്യണം, മുന്നോട്ട് ചെയ്യണം. ലീഡേഴ്സിന്റെ മോട്ടിവേഷൻ സ്പീച്ചും കിട്ടണം. 1 മിനിറ്റ് സമയമുള്ളൂ, അത് മൈ ലൈഫ് സ്റ്റൈലിലെ മോട്ടിവേഷൻ കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവണം. യൂട്യൂബിൽ ഒരുപാട് മോട്ടിവേഷൻസ് ഉണ്ട്. നമ്മൾ GCR യൂട്യൂബ് ചാനലുകളുണ്ട്. അതൊക്കെ കുറെ സമയം നമ്മൾ കേൾക്കാൻ, നമ്മളെ തന്നെ ഇൻസ്പയർ ചെയ്യാൻ നമുക്ക് കഴിയുക. ഏതു സമയവും ഒരു സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ്സുകാരന്റെ ഒരു അറ്റ്മോസ്ഫിയർ, ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ മാറാം. അറ്റ്മോസ്ഫിയർ ഇൻഫ്ലുവൻസ് ആറ്റിറ്റ്യൂഡ്. ആ സാഹചര്യങ്ങളാണ് ആറ്റിറ്റ്യൂഡിനെ മാറ്റിമറിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. അങ്ങനെ അസോസിയേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് നമ്മൾ പ്രധാനപ്പെട്ട സബ്ജക്ട് ആക്ടിവിറ്റി ലൂപ്പ്. ആക്ടിവിറ്റി ലൂപ്പ് ഈ ബിസിനസ്സിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ബിസിനസ്സാണ്. ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം. വലിയ കാര്യങ്ങളൊന്നും മൈലേഴ്സിൽ ചെയ്യാനില്ല. നമ്മൾ ലക്ഷങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് വരുമാനം കിട്ടും. പക്ഷെ ആ ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നതിന് വലിയ പ്രവർത്തനങ്ങളൊന്നും ചെയ്യേണ്ട സാർ. അതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇവിടെ ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്താൽ മതി. പക്ഷെ പലപ്പോഴും പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇത് ചെയ്യാറില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ചെറിയ കാര്യങ്ങളല്ലേ, ചെറിയ ടാസ്ക് അല്ലേ. റോഡിലൂടെ നിയമങ്ങൾ വെച്ച് ഏതിലൂടെ സഞ്ചരിക്കണം? ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ നീ ഇടതുഭാഗത്തൂടെ ബൈക്ക് ഓടിക്കണം അല്ലേ? അങ്ങനല്ലേ വണ്ടി ഓടിക്കുക? എസ്സോർണോ? അത് വലതുഭാഗത്തോട് വണ്ടി ഓടിച്ചാലോ? ഞാൻ ഇനി മുതൽ വലതുഭാഗത്തോട് വണ്ടി ഓടിക്കാൻ തീരുമാനിച്ചാലോ? എന്താ സംഭവിക്കുക? അബ്ദുസലാം സാറേ, നമ്മളിപ്പോ ഇടതുഭാഗത്തോട് വണ്ടി ഓടിക്കുക, നമ്മൾ വലതുഭാഗത്തോട് വണ്ടി ഓടിക്കാൻ തീരുമാനിച്ചാൽ സംഭവിക്കുക ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. അവിടെ ഹോസ്പിറ്റൽ ഉണ്ടാവും. എസ്സോർണോ? പക്ഷെ ഇപ്പോഴും പല ആളും വലതുഭാഗത്തോട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണേ. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറയും നിങ്ങൾ ഇടതുഭാഗത്തോട് വണ്ടി ഓടിക്കണം. പക്ഷെ ഇതൊക്കെ നമ്മൾ കുറെ കേട്ടുള്ളതാണ്. ഞാൻ വലതുഭാഗത്തോട് വണ്ടി ഓടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വേറെ രക്ഷയൊന്നുമില്ല. സോ നമ്മളിവിടെ ഇടതുഭാഗത്തോട് വണ്ടി ഓടിക്കുക. നിങ്ങൾക്ക് ചില ആക്ടിവിറ്റീസുകൾ മാത്രമാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് ഇതിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു കാര്യം. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ലിസ്റ്റ് മേക്കിംഗ് ആൻഡ് സെലക്ഷൻ. ലിസ്റ്റ് മേക്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഇനി നമ്മൾ വളരെ ചെയ്യേണ്ട ഡ്യൂട്ടീസിനെ കുറിച്ചിട്ട് പറയണത് കുറച്ച് ബോറടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. പ്രോസ്പെക്ടിങ് ആൻഡ് ഇൻവിറ്റേഷൻ. നമ്മൾ എന്ത് ചെയ്യണം? ആളുകളെ പ്രോസ്പെക്ട് ചെയ്യണം, ഇൻവിറ്റേഷൻ ചെയ്യണം. ഷോ ദ പ്ലാൻ, ഫോളോ ആൻഡ് സെയിൽസ് ക്ലോസിംഗ്. ഇതാണ് നമ്മളുടെ ആക്ടിവിറ്റി ലൂപ്പായിട്ട് വരുന്നത്. പ്രധാനപ്പെട്ട കാര്യം. അതിൽ ലിസ്റ്റ് മേക്കിംഗ്. ഇപ്പൊ ലിസ്റ്റ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. ഇപ്പൊ പല ആളുകളും ചോദിക്കുന്നു ലിസ്റ്റ് മേക്കിംഗ് എന്ന് പറയുന്ന അതൊരു സുഖമുള്ള ഏർപ്പാടൊന്നല്ലോ സാറേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഡിയർ ഫ്രണ്ട്സ്, ഏതൊരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലും ലിസ്റ്റ് മേക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉദാഹരണം, നിങ്ങളെ തൊട്ടടുത്തൊരു ബാങ്ക് എന്ത് ചെയ്തു? തൊട്ടടുത്തുണ്ട്. ആ ബാങ്ക് മാനേജർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാനേജറുടെ ആദ്യത്തെ ജോലി എന്താണ്? പുതിയൊരു ബാങ്ക് മാനേജർ വന്നു കഴിഞ്ഞാൽ ആദ്യം ആൾ ലിസ്റ്റ് ഇടും. അവിടുത്തെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സിന് ലിസ്റ്റ് ഇടും. യെസ് ഓർ നോ? ആ ലിസ്റ്റ് ഇട്ടിട്ട് ആ ഇൻവെസ്റ്റേഴ്സിന് അവർ പോയി കാണും, മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ അവർ മീറ്റ് ചെയ്യും. ഇതാണ് അവിടുത്തെ ബാങ്ക് മാനേജർ ആദ്യത്തെ ജോലി. പക്ഷെ നമ്മളെടുത്ത് വരില്ല എന്ന് മാത്രം. അത് നമ്മളെ കുഴപ്പമില്ല. പക്ഷെ ബാങ്ക് മാനേജർ ജോലി അതാണ്. ലിസ്റ്റ് മേക്കിംഗ് ഉണ്ട്. ഏതൊരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രൊഫഷനിലും ഈ ലിസ്റ്റ് മേക്കിംഗ്, പ്രോസ്പെക്ടിങ് എല്ലാം ഉണ്ട്. അത് തന്നെ ഇവിടെ നമ്മൾ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ നല്ലൊരു പ്രൊഫഷനാണ്. അപ്പൊ ലിസ്റ്റ് മേക്കിംഗ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മൈ ലൈഫ് സ്റ്റൈലിന് വേണ്ടി എന്ത് ചെയ്യണം? ഒരു ഡയറി നമ്മൾ വാങ്ങിക്കണം. ഏറ്റവും വിഷമകരമായുള്ള വസ്തുത, പച്ചക്കറി കണക്കെഴുതുന്ന പുസ്തകത്തിലും വീടിന്റെ മറ്റു പുസ്തകത്തിലൊക്കെയാണ് നമ്മൾ ലിസ്റ്റ് മേക്കിംഗ് കാണുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഒരു പുസ്തകമൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? മൈ ലൈഫ് സ്റ്റൈലിന് വേണ്ടി ഒരു റിക്വസ്റ്റ് ആണ്. ആദ്യം എന്ത് ചെയ്യണം? ഒരു നല്ലൊരു ഡയറി നമുക്ക് ആവശ്യമാണ്. കാണുന്നോ അറിയില്ല, ഒരു ഡയറി നമുക്ക് ആവശ്യമാണ്. ഒരു നല്ലൊരു ലിസ്റ്റ് മേക്കിംഗ് ഡയറി നമുക്ക് ആവശ്യമാണ്, അല്ലെ? നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ ഉള്ളതുപോലെ, മുസ്ലിംസിന് ഖുർആൻ ഉള്ളതുപോലെ, ഹിന്ദുസിന് നമുക്ക് ഭഗവത്ഗീത ഉള്ളതുപോലെ മൈ ലൈഫ് സ്റ്റൈലിന് എന്ത് ചെയ്യണം? ഒരു ഡയറി ആവശ്യമാണ്.
ഈ ഡയറിയിലൂടെയാണ് നമ്മൾ കുറെ കാലം ജീവിക്കേണ്ടത്. ഇവിടെ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ല. ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഈ പുസ്തകത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ജീവിക്കാൻ. ആ പുസ്തകത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 വ്യക്തികളുടെ ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് എഴുതണം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എത്ര വേഗത്തിൽ ഒരു അച്ചീവ്മെന്റ് എത്താൻ കഴിയുമെന്ന് ഈ ലിസ്റ്റ് നിർണ്ണയിക്കും, ഈ ലിസ്റ്റ് തീരുമാനിക്കും. ആ ലിസ്റ്റിൽ മിനിമം 100 വ്യക്തികളുടെ ലിസ്റ്റ് എഴുതണം. അപ്പൊ ചില ആളുകൾ ചോദിക്കും, 100 പേർ ലിസ്റ്റ് 100 പേരൊന്നും എനിക്ക് അറിയില്ല സാറേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. 100 പേരൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു മനഃശാസ്ത്രജ്ഞരുടെ പഠനപ്രകാരം പറയുന്നത് ഒരു 30 വയസ്സുള്ള ഒരു വ്യക്തിക്ക് 2000 വ്യക്തികളെ പരിചയക്കാരുണ്ട്. എത്ര? 2000 വ്യക്തികളെ പരിചയക്കാരുണ്ട്. ഇവിടെ നമുക്ക് എത്രയാണ് ആവശ്യം? 100 വ്യക്തികളെയാണ് നമുക്ക് ആവശ്യം. ക്ലിയർ? ആ 100 വ്യക്തികളെ നമ്മൾ ലിസ്റ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 100 വ്യക്തികൾ ലിസ്റ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരും പ്രീ ജഡ്ജ് ചെയ്യരുത്. വൈൽ പ്രോസ്പെക്ടിങ് നോ വൺ പ്രീ ജഡ്ജ്. ആരും പ്രീ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഈ വ്യക്തി ബിസിനസ്സിലേക്ക് കടന്നു വരുമോ, ഈ ബിസിനസ്സിലേക്ക് കടന്നു വരില്ലേ, ഇതൊന്നും നമ്മളൊന്ന് പ്രീ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. ലിസ്റ്റ് ഇടുമ്പോൾ എന്ത് ചെയ്യുക, ആ ലിസ്റ്റ് ഇട്ടേക്കുക. നിങ്ങൾക്ക് അറിയുന്ന ആളുകളുടെ മുഴുവൻ ലിസ്റ്റ് ഇട്ടേക്കുക ഒരു ബുക്കിൽ. ഡോണ്ട് ഫോർഗെറ്റ് എനിബഡി, ഡോണ്ട് മിസ് എനിബഡി. ആരെയും മറക്കാൻ പാടില്ല. അത് വളരെ കാമായി ക്വയറ്റായിട്ട് നിങ്ങൾ ഒരു റൂമിൽ ഇരുന്നുകൊണ്ട് ഈ ലിസ്റ്റ് എഴുതണം. ഈ ലിസ്റ്റ് നിങ്ങളെ ജീവിതത്തെ ഡിസൈൻ ചെയ്യുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ ബിസിനസ്സിൽ ഇപ്പൊ പ്രവർത്തിക്കാൻ കാരണം എൻ്റെ പേര് എൻ്റെ ഒരു ലീഡറുടെ ഡയറിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആ ലീഡർക്ക് ഞാൻ എന്നൊരു വ്യക്തിയെ ലീഡർ എന്ന് കിട്ടാൻ കാരണം എൻ്റെ പേര് അതിൽ എഴുതിയതുകൊണ്ടാണ്. യെസ് ഓർ നോ? സോ ആരെയും നമ്മൾ മറക്കേണ്ട കാര്യമില്ല. ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഇദ്ദേഹം ബിസിനസ് ചെയ്യോ, ഈ വ്യക്തി ബിസിനസ് ചെയ്യോ, അങ്ങനത്തെ യാതൊരു പ്രീ ജഡ്ജ്മെന്റും ആവശ്യമില്ല. നിങ്ങൾ ലിസ്റ്റ് ഇട്ടേക്കുക. എങ്ങനെയാ പെട്ടെന്ന് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുക? യുവർ ഫാമിലി റിലേറ്റീവ്സ്. നിങ്ങൾക്ക് ഫാമിലി ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ സിസ്റ്റേഴ്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എൻ്റെ അച്ചാച്ചൻ്റെ ആളുകൾ, എൻ്റെ അച്ഛമ്മയുടെ ആളുകൾ തുടങ്ങിയിട്ടുള്ള ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി വ്യക്തികൾ നമുക്ക് പരിചയമുണ്ട്. ഇവരാരും മറക്കാൻ പാടില്ല. ഇവരൊക്കെ എന്ത് ചെയ്യണം, നമ്മള് ലിസ്റ്റിലേക്ക് ആക്കണം. അതൊക്കെ നാളെ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഈ മേഖലയിൽ. യുവർ ഫ്രണ്ട്സ്, നിങ്ങൾ സുഹൃത്തുക്കളുണ്ട്, ബാല്യകാലം മുതലുള്ള സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾ എന്ത് ചെയ്യണം, നമ്മൾ ഓർത്തെടുക്കണം. പക്ഷെ ഇപ്പൊ നിങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാവണമെന്നില്ല. വർഷങ്ങളായിട്ട് നമ്മൾ വിട്ടുപോയ സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഇതുവരെ നമുക്കൊരു കാര്യം ഉണ്ടായിരുന്നില്ല ആ സുഹൃത്തുക്കളെ ഓർത്തെടുക്കാൻ. പക്ഷെ ഇപ്പോൾ ഒരു നല്ലൊരു അവസരമുണ്ട്. ആ അവസരം ആ സുഹൃത്തിന് കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓർത്തെടുക്കാൻ നമ്മൾ തയ്യാറാണ്. നൈബേഴ്സ്, നമ്മൾ അയൽവാസികൾ, ഏകദേശം 1 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 500 മീറ്റർ മിനിമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 100 കൂടുതൽ അയൽവാസികളുണ്ടായി. പീപ്പിൾ അറ്റ് വർക്ക്, നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുമായി പരിചയപ്പെട്ട ആളുകൾ, പല ജോലികളും നിങ്ങൾ ഇതിനകം ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് ആളുകളുണ്ടായിരിക്കും പീപ്പിൾ അറ്റ് വർക്ക്. അവരെ നമ്മൾ ആഡ് ചെയ്യണം. പീപ്പിൾ ഫ്രം യുവർ സ്കൂൾ, കോളേജ് പോയി പഠിച്ച സമയത്ത്, സ്കൂളിൽ പോയി പഠിച്ച സമയത്തുള്ള പരിചയക്കാരുണ്ടായിരിക്കും, സുഹൃത്തുക്കളുണ്ടായിരിക്കും. ഇതൊക്കെ ഓർത്തെടുക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. ഓർത്തെടുക്കണം. ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും എന്തുണ്ടാവും, ഒരു ഓർമ്മയുണ്ടാവും. അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഓർമ്മകളുണ്ടാവും. ഇപ്പൊ 1ാം ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു സുഹൃത്തിനെങ്കിലും അടുത്ത് പരിചയം ഉണ്ടാവും. ഇപ്പൊ ഒന്ന് ആലോചിച്ച് അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ 1ാം ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത ബെഞ്ചിലിരിക്കുന്ന ഒരു സുഹൃത്തിന് നമുക്ക് ഓർമ്മയുണ്ടാവും. അവർ നമ്മൾ ലിസ്റ്റ് ഇട്ടുണ്ടാവില്ല. അവരെന്ത് ചെയ്യണം, നമ്മൾ ലിസ്റ്റ് ഇടണം. സ്ട്രേഞ്ചേഴ്സ്, അപരിചിതരായ ആളുകൾ എന്ത് ചെയ്യും, ഈ ബിസിനസ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. സ്ട്രേഞ്ചേഴ്സ്, ആ സ്ട്രേഞ്ചേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം, മനഃപൂർവ്വമായിട്ട് പ്രോസ്പെക്ട് ചെയ്യാൻ തയ്യാറാവണം. ഒരു സമയം വെറുതെ കളയേണ്ട കാര്യമില്ല. എപ്പോഴും പ്രോസ്പെക്ടിങ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. ഒരു ബസ്സിൽ കയറുന്ന സമയത്ത് തൊട്ടടുക്കുന്ന സീറ്റിൽ ഒരു അപരിചിതനായിരിക്കും. അവരുമായിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു സമ്പർക്കത്തിൽ ഏർപ്പെടുക. ഹായ് ബായ് എന്ന് പറയാം. ഹായ് ബായ് കോൺസെപ്റ്റ്. ഹായ് ബായ് എന്താണ്? ഹായ് ബായ്, നമ്മൾ ഹായ് പറയാം. ഹായ് പറഞ്ഞു കഴിഞ്ഞാല് തിരിച്ചു അവൻ ഹായ് പറയുന്നുണ്ടെങ്കിൽ അവനെന്തുണ്ട്, തിരിച്ചു ഹായ് പറയുന്നുണ്ടെങ്കിൽ അവനൊരു അസോസിയേഷൻ ആളാണ്, ഒരു സമ്പർക്കത്തിൽ വരാൻ പറ്റിയ ആളാണ്. തിരിച്ചു ഹായ് പറയുകയാണെങ്കിൽ എന്താണ്, അവർ നമുക്ക് യൂസ്ഫുൾ ആവും. തിരിച്ചവൻ ബായ് പറയുകയാണെങ്കിൽ നോ പ്രോബ്ലം, അവൻ വേണ്ട പറയും ബായ് പറയാം, ഹായ് ബായ്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രേഞ്ചേഴ്സിനെ നമുക്ക് കണ്ടെത്താം. പക്ഷെ അത് എപ്പോഴും പ്രോസ്പെക്ടിങ് ആറ്റിറ്റ്യൂഡ് വേണം. കാരണം ഈ സ്ട്രേഞ്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ബിസിനസ്സിലെ വലിയ മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, ഈ സ്ട്രേഞ്ചേഴ്സ് നമുക്ക് കിട്ടുന്നുള്ളതാണ്.
സോ അങ്ങനെ ഒരു പ്രോസ്പെക്ടിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. എപ്പോഴും ലിസ്റ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ വളരെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ലിസ്റ്റ് മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് ശേഷം എന്ത് ചെയ്യണം, സെലക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് സെലക്ഷൻ. ഇതിൽ നിന്ന് 20 വ്യക്തികൾ എന്ത് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ആദ്യം എന്ത് ചെയ്യണം, 100 വ്യക്തികളെ ലിസ്റ്റ് ചെയ്ത ശേഷം അതിൽ നിന്ന് 20 വ്യക്തികളെ സെലക്ട് ചെയ്യണം. എന്തിനാണ് സെലക്ട് ചെയ്യേണ്ടത്? ഉദാഹരണത്തിന് ഒരു റിലേ ടീം ഉണ്ടെന്ന് വിചാരിക്കും. റിലേ ടീം, ആ റിലേ ടീം ആ വിജയിക്കണമെങ്കിൽ ആ ഓടുന്ന 4 പേരും ശക്തമായി ഓടാൻ കഴിയുന്ന ആൾക്കാരായിരിക്കണം, അല്ലെങ്കിൽ റിലേ ടീം എന്തെങ്കിലും പരാജയപ്പെടും. അപ്പൊ നിങ്ങളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ നിങ്ങളെ പോലെ ശക്തമായി വേഗതയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളായിരിക്കണം. അപ്പൊ അവരെ നമുക്ക് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യാൻ നമ്മളെ കയ്യിലാണ് സെലക്ഷൻ ഉള്ളത്, നമ്മളാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് 20 പേരെ എന്ത് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്ത് മാറ്റി എഴുതണം. 20 നമ്പർ ലിസ്റ്റ് മാറ്റി എഴുതണം. ഒരാളെ സെലക്ട് ചെയ്യാൻ ആവശ്യമായുള്ള മാനദണ്ഡം എന്താണ്? എന്താണ് അതിന്റെ മാനദണ്ഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുടുംബ മഹിമയോ പൈസയുള്ള ആൾക്കാരോ വിദ്യാഭ്യാസോ ഇതൊന്നും സെലക്ഷന്റെ മാനദണ്ഡമല്ല. സെലക്ഷൻ ചെയ്യാൻ വേണ്ടി പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർക്കാണ് പേഴ്സൺ ഹു ആർ ദീസ് ക്വാളിറ്റീസ്, ഹൈ തിങ്കിങ് ഉള്ള ആളുകളായിരിക്കണം, ഉയർന്ന ചിന്താഗതിക്കാരെ ആളുകളായിരിക്കണം നമ്മൾ കാണാൻ. ഹൈ തിങ്കിങ് ആളുകളായിരിക്കണം, പോസിറ്റീവ് തിങ്കിങ് ആളുകളായിരിക്കണം. പോസിറ്റീവ് തിങ്കേഴ്സ് എന്ന് പറഞ്ഞ ടീം ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ ഈ ബിസിനസ്സിലേക്ക് വളരെ ഔട്ട്പുട്ട് തരും. ബേണിംഗ് ഡിസയർ, കത്തുന്ന ആഗ്രഹമുള്ള ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ, അവർ നമ്മൾ കാണണം. സ്വപ്നമുള്ള ഒരു വ്യക്തി, സ്വപ്നമുള്ള ആളുകളെ നമ്മൾ ഈ ബിസിനസ്സിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ ബിസിനസ്സിൽ വേഗതയിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കയറും. എന്താണ് ഹൈ തിങ്കിങ്? ഉയർന്ന ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കണം. എപ്പോഴും വലിയ വലിയ ചിന്തകൾ, അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മേഖല നോക്കണ്ട, എപ്പോഴും അവൻ ചിന്തിക്കുന്ന വലിയ ചിന്തകളായിരിക്കും. ഹൈ തിങ്കിങ്. ലോ തിങ്കിങ് ആളുകളുണ്ട്, അവർക്ക് വിജയിക്കണം എന്നൊരു ആഗ്രഹമൊന്നുമില്ല, ഇങ്ങനെ ജീവിച്ചു പോവാ, ഇങ്ങനെ മരിക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇനി എന്ത് ജീവിതം എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ ലോ തിങ്കേഴ്സിന്റെ ആളുകളാണ്. ഹൈ തിങ്കേഴ്സ് ഉണ്ട്, ഒരു അവസരം വരും, ആ അവസരം ഞാൻ പിടിച്ചു കയറും, വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് ആളുകളുണ്ട്. അവരെ നമ്മൾ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യണം. പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവായി തിങ്ക് ചെയ്യുന്ന ആളുകളുണ്ട്. എന്താണ് പോസിറ്റീവ് തിങ്കിങ്ങിന്റെ പ്രത്യേകത? ഈ പോസിറ്റീവ് തിങ്കിങ് ആകുമ്പോൾ അവർ ആദ്യം ഒരു സബ്ജക്ട് കാണുമ്പോൾ അതിൽ ആദ്യം അവർ പോസിറ്റീവ് ആണ് കാണുക, പിന്നെയാണ് നെഗറ്റീവ് കാണുക. നെഗറ്റീവ് തിങ്കിങ് ആളുടെ പ്രത്യേകത എന്താ? അവർ ആദ്യം എന്ത് ചെയ്യും, ആ ഒരു സബ്ജക്റ്റിന്റെ നെഗറ്റീവ് ആദ്യം കാണും, പിന്നെ പോസിറ്റീവ് ആണുള്ള സമയമില്ല. മനസ്സിലാവുന്നുണ്ടോ? പോസിറ്റീവുള്ള സമയമില്ല. അപ്പൊ എന്ത് ചെയ്യും, അവര് എപ്പോഴും നെഗറ്റീവ് ആളുകളാണ്. നെഗറ്റീവ് ആളുകൾ നമ്മളെ നെഗറ്റീവ് ആകും. അത്തരത്തിൽ ആളുകളെ ഈ ബിസിനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരരുത്. പോസിറ്റീവ് ആളുകളായിരിക്കും. ഉദാഹരണത്തിന് ഒരു അമ്പലത്തിലൊരു മീറ്റിംഗ് നടക്കുകയാണ്, ഒരു 10 പേർക്ക് വീട് വെച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആശയമായി വെക്കുമ്പോൾ അപ്പോഴും ഒരാൾ എഴുന്നേൽക്കും. അതെങ്ങനെ ശരിയാവുമെന്ന് ചിന്തിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്ന ആളുകളുണ്ട്. അവർ നെഗറ്റീവിന്റെ ആളുകളാണ്. ഇപ്പൊ പോസിറ്റീവ് തിങ്കേഴ്സിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അവർ ആദ്യം പോസിറ്റീവ് കാണും, പിന്നെ നെഗറ്റീവും കാണും. പക്ഷെ ആദ്യം പോസിറ്റീവ് ആണ് കാണുന്നത്. അങ്ങനെ പോസിറ്റീവ് തിങ്ക് ആളുകൾ വേണം. ബേണിംഗ് ഡിസയർ, കത്തുന്ന ആഗ്രഹമുള്ള ആളുകൾ സമൂഹത്തിലുള്ള ഡിയർ ഫ്രണ്ട്സ്. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അവന്റെ ജീവിത പ്രശ്നങ്ങൾ കൊണ്ടും അവരുടെ ഫാമിലി പ്രശ്നങ്ങൾ കൊണ്ടും പൈസയുടെ വാല്യൂ അറിയുന്ന കത്തുന്ന ആഗ്രഹമായ ആളുകളും സമൂഹത്തിലുണ്ട്. അവരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബിസിനസ്സിൽ കണക്ട് ചെയ്യാൻ പറ്റണം. അത് കുടുംബമഹിമയോ പൈസയോ അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. കത്തുന്ന ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ഈ ബിസിനസ് സൂട്ടബിൾ ആണ്. ഒരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നമുള്ള ആളുകളും ഈ സൂട്ടബിൾ ആണ്. ഈ കാറ്റഗറിയിൽപ്പെട്ട, ഈ വിഭാഗത്തിൽപ്പെട്ട, ഈ ചിന്താഗതിയുള്ള ആളുകളെ വേണം 20 പേരെ സെലക്ട് ചെയ്യാൻ. നിങ്ങളെക്കാളും മുകളിൽ പ്രൊഫൈൽ ആളുകളെ നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ അത് വേഗതയിൽ ബിസിനസ് ആയിട്ട് മാറും. എപ്പോഴും മാൻ എന്ന് പറയുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആളുകളെ സെലക്ട് ചെയ്യാൻ. എന്താണ് മാൻ? മണി, ആറ്റിറ്റ്യൂഡ്. മണി, അതോറിറ്റി, നീഡ്. മണി, അതോറിറ്റി, നീഡ്. എന്താണ് മണി? നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരണമെങ്കിൽ മിനിമം 5000 രൂപയുടെ ഉൽപ്പന്നങ്ങളിൽ പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ എടുത്ത് ബിസിനസ് ഫണ്ട് കാര്യമുള്ളൂ. 25 തവണ 5000 രൂപ അറേഞ്ച് ചെയ്യാൻ കഴിയാത്ത ഒരാളെടുത്ത് 25 തവണ പോയാലും അവന് അറേഞ്ച് ചെയ്യാൻ സാധിക്കാത്ത ആളെടുത്ത് പിന്നെ നമുക്ക് സമയം കാണേണ്ട കാര്യമില്ല. അവർ 5000 രൂപ പോക്കറ്റിൽ വേണ്ട, പക്ഷെ അറേഞ്ച് ചെയ്യാനെങ്കിലും സാധ്യതയുള്ള ആളുകൾ എടുത്ത് വേണം ബിസിനസ്സിൽ കടന്നു ബിസിനസ് പറയാനായിട്ട്. മണി. എ ഫോർ അതോറിറ്റി. അതോറിറ്റി ഉണ്ടാവണം. സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ആളായിരിക്കണം. സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ആളാണ്. അതോറിറ്റി ഇല്ലാത്ത ആളുകളുണ്ട്. എന്താണ് അതോറിറ്റി ഇല്ലാത്ത ആളുകൾ? നിങ്ങൾ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് പറയും, ഞാൻ വൈഫിനോടൊന്ന് ചോദിക്കട്ടെ, വൈഫ് ശരി എന്ന് പറഞ്ഞു ഞാൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവന്റെ നിലയിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല, അതോറിറ്റി ഇല്ല. അപ്പൊ അതോറിറ്റി ഇല്ലാത്ത ആളുകളെടുത്ത് നമ്മൾ കൂടുതൽ സമയം ചെലവഴിച്ചിട്ട് കാര്യമില്ല.
വൈഫ് പറയും എന്റെ അച്ഛനോട് ചോദിക്കട്ടെ, അത് ഇങ്ങനെ എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ ആരെങ്കിലും നിങ്ങൾ പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ തന്നെ പറയണം, ഇവന് ഇല്ല, അതോറിറ്റി ആവശ്യമാണ്, സ്വന്തം തീരുമാനമെടുക്കാൻ കഴിയുന്ന ആൾ വേണം, നീഡി പേഴ്സൺ ആയിരിക്കണം, ആവശ്യക്കാരനായിരിക്കണം. ഈ ഒരു കാറ്റഗറിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആളുകളെ സെലക്ട് ചെയ്യാൻ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ പ്രോസ്പെക്ടിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, പ്രോസ്പെക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ പിടിക്കുന്ന ഒരു പരിപാടിയല്ല നമ്മൾ. ആളുകളെ പിടിക്കുക, ആളെ കുഴി ചാടിക്കുക, അങ്ങനത്തെ ഒരു ബിസിനസ്സേ അല്ല. പല ആളുകളും നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്ന ആളുകളായിരിക്കും. പ്രോസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ആശയം ഷെയർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രോസ്പെക്ടിങ് മീൻസ് നോട്ട് കാച്ചിങ് പീപ്പിൾ. ആളുകളെ പിടിക്കുന്ന ഒരു ബിസിനസ് അല്ല. എല്ലാ മേഖലയിലും പ്രോസ്പെക്ടിങ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രോസ്പെക്ടിങ് ആണ്. അവിടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയാണ്. അവിടെ മൃഗങ്ങളൊന്നുമല്ലല്ലോ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത്, മനുഷ്യന്മാർ തന്നെ അല്ലേ. എല്ലായിടത്തും പ്രോസ്പെക്ടിങ്സ് ഉണ്ട്, എല്ലാ മേഖലയിലും പ്രോസ്പെക്ടിങ്സ് ഉണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് പ്രോസ്പെക്ടിങ്സ് ഉണ്ട്. ഇവിടെ പ്രോസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോസ്പെക്ട് ചെയ്യുമ്പോൾ എവിടെയും നമുക്ക് പ്രോസ്പെക്ട് ചെയ്യാം, എവിടെയും നമുക്ക് പ്രോസ്പെക്ട് ചെയ്യാൻ സാഹചര്യമുണ്ട്. നിങ്ങളെ സുഹൃത്ത് ഒരു പലചരക്ക് കച്ചവടം നടക്കുമ്പോൾ, അപ്പൊ നമ്മളെ സുഹൃത്തിനെ പരിചയപ്പെടുന്ന സമയത്ത് ആ സുഹൃത്തിനോട് ചോദിക്കണം, ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലേ, നീ നല്ല രീതിയിലായി, നല്ല ബിസിനസ് ഉണ്ട്, നിനക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നു എന്ന തരത്തില് നമ്മൾ സുഹൃത്തിനോട്, പലചരക്ക് നടത്തുന്ന സുഹൃത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, നീ എന്താ പറയണ രാജു, എങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുന്നേ ഉള്ളൂ, എങ്ങനെ കഷ്ടപ്പെട്ട് പോകുന്നേ ഉള്ളൂ, വലിയ ലാഭമൊന്നുമില്ല, വലിയ കച്ചവടമൊന്നുമില്ല എന്ന തരത്തിൽ അവരിങ്ങോട്ട് പറയും. എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് എക്സ്ട്രാ ഇൻകം ആവശ്യമുണ്ട്. അപ്പൊ എവിടെയും പ്രോസ്പെക്ട് ചെയ്യാം. അതിന് മറിച്ച് നിന്റെ കടയിൽ കച്ചവടം ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ ഡയറക്റ്റ് ചോദിക്കാൻ പാടില്ല. പ്രോസ്പെക്ടിങ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ അവനെ നമ്മൾ നല്ല ബിസിനസ്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, നല്ല ബിസിനസ് ഒക്കെ ഉണ്ടല്ലോ എന്ന തരത്തിൽ അവർ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ അതിന്റെ യാഥാർത്ഥ്യം പറയും. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോസ്പെക്ട് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ പ്രോസ്പെക്ട് സാഹചര്യമുണ്ട്, അവന് എക്സ്ട്രാ ഇൻകം ആവശ്യമുണ്ട്, ഈ ബിസിനസ് അവസരം പറയാം. ഓക്കെ, അപ്പൊ എവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രോസ്പെക്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഈ ബിസിനസ് പ്ലാൻ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത്, നെക്സ്റ്റ് നമ്മൾ ഇൻവിറ്റേഷൻ ആണ്. നമ്മൾ പലതരത്തിൽ ഇൻവൈറ്റ് ചെയ്യും, പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്യും, 1-to-1 ഇൻവൈറ്റ് ചെയ്യും, ഹൗസ് മീറ്റ് ഇൻവൈറ്റ് ചെയ്യും. ഈ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ ടാഗ് വേർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. എന്താണ് ടാഗ് വേർഡ്സ്? ഇതൊരു MLM, മീറ്റിംഗ്, ക്ലാസ്, ജോയിനിങ്, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ സംഭാഷണങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ഒരു കാരണവശാലും ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാൻ കൊടുക്കാനുള്ളതല്ല. ഇൻവിറ്റേഷൻ സമയമെടുക്കാനുള്ളത് മാത്രമാണ്. പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇൻവിറ്റേഷൻ തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും പറയും, പിന്നെ പ്ലാൻ കൊടുക്കേണ്ട കാര്യമില്ല. ആളുകളൊക്കെ പ്രീ ജഡ്ജ് മൈൻഡ് കൂടുതൽ ആളുകളാണ് സമൂഹത്തിലുള്ളത്. അവൻ വിചാരിക്കും ഇത് മറ്റേ പരിപാടിയാണ്. ഏത് പരിപാടി? അവൻ പല ചിന്തകളും ഉണ്ടായിരിക്കും, പക്ഷെ അതിന് യാതൊരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ടാഗ് വേർഡ്സ് നമ്മൾ ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. നെക്സ്റ്റ്, ഷോ ദ പ്ലാൻ. അടുത്ത സ്റ്റെപ്പാണ് ഷോ ദ പ്ലാൻ. നമ്മൾ പറഞ്ഞു ലിസ്റ്റ് മേക്കിംഗ് വേണം, അത് 20 പേരെ സെലക്ട് ചെയ്യണം, പ്രോസ്പെക്ടിങ്, ഇൻവിറ്റേഷൻ മൂന്നാമത്തെ ഒരു കാര്യം, നാലാമത്തെ കാര്യം ഷോ ദ പ്ലാൻ. ഈ പ്ലാൻ എന്ത് ചെയ്യണം, കാണിക്കണം. ഷോ ദ പ്ലാൻ. ഏത് തരത്തിലാണ് ഈ വ്യക്തികളെ പ്ലാൻ കാണിക്കാൻ കഴിയുക? ഒന്നാമത്തെ ഒരു മെത്തേഡാണ് 1-to-1. ഒരു 1-to-1 ആയിട്ട് പ്ലാൻ നമുക്ക് കാണിക്കാം. ഈ വ്യക്തികളോട് ഈ ബിസിനസ് ആശയം നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണ്ടേ? ആ ഷെയർ ചെയ്യണമെങ്കിൽ 1-to-1, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നെക്സ്റ്റ്, സൂം മീറ്റിംഗ്. സൂമിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എല്ലാ ആഴ്ചകളും നടക്കുന്ന സൂം മീറ്റിങ്ങുകളുണ്ട്, അതില് നമുക്ക് പങ്കെടുപ്പിക്കാം പുതിയ ഗസ്റ്റുകളെ. ഹോം മീറ്റിംഗ്, GTS സെന്റർ, ഇങ്ങനെ 4 തരത്തിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഷോ ദ പ്ലാൻ, ഈ പ്ലാൻ കാണിക്കാൻ കഴിയുക. 4 തരത്തിലാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ്, നമ്മളെ പ്രാക്ടിക്കലായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ വരുന്ന 1-2 ചേഞ്ചസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മളെ ബിസിനസ്സിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കുന്നതായിരിക്കും. ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-to-1 പ്രസന്റേഷൻ ആണ്. 1-to-1 പ്രസന്റേഷൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് 1-to-1 പ്രസന്റേഷൻ? ഒരു സുഹൃത്തിനെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് അവരെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലോ സംസാരിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് 1-to-1 എന്ന് പറയുന്നത്. 1-to-1 അത് വളരെ രസകരമായിട്ടുള്ള ഒരു, പലപ്പോഴും 1-to-1 ഒക്കെ വളരെ രസകരമാണ്. പല സ്ഥലത്ത് പോയി ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ 1-to-1 ഉണ്ടാവും, നമ്മൾ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ. ഇവിടെ ഞാൻ ഒരു സന്ദർഭം പറയാം. ഉദാഹരണത്തിന് ഇവിടെ അഷ്റഫ് സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്.
അഷ്റഫ് സാറ് ഗംഗൻ സാറിന്റെ ഒരു വർക്കിന് വേണ്ടി, അഷ്റഫ് സാറാണ് ലീഡർ. അപ്പൊ ഗംഗൻ സാർ എന്ത് ചെയ്യണം? ഗംഗൻ സാറിന്റെ കെയർ ഓഫിലാണ് എന്ത് ചെയ്യുന്നത്? ഗംഗൻ സാറിന്റെ ബന്ധുവിനെ കാണാൻ പോകുന്നു. ഓക്കെ, ബന്ധു അവളെ വിജി മാഡത്തിന് എന്ത് ചെയ്യാൻ പോകുന്നു? കാണാൻ പോവുകയാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? രംഗം മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഗംഗൻ സാർ നേരത്തെ ഇൻവിറ്റേഷൻ നടത്തിയിട്ടുണ്ട്. ആരോട്? വിജി മാഡത്തിനോട്. വിജി മാഡം, ഒരു ബിസിനസ് ആശയം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നുണ്ട്, എപ്പോഴാണ് ഫ്രീ സമയം? വിജി മാഡം പറഞ്ഞു ഇന്ന സമയത്താണ് ഫ്രീ, വന്നുകൊള്ളാൻ പറഞ്ഞു. അപ്പോയിന്റ്മെന്റ് കിട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കാരണവശാലും നിങ്ങൾക്ക് സ്വന്തമായി പ്ലാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പ്ലാൻ പറയാൻ പാടില്ല. അപ്പൊ ആര് സഹായം വേണം? തൊട്ടു മുകളിലുള്ള പ്ലാൻ പറയാൻ കഴിയുന്ന ഒരു ലീഡർ സഹായത്തോടെ വേണം പോവാൻ. ഓക്കെ, അപ്പോ അഷ്റഫ് സാറാണ് ഗംഗൻ സാർ ലീഡർ. അപ്പൊ ഗംഗൻ സാറായിട്ട് എന്ത് ചെയ്യണം? നമ്മള് വിജി മാഡത്തിനോടേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ നമ്മള് കോണിമ്പൽ അടിച്ച് വിജി മാഡം ഇറങ്ങി വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ വീട്ടിലേക്ക് കയറാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഗംഗൻ സാറിന് ഒരു ഡ്യൂട്ടി ഉണ്ട് അവിടെ. എന്ത് ചെയ്യണം? പരിചയപ്പെടുത്തി കൊടുക്കണം. ആരെ? അഷ്റഫ് സാറിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഗംഗൻ സാറിന്റെ സഹോദരി എന്ത് ചെയ്യണം? അഷ്റഫ് സാറിനെ പരിചയപ്പെടുത്തണം. ഓക്കെ, പലപ്പോഴും പല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഈ പരിചയപ്പെടുത്തൽ നടക്കാറില്ല. ആ ബെല്ലടിച്ച ശേഷം അവിടെ ഒരു കോമഡി നടക്കാറ്. ഇവർ ആരാണ് ഇത് പറയാന്നുള്ള ഒരു ഡൗട്ടായിട്ട് ഒരു 5 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യും. സ്തംഭിച്ചു. ഒരു സ്തംഭനം രസകരമാണ് ആ സംഭവം. അവിടെ സ്തംഭിക്കും. പിന്നെ ലീഡറായിട്ട് കയറേണ്ടി പറയും. ലീഡർ കുറെ നേരം നോക്കും പരിചയപ്പെടുത്തുന്നോന്ന്. ലീഡർ പിന്നെ പരിചയപ്പെടുത്തില്ലെങ്കിൽ വേറെ നിവൃത്തിയൊന്നുമില്ല, സമയമില്ലല്ലോ. അപ്പൊ അഷ്റഫ് സാർ എന്ത് ചെയ്യും? നേരിട്ട് അങ്ങോട്ട് കടക്കും. പക്ഷെ അങ്ങനെ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരെ പരിചയപ്പെടുത്തണം. ആദ്യം ആരെ പരിചയപ്പെടുത്തണം? വിജി മാഡത്തെ കൊണ്ട് അഷ്റഫ് സാറെ പരിചയപ്പെടാതെ. ഇപ്പൊ നിങ്ങളുടെ മുകളിലെ ലീഡർ ആരും ആയിക്കോട്ടെ, ചിലപ്പോൾ റൂബി ആയിക്കോട്ടെ, TC ആയിക്കോട്ടെ, അവരെ എഡിഫൈ ചെയ്ത് സംസാരിക്കണം. എഡിഫിക്കേഷൻ ആവശ്യമാണ്. അവിടെ എഡിഫിക്കേഷൻ ആവശ്യമാണ്. ലീഡേഴ്സിനെ പൊതുവെ എഡിഫിക്കേഷൻ ചെയ്യാൻ ആർക്കത്ര താല്പര്യം കുറവാണ് കാണാറ്. പക്ഷെ ഇത് നമ്മളുടെ ബിസിനസിന്റെ ആവശ്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എഡിഫിക്കേഷൻ വളരെ ആവശ്യമാണ്. ഒരു TC ലീഡർ ആണെങ്കിൽ വിജി മാഡം ഇത് നമ്മളെ കമ്പനിയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയി പോകുന്ന ടീം കോർഡിനേറ്റർ ആണ്. വളരെ എനർജറ്റിക് ആയ ലീഡറാണ്. കുറച്ച് സമയം കൊണ്ട് ഈ ബിസിനസ് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയാണ് അഷ്റഫ് സാർ. ഇതിന്റെ വീട് ഇവിടെയാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ വിജി മാഡത്തിന് പറയണം. പിന്നെ വിജി മാഡത്തിന് എന്ത് ചെയ്യണം? അഷ്റഫ് സാറിന് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇതെന്റെ സിസ്റ്ററാണ്, കുറിച്ച് പരിചയപ്പെടുത്തി വിജി മാഡത്തിന് എന്ത് ചെയ്യണം? പരിചയപ്പെടുത്തും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, ലീഡറേക്കാളും കൂടുതൽ എഡിഫിക്കേഷൻ ആർക്കാണ് കൊടുക്കുന്നത്? പാർട്ടിക്കാണ് കൊടുക്കാറ്. അത് ദോഷം ചെയ്യും. കാരണം പാർട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും? അതൊരു പാരന്റ് സ്റ്റേജിലായിരിക്കും. പാർട്ടി എപ്പോഴും കാണാൻ പോകുന്ന പാർട്ടി എപ്പോഴും ഉള്ള പ്രശ്നം വെച്ചാല് എനിക്കെല്ലാം അറിയുന്ന ഒരാളായിട്ടാവും പാർട്ടി ഇരിക്കുക. എന്താണ്? ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാണ്. എനിക്കെല്ലാം അറിയാം. ഇതാണ് ആരുടെ ആറ്റിറ്റ്യൂഡ്? പാർട്ടി. എന്ന് പറഞ്ഞാല് പാരന്റ് സ്റ്റേജിലാണ്. അവൻ പാരന്റാണ്. അപ്പൊ അവിടെ ഈ പാർട്ടി തന്നെ വീണ്ടും എഡിഫിക്കേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആരും ആയിക്കോട്ടെ, എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിക്കോട്ടെ, അവരെ കൂടുതൽ എഡിഫിക്കേഷൻ ചെയ്യാൻ പാടില്ല. കൂടുതൽ എഡിഫിക്കേഷൻ നിങ്ങളെ ലീഡറെ വേണം എഡിഫിക്കേഷൻ ചെയ്യാൻ. അല്ലെങ്കിൽ ആ പാരന്റ് സ്റ്റേജിലാവും വീണ്ടും പാരന്റ് ആവും. പാരന്റ് പറഞ്ഞാൽ മുതിർന്ന അവസ്ഥയാണ്. തുടക്കത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ലീഡർ ചൈൽഡ് സ്റ്റേജിലാണുള്ളത്. കുട്ടിയാണ്, ചൈൽഡ് സ്റ്റേജിലാണ്. കേൾക്കുന്ന ആള് പാരന്റ് സ്റ്റേജിലാണ്, പാരന്റാണ്. അവനെല്ലാം അറിയാം. ഇതാണ് കണ്ടീഷൻ. അപ്പൊ എന്ത് ചെയ്യണം? ഈ പ്ലാൻ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവനെ കുട്ടിയാക്കി ലീഡർ പാരന്റ് ആവണം. ഇതാണ് പ്രോസസ്. എന്നാലാണ് അവിടെ എന്തുള്ളൂ? ഒരു ഡിസിഷൻ ആ പാർട്ടി എടുക്കുള്ളൂ. അപ്പൊ ഇതാണ് ലീഡറുടെ ജോലി. അപ്പൊ എന്ത് ചെയ്യണം? ലീഡർ നന്നായിട്ട് എഡിഫിക്കേഷൻ ചെയ്യണം. ലീഡർ ആദ്യം ചൈൽഡ് ആയിക്കോട്ടെ, പക്ഷെ ഈ ചൈൽഡിൽ നിന്ന് പാരന്റ് ആവാൻ നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ലീഡർ എഡിഫിക്കേഷൻ ചെയ്യണം. ലീഡർ പിന്നെ അത് റിക്കവർ ചെയ്തോളും, പാരന്റ് ആയിക്കോളും, നോളജ് കൊടുത്ത് പാരന്റ് ആയിക്കോളും. പക്ഷെ ഫസ്റ്റ് നിങ്ങളുടെ ഭാഗത്ത് എന്ത് ചെയ്യണം? ഒരു എഡിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലീഡർക്ക് പാരന്റ് ആവാൻ എന്ത് ചെയ്യും? ഗുണം ചെയ്യും. ഓക്കെ, അതിനുശേഷം പിന്നെ ലീഡർ എന്ത് ചെയ്തോളും? ഇവരുമായിട്ട് സംസാരിച്ചോളും. ആ സമയത്ത് ഗംഗൻ സാറിന്റെ ഡ്യൂട്ടി എന്താണ്? അവിടെ ഇരിക്കണം. എവിടെ? തൊട്ടടുത്ത് ചെയറിലിരിക്കണം. പലപ്പോഴും ഈ വ്യക്തി എന്ത് ചെയ്യും? അവിടെ നിന്ന് ഒരു ജോലി ചെയ്തതുപോലെ എന്തോ ഒരു ജോലി ഞാൻ ചെയ്ത് കഴിഞ്ഞ തരത്തില് അവിടെ നിന്ന് എന്ത് ചെയ്യും? ആ വ്യക്തി അവിടെ നിന്ന് ഇറങ്ങും, വീട്ടിലേക്ക് ഇറങ്ങും. അതിന്റെ പുറത്ത് ഇങ്ങോട്ട് നടക്കും. ആര്? ഗംഗൻ സാറ്. ഇവര് നടക്കും. കാരണം ഇവര് സംസാരിക്കുന്നുണ്ടല്ലോ. എന്റെ സമയം വേസ്റ്റ് കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഫോൺ എടുത്ത് എന്ത് ചെയ്യും? ഇവർ രണ്ട് നടക്കും. എന്നിട്ട് ഇടയ്ക്ക് വന്നിരിക്കും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഇറങ്ങി എന്ത് ചെയ്യും? നടക്കും.
അപ്പൊ ഇത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ ജോലിക്കല്ല വന്നിട്ടുള്ളത്, നിങ്ങളെ ബിസിനസ്സിലേക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ റിക്രൂട്ട്മെന്റ് ചെയ്യാനാണ്. നിങ്ങൾ അവിടെ ഇരിക്കണം, അവിടെ തൊട്ടടുത്തിരിക്കണം. തൊട്ടടുത്തിരുന്നിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ മൊബൈൽ ഫോൺ ആദ്യം സൈലന്റ് ആക്കണം. ആരെ? നിങ്ങളെ മൊബൈൽ ഫോൺ സൈലന്റ് ആക്കണം. പാർട്ടി വിചാരിക്കും ഓ മൊബൈൽ ഫോണൊക്കെ സൈലന്റ് ആക്കി, എന്തോ സീരിയസ് ആയ കാര്യമാണ്. ചിലപ്പോൾ പാർട്ടിയും ചിലപ്പോൾ സൈലന്റ് ആക്കും. അറ്റ്മോസ്ഫിയർ സീരിയസ് ആയി. അവിടെ പത്രങ്ങളൊക്കെ കെടുക്കുന്നുണ്ടാവും, അത് അവിടെ തന്നെ വെച്ചേക്കണം. ചില ആളുകൾ വന്ന വഴിക്കുന്ന ആ പത്രം എടുക്കണം നിവർത്തും, അത് കാലും കയറ്റി വെച്ച് ഇനി പത്രങ്ങൾ വായിക്കലാണ്. പത്രങ്ങളാണ് വായിക്കലാണ്. അപ്പൊ എന്ത് ചെയ്യും, ഇവരുടെ ചിന്ത പോവില്ലേ? ഈ കേൾക്കുന്ന ആളെന്ത് ചെയ്യും, സാർ പത്രം വായിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ചിന്ത മാറിപ്പോവും. അപ്പൊ ഒരിക്കലും അവന്റെ ചിന്ത വേറെ തരത്തിലേക്ക് മാറാത്ത രീതിയിൽ എന്ത് ചെയ്യണം, മാറാത്ത രീതിയിൽ അവൻ അവിടെ കോൺസെൻട്രേഷൻ പിടിച്ചു നിർത്തുന്ന ഉത്തരവാദിത്തം ആരുടെയാണ്? സാറിന്റെയാണ്. വിജി മാഡത്തിന് അവിടെ എന്ത് ചെയ്യണം, ഫുൾ കോൺസെൻട്രേഷൻ 40 മിനിറ്റിലൂടെ ഒരു തീരുമാനം എടുപ്പിക്കാൻ പോവുകയാണ്. തീരുമാനം എടുക്കുന്ന എപ്പോഴാണ്? അറിവുണ്ടാവുമ്പോൾ, നോളജ് ഉണ്ടാകുമ്പോൾ, കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ തീരുമാനം എന്ത് ചെയ്യും, അവിടെ വരും. അറിവില്ലാതെ ഞാൻ ഇങ്ങനെ തീരുമാനം എടുക്കുക, എനിക്ക് മനസ്സിലാവാതെ ഞാൻ ഇങ്ങനെ തീരുമാനം എടുക്കുക. അപ്പൊ മനസ്സിലാക്കുന്ന അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കുണ്ട്? സാറിനെ ഉണ്ട്. സോ വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം. റെഡി? ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ചില വ്യക്തികൾക്ക് ചില സ്വഭാവമുണ്ട്, ലീഡറുടെ ഇടയിൽ കയറി സംസാരിക്കണം. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അവന്റെ തളച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ വേണ്ടി തളച്ചുകൊണ്ടിരിക്കും. ആര്? നിങ്ങൾക്കറിയാം. അപ്പൊ ലീഡർ ഇമ്പോർട്ടന്റ് ആയ കാര്യം പറയുമ്പോൾ ഇവന്റെ ഭാഗത്തുനിന്നും കൂടി ഒരു ഡിസ്കഷൻ. അപ്പൊ ലീഡർ ഫ്ലോ അങ്ങോട്ട് നഷ്ടപ്പെടും. അങ്ങനെ ലീഡർ ഫ്ലോ നഷ്ടപ്പെടുത്താതിരിക്കാൻ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം ലീഡർ ഫ്ലോ നഷ്ടപ്പെട്ട് വീണ്ടും വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇടയിൽ കയറി എന്ത് ചെയ്യരുത്, സംസാരിക്കരുത്. നിങ്ങൾ അടക്കി പിടിച്ചിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അടക്കി പിടിച്ചിരിക്കുക. സാറേ അടക്കി പിടിച്ചിരിക്കുക, അതിനുശേഷം സംസാരിക്കുക. നിങ്ങൾക്ക് സംസാരിക്കാൻ സമയമുണ്ടല്ലോ. ഈ ലീഡർ പറഞ്ഞ ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സംസാരിക്കാൻ. ഇടയിൽ കയറി എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും സംസാരിക്കാൻ പാടില്ല. അത് ലീഡറുടെ ഫ്ലോ നഷ്ടപ്പെടും. ഒപ്പം തന്നെ കേൾക്കുന്നവരുടെ, അവരൊരു ഓണത്തിൽ ഇങ്ങനെ പോവുക, കേൾക്കുന്ന ആള്, ആ വ്യക്തിക്ക് എന്ത് ചെയ്യും, ആ ഫ്ലോ നഷ്ടപ്പെടുമ്പോൾ അവന്റെ ചിന്ത വേറെ ചിന്തയിലേക്ക് പോകും. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അതിന് പ്ലാൻ എല്ലാം പറഞ്ഞ ശേഷം എന്ത് ചെയ്യണം, ആര് ക്ലോസ് ചെയ്യണം? ലീഡർ എല്ലാം പറഞ്ഞ എല്ലാ സീനിയോറിറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞ സമയത്ത് പറയണം, ഗംഗൻ സാർ ഒരു കോൺഫറൻസ് കൊടുക്കണം. ആർക്ക്? വിജി മാഡത്തിന്. വിജി മാഡം, ഇത് നല്ലൊരു ബിസിനസ് ആണ്, ഞാൻ ശക്തമായി ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഈ ബിസിനസ് പറ്റുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ പുതിയ ആൾക്കാരൊന്നും ആരും ആയിട്ടില്ല. വിജി മാഡം ആദ്യം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വിജി മാഡത്തിന്റെ ഫസ്റ്റ് ഓർഗനൈസേഷൻ ഞാൻ കൊണ്ടുവരും. വിജി മാഡം ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ എന്ത് ചെയ്യണം, എന്ത് അറേഞ്ച്മെന്റ് ചെയ്താണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഇത് ആര് പറയണം? ഗംഗൻ സാറ് പറയണം. ലീഡർ പറയരുത്. ലീഡർ പറയും, പക്ഷെ അതിന് പകരം നമ്മളും പറയണം. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, അവിടുന്ന് വരാൻ. ശരി, കാണാമെന്ന് പറഞ്ഞിട്ടല്ല വരേണ്ടത്. ഈ കമ്മിറ്റ്മെന്റ് എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, അവിടുന്ന് ഇറങ്ങാൻ. ഓക്കെ, സോ 1-to-1 ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 1-to-1. നെക്സ്റ്റ് ആണ് ഹൗസ് മീറ്റിംഗ്. ഈ 1-to-1 നല്ല റിസൾട്ട് ഉണ്ട്, പക്ഷെ 1-to-1 റിസൾട്ട് കിട്ടുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഹൗസ് മീറ്റിംഗ്. വീട്ടിലൊരു മീറ്റിംഗ് നടത്തുക. നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ശേഷം നിങ്ങൾ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അയൽവാസികളെയും ഒക്കെ വിളിച്ചുകൊണ്ട് ഒരു 20-30 പേരുടെ ഒരു മീറ്റിംഗ് മാക്സിമം. അതിന് കൂടുതൽ ആളുകൾ വേണം, അതിന് താഴെ ആളുകൾ മതി. 20 അടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ നല്ല മീറ്റിംഗ്. വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് ഈ ബിസിനസ് ആശയത്തെ കുറിച്ച് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ വീട്ടിൽ ഒരു മീറ്റിങ്ങിന് വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം. കരയുന്ന, ചിരിക്കുന്ന, കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ആ സമയത്ത് എന്താണ്, ആ കുട്ടികളെ, സ്വന്തം കുട്ടികളാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, കുറച്ച് സമയത്തേക്ക് അവരെന്ത് ചെയ്യണം, വേറെ സ്ഥലത്തേക്ക് മാറ്റണം. അവർ അപകടകാരികളാണ്. കുട്ടികൾ അപകടകാരികളാണ്. ഏത് സമയത്ത്? ഈ സമയത്ത് കേട്ടോ. വേറെ പ്രശ്നമില്ല. പക്ഷെ കുട്ടികളുടെ ഇടയിൽ കൂടെ ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ ഒക്കെ മൊത്തം കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, നമ്മൾ 2,10,000 എന്ന് പറയുന്ന സമയത്താവും ആ കുട്ടികളുടെ ഇടയിൽ കൂടെ കളിച്ച് ഒരു ശബ്ദമൊക്കെ ആയിട്ട് പോവുക. അതോടുകൂടി 2,10,000 ഒക്കെ ഉണ്ടാവും ആളുടെ മൈൻഡിൽ നിന്ന് ഈ മോട്ടിവേഷൻ പോവും. അപ്പോ കുട്ടികൾ എന്ത് ചെയ്യണം, പരമാവധി അവിടെ നിന്ന് മാറ്റുക. ടിവികൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്വിച്ച് ഓഫ് ചെയ്യുക, മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യുക. ഈ ബിസിനസിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയ ശേഷം അവിടുത്തെ ഗൃഹനാഥനെ കൊണ്ട് എന്ത് ചെയ്യണം, വെൽക്കം സ്പീച്ച് നടത്തണം. ആരാണ് അവിടുത്തെ ഗൃഹനാഥൻ? ആ ഗൃഹനാഥനെ കൊണ്ട് വെൽക്കം സ്പീച്ച് നടത്തിയ ശേഷം
അവിടെ വന്ന ലീഡറെ കൊണ്ട് ലീഡറിന് എഡിഫിക്കേഷൻ വളരെ ആവശ്യമാണ്. നിങ്ങൾ എത്രമാത്രം എഡിഫിക്കേഷൻ നടത്താൻ കഴിയും അത്രമാത്രം നല്ലതാണ്, നിങ്ങളെ ബിസിനസിന് ഗുണം ചെയ്യും. കാരണം ഇവ നല്ല അറിവുള്ള ആളാണെന്ന് മറ്റവര് വെറുതെങ്കിലും ചിന്തിച്ചു പോകും എഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ. അപ്പൊ അവർ കേൾക്കാൻ തയ്യാറാവും, വലിയൊരു ആളാണ് വന്നിരിക്കുന്ന തോന്നൽ വരും. മനസ്സിലാവുന്നോ? ഓവർ ആവണ്ട, ഒരു പരിധിയിൽ എന്ത് ചെയ്യുക, എഡിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ് എന്ത് ചെയ്യും, ഗുണം ചെയ്യും. പിന്നെ ലീഡർ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചോളും, ലീഡർ അവിടെ എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തോളും. പിന്നെ ഇതില് നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റുകളൊക്കെയാണ് വിളിക്കുന്നത് കൊണ്ട് നമ്മളൊരു സൽക്കാരമല്ല, അതൊരു ബിസിനസ് മീറ്റിംഗ് ആണ്. സൽക്കാരത്തിന് ഇമ്പോർട്ടന്റ് ഇല്ല, എന്നാൽ പോലും ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ മീറ്റിങ്ങിന് ശേഷം കൊടുക്കുക. പലപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുന്ന സമയത്താണ് ചായ 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 എന്ന് പറഞ്ഞിട്ട് കാപ്പി എന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇടയിലേക്ക് എൻ്റർ ചെയ്ത് വരിക. അതോടുകൂടി എല്ലാവരും ചായയുടെ പുറകിൽ പോകും. അതാണല്ലോ നമുക്കിപ്പോ ഇപ്പൊ കിട്ടുന്നതിനാണ് ഇമ്പോർട്ടന്റ്. ആളുകളുടെ മൈൻഡ് സെറ്റ് മാറും. അപ്പൊ ഈ ഇടയിൽ കൂടി ഈ ശ്രദ്ധ തെറ്റുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ചായ കൊടുക്കാം, എപ്പോ കൊടുക്കാം, ഈ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം. പക്ഷെ ചായ കൊടുക്കുന്നതിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അതും സിസ്റ്റം പറയുന്നുണ്ട്. സിസ്റ്റം പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റീൽ ഗ്ലാസ്സിൽ വേണം ചായ കൊടുക്കാൻ. എന്തിനു വേണം കൊടുക്കാൻ? സ്റ്റീൽ ഗ്ലാസ്സിൽ വേണം ചായ കൊടുക്കാൻ. ഈ സ്റ്റീൽ ഗ്ലാസ്സിൽ നല്ല ചൂട് വേണം, അവൻ ഒരു കാരണവശാലും കുടിക്കാൻ പറ്റാത്ത ചൂട് വേണം. എന്നിട്ട് വേണം ഗ്ലാസ് കൊടുക്കാൻ. അപ്പൊ എന്താണ് ഗുണം? ഈ മീറ്റിംഗ് അതിന് ശേഷം ഇത് കുടിക്കാൻ പറ്റില്ലല്ലോ, വാങ്ങിച്ചല്ലോ. അപ്പൊ കുറച്ച് സമയം എന്ത് ചെയ്യും, ഇത് സമയം എടുക്കും, ഇത് ആറണ്ടേ, ഞാൻ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാല് ഇത് കുറയണ്ടേ, ഇത് ചൂട് കുറയണ്ടേ. അപ്പൊ അത് എന്ത് ചെയ്യും, കുറച്ച് സമയം അവിടെ ഇരിക്കും. എന്തായാലും വാങ്ങിച്ചു പോയില്ലേ, കുടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട സംശയങ്ങളൊക്കെ എന്ത് ചെയ്യാം, തീർത്ത് ഒരു ബിസിനസ്സിൽ ഡിസിഷൻ എടുപ്പിച്ച് വിടാം. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം, സ്റ്റീൽ ഗ്ലാസ്സിൽ ചൂട് ചായ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അതിനിടയിൽ കൂടെ എന്ത് ചെയ്യരുത്, ഗ്ലാസ് കൊടുക്കരുത്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്, ഹൗസ് മീറ്റിംഗ്. സോ അത് വളരെയധികം റിസൾട്ട് കിട്ടും. നെക്സ്റ്റ് സൂം മീറ്റിംഗ്. സൂം അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പുതിയ വ്യക്തികളെ ബിസിനസ് പ്ലാൻ പറയിപ്പിക്കാൻ സൂമിനോട് വളരെയധികം സാധ്യതയാണ്. സൂം ഇപ്പൊ നമുക്കറിയാം, GCA സൺഡേകളിലും വെൻസ്ഡേകളിലും രാത്രി 7 മണിക്ക് സൂം മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിലേക്ക് ലിങ്ക് അയച്ചു കൊടുത്ത് ഇതിലേക്ക് ആളുകൾ കണക്ട് ചെയ്യാം. അപ്പൊ അവർക്ക് വ്യക്തമായ കാര്യങ്ങൾ എന്ത് ചെയ്യും, ബോധ്യപ്പെടും. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൂം മീറ്റിൽ ഇരിക്കുമ്പോൾ ഒരു മീറ്റിങ്ങിലാണ് ഇരിക്കുന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. നമ്മൾ വീട്ടിലല്ല ഇരിക്കുന്നത്, വീട്ടിലാണ് ഇരിക്കുന്നത്, പക്ഷെ എവിടെ ഇരിക്കുന്നത്, ഒരു മീറ്റിംഗ് ഹാളിലാണ് ഇരിക്കുന്നത്. പലപ്പോഴും കണ്ടുവരുന്ന കാര്യം, അവര് വീട്ടിലാണ് ഇരിക്കുന്നുള്ള ഒരു ഗൗരവത്തിലാണ് ഇരിക്കുന്നത്. ഷർട്ടൊന്നും ഇടണം നിർബന്ധമില്ലല്ലോ, വീട്ടിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഷർട്ടിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ചിലപ്പോൾ ബർമുടയൊക്കെ ഇട്ടിരിക്കുന്ന ആളുകളുണ്ട്. കാരണം വീട്ടിലാണല്ലോ ഇരിക്കുന്നത്, അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഒരു മീറ്റിംഗിലാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളെ കാണുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ ടീം മെമ്പേഴ്സ് ഉണ്ട്. ഒരു ബിസിനസ്സിന് ഗൗരവത്തിൽ എന്ത് ചെയ്യണം, ഇരിക്കാൻ നമ്മൾ തയ്യാറാവണം. ഓക്കെ. സോ ഡ്രസ് കോഡ്, ആ സമയത്ത് ഡ്രസ് കോഡ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നെറ്റ്വർക്ക് കണക്ഷൻസ് ഉണ്ടാവണം, നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടാവണം, നല്ല നെറ്റ്വർക്കിലേക്ക് മാറണം. ഇനി വരാൻ പോകുന്ന ഡിജിറ്റൽ വിപ്ലവമാണ്. നല്ല നെറ്റ്വർക്ക് ഇല്ലാത്ത കണക്ഷൻ ഒക്കെ ആണെങ്കിൽ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഡാറ്റ ഒക്കെ ഡാറ്റ ബൂസ്റ്റ് ചെയ്യാം, നമുക്ക് ഡെയിലി ബൂസ്റ്റ് ചെയ്യാം. 11 രൂപയ്ക്കും 21 രൂപയ്ക്കൊക്കെ എന്ത് ചെയ്യാം, ബൂസ്റ്റ് ചെയ്യാം. അതിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ അവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഇത് എങ്ങനെ ഉപയോഗിക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് മ്യൂട്ട്, എന്താണ് വീഡിയോ ഓപ്പൺ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു ട്രെയിനിങ് ഇതിനും ആവശ്യമാണ്. കാരണം ഇത് വരാൻ പോകുന്ന ബിസിനസ് ആണ്. ഇനി സൂം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എല്ലാ മീറ്റിങ്ങും ഉണ്ടാവും, പക്ഷെ സൂമിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യണം, ആ സൂമില് എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പഠിപ്പിക്കുകയും വേണം, നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുകയും വേണം. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് GTS. അടുത്ത 4ാമത്തെ ഒരു ഓപ്ഷൻ ആണെന്ത്, പുതിയ ആളുകളെ പ്ലാൻ കൊടുപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സെയിൽസ് കിട്ടുന്ന ഒരു കാര്യമാണ് GTS സെന്റേഴ്സ്. GTS സെന്റേഴ്സിൽ എന്ത് ചെയ്യണം, നമുക്ക് പുതിയ വ്യക്തികളെ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ വേഗതയിൽ ന്യൂ ജോയിനിങ് കിട്ടാൻ സാധ്യതയുണ്ട്, ന്യൂ സ്റ്റാർട്ടപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് കമ്പനിയുടെ GTS സെന്റർ ഒന്നുമില്ല. അല്ലെങ്കിൽ എല്ലാ ആഴ്ചകളിലും GTS സെന്റർ നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് അവൈലബിൾ അല്ല, വരാൻ പോകുന്നു കമ്പനി അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ടീമിന്റെ GTSകളുണ്ട്, സെന്റേഴ്സ് ഉണ്ട്. അവിടേക്ക് എന്ത് ചെയ്യണം, നിങ്ങളെ ഗസ്റ്റുകളെ ക്ഷണിക്കണം. അവിടെ നൂറുകണക്കിന് ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ ഒരു പ്ലാൻ കേൾക്കുമ്പോൾ ഡിസിഷൻ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്, തീരുമാനത്തിന് സാധ്യത കൂടും. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ സമയത്തിന് മുന്നേ ഹാളിലേക്ക് വരണം. ഈ പാർട്ടിനെ തൊട്ടടുത്തിരിക്കണം. നിങ്ങൾ ആ പാർട്ടിനെ ഇരുത്തിയിട്ട് നിങ്ങൾ പുറകിലേക്ക് പോയി ഫോം വിളിക്കാൻ വേണ്ടി പോകരുത്. നിങ്ങൾ ഗസ്റ്റിനോടൊപ്പം എന്ത് ചെയ്യണം, ഇരിക്കണം. ഒരു പക്ഷെ നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത ആളായിരിക്കും പ്ലാൻ എടുക്കാൻ വേണ്ടി വരിക. ഇന്നും ഇയാൾ തന്നെയാണോ
പ്ലാൻ എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഒന്നും അവിടെ പറഞ്ഞു വെക്കരുത്. അവിടെ എന്ത് പറയണം, ആരാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളാണ് ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിൽ പറഞ്ഞേക്കണം, ഇന്ന് ഈ പ്ലാൻ എടുക്കാൻ പോകുന്നത് ഈ ബിസിനസ്സിൽ വളരെ നല്ല രീതിയിൽ പ്ലാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന പവർഫുൾ ലീഡറാണ്, നമ്മളെ ഭാഗ്യമാണ്. ഇന്ന് ഇങ്ങനത്തെ ലീഡറെ നമുക്ക് പ്ലാൻ കേൾക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവന്റെ അടുത്തോണ്ട് ഇരിക്കണം. അതിനുശേഷം മീറ്റിംഗിന് ശേഷം മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ. പുറത്തു പോകുന്ന സമയത്ത് നിങ്ങൾ ലീഡർ എന്ത് ചെയ്യണം, പരിചയപ്പെടുത്തി കൊടുക്കണം. ലീഡർ ഉണ്ടാവുമല്ലോ, ആ ലീഡർ ഇദ്ദേഹത്തെ എന്ത് ചെയ്യണം, മീറ്റിംഗ് ഹാൾ പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പൊ ലീഡർ എന്ത് ചെയ്യും, അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സഹായിക്കും. പിന്നെ പറ്റുമെങ്കിൽ അവിടെ അപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത ശേഷം വേണം എന്ത് ചെയ്യാൻ, അവിടെ നിന്ന് പോവാൻ. ഈ 4 തരത്തിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു വ്യക്തിക്ക് ബിസിനസ് പ്ലാൻ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നത്. 4 തരത്തിലാണ്. സോ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് 4C. 4C നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള ചില ക്വാളിറ്റീസ് ആണ്. ഒന്ന് കോംപ്ലിമെന്റ് ആറ്റിറ്റ്യൂഡിനാണ്. കോംപ്ലിമെന്റ് എന്താണ് കോംപ്ലിമെന്റ്? ഇതൊക്കെ ഇൻവിറ്റേഷൻ നടക്കുന്ന സമയത്തും പ്ലാൻ പ്രസന്റേഷൻ സമയത്തൊക്കെ നമ്മൾ പരിചയപ്പെടുന്ന സമയത്തൊക്കെ ഈ ഒരു 4C നമുക്ക് നല്ലതാണ്. നമുക്ക് നമ്മളുടെ ആളെ അട്രാക്ട് ചെയ്യാൻ ഗുണം ചെയ്യും. കോംപ്ലിമെന്റ് എന്താണ് കോംപ്ലിമെന്റ്? ആദ്യം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു കോംപ്ലിമെന്റ് കൊടുക്കും. കോംപ്ലിമെന്റ് ഉദാഹരണം, ഞാൻ ശശികുമാർ സാർ കാണുന്നുണ്ട്. ശശികുമാർ സാർ ഇന്ന് അതീവ സുന്ദരനായിട്ടുള്ള എന്തൊരു പ്രത്യേകത ഉണ്ടല്ലോ സാറിനെ കാണുമ്പോൾ. സാറിന്റെ ഷർട്ട് വളരെ ഭംഗിയുണ്ട് കേട്ടോ. ഫസ്റ്റ് കാണുമ്പോൾ ഒരു കോംപ്ലിമെന്റ്, ഈ കോംപ്ലിമെന്റ് കൊടുക്കണം. അപ്പൊ ശശി സാറിനോട് താല്പര്യമായില്ലേ? ആ സമയത്ത് ഭൂരിഭാഗം ചെയ്യാറുള്ള അങ്ങനെയല്ല. ചില കൂടുതൽ ഈ ചേച്ചിമാരോട് പറയാം, നീ ആകെ വല്ലാതായി പോയല്ലോ മോനെ. ആദ്യം കാണുമ്പോൾ പറയണം, നീ ആകെ അങ്ങോട്ട് വല്ലാതായി പോയല്ലോ, ആകെ കണ്ട് ക്ഷീണിച്ചു പോയല്ലോ. അതോടുകൂടി നമ്മളെ എനർജി മൊത്തം എന്ത് ചെയ്യും, ലൂസായി പോകും. യെസ് ഓർ നോ? പിന്നെ അവരോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവോ? ഞാൻ നന്നായാലും നന്നായില്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ എന്താ പറയേണ്ടത്, നമ്മൾ എന്തെങ്കിലും ഗുണം ഉണ്ടാവും. എന്തിനാ നീ ഇട്ട് ഷർട്ട് അടിപൊളിയായിട്ടുണ്ടോ, എന്തെങ്കിലും പറയാലോ. പോസിറ്റീവ് നെഗറ്റീവോടെ മാറ്റി എടുത്ത് എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടാവും പറയാം. അപ്പൊ ഈ കോംപ്ലിമെന്റ് പറയുമ്പോൾ എന്ത് ഗുണം എന്ന് അറിയോ, അവരുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കാൻ ഗുണം ചെയ്യും. മനസ്സിലാവുന്നോ? അപ്പൊ ഈ കോംപ്ലിമെന്റ് ആറ്റിറ്റ്യൂഡ് നമുക്ക് കൊടുക്കണം. അപ്പൊ ഇന്ന് നിങ്ങളൊരു ഒരു അസൈൻമെന്റ് ആണ്. ഇനി ഈ മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു കോംപ്ലിമെന്റ് കൊടുക്കുക. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഭാര്യയൊക്കെ ചായ കൊണ്ടുവരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു കോംപ്ലിമെന്റ് കൊടുക്കാം. ഇന്ന് എന്താണോ ബ്രേക്ക്ഫാസ്റ്റിന് അതീവ രുചി, ഇന്ന് നല്ല രുചിയുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റിന്, ഒരു കോംപ്ലിമെന്റ് കൊടുക്കാം. അപ്പൊ ഭാര്യ മുഖത്ത് എന്ത് ചെയ്യും, ഒരു ചിരി വരും. എസോറാ അപ്പൊ എന്ത് ചെയ്യും, ഒരു കോംപ്ലിമെന്റ് നമ്മൾ എന്ത് ചെയ്യും കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. എല്ലാവർക്കും എന്ത് ചെയ്യുക, കോംപ്ലിമെന്റ് കൊടുത്ത് ശീലിക്കണം, നല്ലതാണ്, നല്ലൊരു കാര്യമാണ്. സോ കോംപ്ലിമെന്റ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ആവശ്യമാണ്. നെക്സ്റ്റ് ക്യൂരിയോസിറ്റി ഉണ്ടാകണം. ക്യൂരിയോസിറ്റി, നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് ജിജ്ഞാസ ഉളവാക്കുന്ന തരത്തിൽ വേണം പറയാൻ. അങ്ങനെ പറയാൻ പഠിക്കണം. വെറുതെ നോർമലായിട്ട് പറയരുത്. അടുത്തത് എന്താണെന്ന് പറയാൻ അവ ആഗ്രഹിച്ച് നിൽക്കണം. ആ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനിൽ വരണം ക്യൂരിയോസിറ്റി. ഉദാഹരണത്തിന് വുമൺ കമ്പാനിയൻ എങ്ങനെ നമ്മൾ പറയാ, ഒരു എക്സാമ്പിൾ പറയാം. എല്ലാത്തിനും ക്യൂരിയോസിറ്റി ഉണ്ട്. സ്ത്രീകളുടെ കൂട്ടുകാരി, ഞാൻ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രൊഡക്റ്റിന്റെ പേരാണ് സ്ത്രീകളുടെ കൂട്ടുകാരി. അപ്പൊ ഒരു ക്യൂരിയോസിറ്റി. ഇപ്പൊ അവരടുത്ത് എന്താ ചിന്തിക്കുക, എന്താണ് ഈ കൂട്ടുകാരി, എന്താ ഈ സംഭവം? സോർണോ, ഈ ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയിട്ട് വേണം അടുത്ത കാര്യങ്ങൾ പറയാൻ. അല്ലാണ്ട് വുമൺ കമ്പാനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പീരീഡ് കറക്റ്റ്, ഇതൊക്കെ ഉണ്ട്, കറക്റ്റ് ആണ്. പക്ഷെ ഇതിനു മുന്നേ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ സംസാരിക്കും ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന തരത്തിൽ എന്ത് ചെയ്യണം, സംസാരിക്കാൻ. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് കമ്മിറ്റ്മെന്റ് എടുക്കണം. കമ്മിറ്റ്മെന്റ്, ഒരു മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു കമ്മിറ്റ്മെന്റ് എടുക്കാതെ നമ്മൾ അവിടെ ഇറങ്ങാൻ പാടില്ല. ഇവിടെ ക്ലോസിംഗ് ഇല്ല, ക്ലോസിംഗ് വിത്ത് ഓപ്പണിംഗ്. ഇവിടെ നമ്മൾ ഒരു തരത്തിലൂടെ ക്ലോസിംഗേ ഇല്ല. ഒരു മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മീറ്റിംഗ് ഇന്ന ദിവസമാണെന്ന് അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വരാൻ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ക്ലോസിംഗ് ഉണ്ടെന്ന് ജോയിനിങ് നടത്തണമെന്ന് പറഞ്ഞിട്ട് വേണം വരാൻ. അവസാനിപ്പിച്ച് വരരുത്. ഓപ്പണിംഗ് വിത്ത് ക്ലോസിംഗ്. അപ്പൊ എപ്പോഴും കമ്മിറ്റ്മെന്റ് എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങാൻ. ഒരിക്കലും അവസാനിപ്പിച്ച് വരരുത്. അവസാനിപ്പിക്കുമ്പോൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടത് കാര്യം കൂടി ബോധ്യപ്പെടുത്തിയിട്ട് വേണം. അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റ് എടുത്തിട്ട് വേണം ഏത് മീറ്റിംഗ് ആയിക്കോട്ടെ, ഏത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ഇത് നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യരുത്, ഓപ്പൺ ചെയ്തിട്ട് വേണം വരാൻ. നെക്സ്റ്റ് കൺട്രോൾ. ഇതൊക്കെ ഒരു കൺട്രോളിൽ വേണം ചെയ്യാൻ. കോംപ്ലിമെന്റ് കൊടുക്കുന്നതും ക്യൂരിയോസിറ്റി എടുക്കുന്നതും കമ്മിറ്റ്മെന്റ് എടുക്കുന്നതൊക്കെ ഒരു കൺട്രോളിൽ വേണം എന്ത് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഒരു ഷാറുഖ് ഖാനെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഐശ്വര്യ പോലെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കോംപ്ലിമെന്റ് തിരിച്ചടിക്കും. അതവനെ കളിയാക്കലായി. അപ്പോ ഇതെന്ത് ചെയ്യാൻ, കൺട്രോളിൽ വേണം എന്ത് ചെയ്യാൻ, ഇതൊക്കെ ചെയ്യാൻ. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ഒബ്ജക്ഷൻസ് ഈ ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആളുകൾ പറയും, ഒബ്ജക്ഷൻസ് പറയും. ഈ ഒബ്ജക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ തയ്യാറാവണം. ഒബ്ജക്ഷൻസിനെ
ഹാൻഡിൽ ചെയ്യാൻ തയ്യാറാവണം. ഇതൊക്കെ നമ്മളുടെ ഡ്യൂട്ടിയാ. ഒരു വ്യക്തി ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടല്ലോ, അത് മുന്നേ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടുമല്ലോ. ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു പാർട്ടി ഈ ബിസിനസിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ കുറിച്ച് മുന്നേ തന്നെ നമുക്ക് അറിഞ്ഞെങ്കിൽ അതിന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പിന്നെ പ്ലാൻ പറയാൻ പോകുന്ന കോൺഫിഡൻസ് വേറെ ലെവലാണ് അല്ലേ? അത് നമുക്കറിയാം. എന്തൊക്കെയാണ് കോമൺ ഒബ്ജക്ഷൻസ്? സമയക്കുറവ് മുന്നിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. ഐ ഡോണ്ട് ഹാവ് ദ ടൈം. ചിലർക്ക് സമയമില്ല എന്ന് പറയും, എനിക്ക് സമയമില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ എന്താണ് പറയേണ്ടത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻസ് ആർ ദ ആൻസേഴ്സ്. ഒബ്ജക്ഷൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മളുടെ മെത്തേഡ് എന്താണ്? ക്വസ്റ്റ്യൻസ് ആർ ദ ആൻസർ. ആ ക്വസ്റ്റ്യൻസിൽ തന്നെ ഉത്തരവും ഉണ്ട്. അങ്ങനെ വേണം എന്ത് ചെയ്യാൻ, സംസാരിക്കാൻ. എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാ? സാറേ, ഇത് സമയമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ബിസിനസ് ആണ്. ക്ലിയർ? ഇതിന് പ്രത്യേകിച്ച് സമയം ആവശ്യമില്ല. സാറിന്റെ ടീമിൽ സമയമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ സാറിന്റെ സമയമായില്ലേ? സമയത്തിന്റെ ആവശ്യമില്ല. ഇതെനിക്ക് സൂട്ടബിൾ അല്ല, ദിസ് നോട്ട് ബി സൂട്ടബിൾ ഫോർ മീ. ഇതെനിക്ക് സൂട്ടബിൾ അല്ല. ആരൊക്കെ പറയാ? പഠിപ്പില്ലാത്ത ആളുകൾ പറയും, സാറേ എനിക്ക് പഠിപ്പൊന്നുമില്ല, അത് എനിക്ക് പറ്റിയ ബിസിനസ് അല്ല. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? ചേച്ചി, ചേട്ടാ, ഇത് ചേച്ചിയെ പോലുള്ള ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ആയിട്ടുള്ള ബിസിനസ് ആണ്. ഇതിന് പഠിപ്പിന്റെ ആവശ്യമില്ല. ഒരുപാട് വീട്ടമ്മമാർ ഇതിൽ ലക്ഷങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ബിസിനസ് ആണ്. ചില ഏജ്ഡായ ആളുകൾ പറയും, എനിക്ക് 60-65 വയസ്സായി, എനിക്ക് പ്രായമൊക്കെ ആയി, പ്രായമുള്ള ആൾക്കും ചെയ്യാൻ പറ്റുന്ന ബിസിനസ് അല്ലാന്ന് പറയും. അപ്പൊ എന്താണ് പറയേണ്ടത്? സാറേ, ഇത് പ്രായമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണ്. ഇതിൽ ഒരുപാട് പ്രായമുള്ള ആളുകൾ ഈ മേഖലയിൽ വിജയിച്ചിട്ടുണ്ട്, ലക്ഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബിസിനസ് ആണ്. സാറ് സ്റ്റാർട്ട് ചെയ്യേ. ചില ഡോക്ടേഴ്സ് പറയും, ഇതെനിക്കൊന്നും പറ്റിയ ബിസിനസ് അല്ല, ഞാൻ ഒരു പ്രൊഫഷണൽ ആണ്. പറയണത്, സാറേ, ഒരുപാട് ഡോക്ടർമാർ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇത് ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ബിസിനസ് ആണ്. ഡോക്ടർമാർ, ITC-മാരുണ്ട്. അപ്പൊ എവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ആർ ദ ആൻസേഴ്സ്. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് കൈകാര്യം ചെയ്യാൻ. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് പിന്നീട് സംസാരിക്കാം. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് വെരി വെരി ഇമ്പോർട്ടന്റ്. പ്ലാൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ പ്ലാൻ കൊടുക്കേണ്ട കാര്യമില്ല. അവരോട് വീണ്ടും ഇത് പറയാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലാൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇന്ന് വരെ മൈ ലെവൽ ഡിസ്ട്രിബ്യൂട്ടറും ലീഡറെ വീട്ടിൽ വന്ന് എനിക്ക് ജോയിൻ ചെയ്യണമെന്ന് ജോയിൻ ചെയ്തിട്ടില്ല. സ്ഥിരമായ ഫോളോ അപ്പിലൂടെ മാത്രമേ ജോയിൻ നടത്തിയിട്ടുള്ളൂ. അത് ഹ്യൂമൻ സൈക്കോളജിയാണ്. നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യുക, ആ ജോലി പെർഫെക്റ്റ് ആക്കുക. അവന്റെ ജോലി ചെയ്യേണ്ട കാര്യം അവൻ. ഫോളോ അപ്പ് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്തിരിക്കണം. പ്ലാൻ കൊടുത്ത് 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും അവനെ ബോധ്യപ്പെടുത്തി ഈ ബിസിനസ് ജോയിൻ ചെയ്യേണ്ട സാഹചര്യം കുറിച്ച് ബോധ്യപ്പെടുത്തണം. ഒരു 4-5 തവണ ബോധ്യപ്പെടുത്തണം. എന്നിട്ടും അവൻ ജോയിൻ ചെയ്തതിലാണ് നമ്മൾ ഡ്യൂട്ടി കഴിയുന്നത്. നമ്മളെ ഡ്യൂട്ടിയാണ് ആദ്യം ചെയ്യേണ്ടത്. കർമ്മം ചെയ്യുക, ഫലം വരും. ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ നമ്മൾ കർമ്മം ചെയ്യൂ, ഫലം ഓട്ടോമാറ്റിക്കലി വരും. പക്ഷെ ഈ കർമ്മത്തിന് ലൂപ്പ് ഹോൾസ് ഇടല്ലേ. ഫോളോ അപ്പ് ചെയ്യാതിരിക്കല്ല. 24 മണിക്കൂറിൽ ഫോളോ അപ്പ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇത് കള്ളനും പോലീസൊക്കെ കളിക്കേണ്ടി വരും. ആദ്യം ആരാണ് കള്ളൻ? പ്ലാൻ കേട്ട ആള്. പോലീസുകാരൻ നമ്മൾ ഓടും. നമ്മൾ വരുമ്പോ അവൻ എന്ത് ചെയ്യും? ബാക്കിന്റെ വാതിലൂടെ ഓടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിലെ വാതിലൂടെ പോയി നിൽക്കണം. മനസ്സിലാവുണ്ടാ? അവന്റെ ബാക്കിൽ വാതിൽ പോയി നിൽക്കണം. അപ്പൊ നമ്മൾ ഇതൊരു കള്ളനും പോലീസും കളിയാണ്. അങ്ങനെ കളിക്കാൻ തയ്യാറാണോ? എന്തിനാ നമ്മൾ കള്ളനും പോലീസും കളിക്കണേ? ഇവനൊരു ജീവിതം കൊടുക്കാനാ. അത് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു കഥ പറയാം. ചെറിയൊരു കാര്യം പറയാം. ആടിനെ തോട് കിടത്താന്ന് പറയും. ആടിനെ തോട് കിടത്താം. ഇവിടെ അങ്ങനെ പറയാം. തോട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി സാറേ? പ്രബീഷ് സാറേ, തോട് ഒരു വെള്ളം ഇങ്ങനെ പോണത് അവിടെ എന്താ പറയാ? തോടെന്നല്ലേ പറയാ. അപ്പൊ ഒരു തോട്. അപ്പൊ ഈ നമ്മൾ ആടിനെ തോട് കടത്താൻ കൊണ്ടുപോകണം. ആടിനെ ഈ തോട് കടത്തുന്നതിനാ? അപ്പുറത്ത് നല്ല പുല്ലുകളുണ്ട്, നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാം? ഭക്ഷിക്കാം. ഇതിനു വേണ്ടിയാണ് നമ്മൾ തോട് കടത്താൻ വേണ്ടി ആടിനെ കൊണ്ടുപോകണം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാല്, ജന്മം ഉണ്ടെങ്കിൽ ആട് തോട് കിടക്കില്ല. ആട് വിചാരിക്കുന്ന തന്നെ കൊല്ലാൻ കൊണ്ടുവന്ന. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് അതിനെ പിടിച്ച് കൊണ്ടുപോയാലും ആട് പിന്നോട്ട് വലിക്കും. ഒരു കാരണവശാലും ആട് തോട് കിടക്കാൻ സമ്മതിക്കില്ല. പിന്നെ നമ്മൾ മുഴുവൻ എനർജി എടുത്ത് ഈ ആടിനെ പിടിച്ചെന്ത് ചെയ്യും? തോട് അങ്ങോട്ട് കടത്തും. തോട് കടത്തിയാലോ ആട് നമ്മളെ വലിച്ചോണ്ട് ഓടും. ഇതാണ് ആടും തോട് എടുത്താ പറയുന്നത്. അതുപോലെ തന്നെ ഈ ബിസിനസ്സില് ഇവൻ വിചാരിക്കുന്നവനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന മൈലേജ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ഒരു ജീവിതം കൊടുക്കാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവൻ വിചാരിക്കുന്ന
എന്നെ കൊല്ലാൻ കൊണ്ടുപോകാനായിട്ടാണ് പ്രവീഷ് സാർ വന്നിട്ടുള്ളത്. ജീവനം കൊണ്ട് ഓടുക, നമ്മളെന്ത് പിന്നോട്ട് വലിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അത് അവന്റെ ജോലി. ആടിനെ തോട് കിടന്നത് നമ്മുടെ ജോലിയാണല്ലോ. നമ്മൾ അവനെ പിടിച്ച് എന്ത് ചെയ്യണം? ആ തോടങ്ങോട്ട് കടത്തണം. പിന്നെ ഇതിന്റെ രുചിയും കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ നമ്മളെയും കൊണ്ട് ഓടും. എസോന്നോ? പ്രവീഷ് സാർ എവിടെ എത്തി? ഇന്ന് അപ്പോയിന്റുള്ളതാണ്. എത്ര നേരം വെക്കാൻ കാരണം? മുന്നാവാ അങ്ങനെയല്ല പറഞ്ഞത്. അയ്യോ പ്രവീഷ് ഭായി വരുന്നു, ഓടുക. മുന്നേ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇത് എന്ത് ചെയ്യണം? ഇതൊക്കെ ഫോളോ അപ്പിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് സെയിൽസ് ക്ലോസിംഗ്. സെയിൽസ് ക്ലോസ് ചെയ്യണം. ഫോളോ അപ്പ് കഴിഞ്ഞാൽ പൈസ ചോദിക്കണം. പൈസ ചോദിക്കാൻ മടിയോ ജാടി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, ഈ ബിസിനസ് നമുക്ക് പറ്റുള്ളതല്ല. ഇത് ബിസിനസ് ആണ്. പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ 5000 ഹോം ഷോപ്പിയോ എത്രയാണെങ്കിലും പൈസ ഓപ്പൺ ആയിട്ട് ചോദിക്കണം. ഇവിടെ ഒരു ജീവിതം കൊടുക്കാണ്ട് പോകുന്നത്. ഈ 5000 രൂപയോ ഒരു 50000 രൂപയോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരാളും ജീവിതം ഒരു നഷ്ടവും സംഭവിക്കാൻ പോകില്ല. ഇപ്പൊ എനിക്ക് ഉദാഹരണത്തിന് ഒരു 5 ലക്ഷം കടമുണ്ട്. ആ കടത്തിൽ കൂടെ ഒരു 5000 കൂടി. പിന്നെ കട എത്രയാ പറയാ? 5 ലക്ഷം 5000 എന്ന് പറയില്ല. അപ്പോൾ 5 ലക്ഷം കടം തന്നെ. പക്ഷെ ഈ 5000 രൂപ 5 ലക്ഷം കടം വീട്ടാൻ പറ്റും. ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഹോപ്പ്. ഈ ഹോപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പൊ പൈസ അവിടെ ചോദിക്കണം. ആ പൈസ ചോദിച്ച് വാങ്ങിച്ചെടുക്കണം. അതിൽ ഒരു തരത്തിലും മനസ്സിൽ എന്ത് ചെയ്യണ്ട. ചില ആളുണ്ട്, എന്താ പറയാ, ദുർബല ഹൃദയന്മാരുണ്ട്. ഈ ദുർബല ഹൃദയന്മാര് നമ്മള് പൈസ ചോദിക്കാൻ മടിക്കരുത്. ദുർബല ഹൃദയന്മാരായിട്ട് കാര്യമില്ല. കാരണം നമ്മളെ ജീവിതം കൊടുക്കൊണ്ടിരല്ലേ മൈ ലൈഫ് സ്റ്റൈലില്. എസ്വർണം ദുർബല ഹൃദയന്മാരാവരുത്. പൈസ ചോദിച്ച് അവർ ക്ലോസ് ചെയ്യണം വേണം. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കോഴിക്കടയിൽ നടക്കുന്ന ഒരു കലയുണ്ട്. കോഴി ഈ കോഴി ചിക്കൻ കടയിൽ ചിക്കൻ ഇങ്ങനെ അട്ടിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ഈ കോഴിക്കടക്കാരൻ ഈ ചിക്കൻ എന്ത് ചെയ്യാൻ പറയും? പിടിക്കാൻ വേണ്ടി പോവും അല്ലെ? പിടിക്കാൻ വേണ്ടി പോകുമ്പോ എന്ത് ചെയ്യും? കോഴികൾ ഇങ്ങനെ പറക്കും. അപ്പൊ ഏതെങ്കിലും ഒരു കോഴിനെ പിടിക്കും. ഈ പിടിച്ച കോഴി എന്താ ചെയ്യാ? കിടന്ന് പടയ്ക്കും. പടച്ചിരിക്കും. അപ്പൊ ചിക്കൻകാരൻ വിചാരിക്കണം ഇത് പടക്കല്ലേ, കോഴിനെ വിട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കോഴി കിടന്ന് എന്ത് ചെയ്യും? കോഴി പോവും. കോഴി വഴിക്ക് പോവും. അതുപോലെ തന്നെ സെയിൽസ് ക്ലോസിംഗില് ഈ ഡിസ്ട്രിബ്യൂട്ടർ ജോയിൻ ചെയ്യാൻ സമയത്ത് അവൻ പടയ്ക്കും. എങ്ങനെയാണ് പടയ്ക്കുക? ഇപ്പൊ വേണ്ട പിന്നെ ആവാം, അടുത്ത ആഴ്ച ആവാം. അവൻ കിടന്ന് പടയ്ക്കും. അതൊക്കെ അവന്റെ ജോലി. ഈ പടയ്ക്കാന്ന് വിചാരിച്ച് അവൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, അവൻ പടയ്ക്കും. പക്ഷെ നമ്മുടെ ജോലി എന്താ? കോഴിനെ പിടിച്ചെന്ത് ചെയ്യണം? കട്ട് ചെയ്തിട്ട് ഇടണം. അയ്യോ അവൻ പടയ്ക്കുന്ന വിചാരിച്ച് വിട്ടു കഴിഞ്ഞാൽ കോഴി വഴിക്ക് പോവും, കസ്റ്റമർ വഴിക്ക് പോവും. അത് ഇതിന്റെ ഭാഗമാണ്. ഇതിന്റെ സിംറ്റംസ് ആണ്. കോഴിക്കറിയാം എന്നെ കൊല്ലാൻ കൊണ്ടുപോകാന്ന് കോഴിക്കറിയാം എന്നെ കൊല്ലാൻ കൊണ്ടുപോകാം. എന്നാലും കോഴി കിടന്ന് പടയ്ക്കുക. അത് അവന്റെ ജോലി. ഡിസ്ട്രിബ്യൂട്ടർ പറയും നാളെ ആവാം മറ്റന്നാളാവാം. ഡിസ്ട്രിബ്യൂട്ടർ പറയും അത് അവന്റെ ജോലി. പക്ഷെ അവനറിയാം ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് തന്നെ കട്ട് ഇട്ടേക്കണം. സെയിൽസ് ക്ലോസിംഗ്. ഓക്കെ. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതിനുശേഷം നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റവുമായിട്ട് ടീമുമായിട്ടൊക്കെ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. എൻഗ്രാഫ് ആണ്. തുടക്കത്തിൽ നമുക്ക് ഒരുപാട് എഫേർട്ട് ഉണ്ടാവും ഡിയർ ഫ്രണ്ട്സ്. ഈ ബിസിനസിന്റെ പ്രത്യേകതയാണ്. കുറച്ച് വരുമാനം തുടക്കത്തിൽ ഉണ്ടാവുള്ളൂ. പിന്നെ എഫേർട്ട് കുറയും, വരുമാനം കൂടും. എഫേർട്ട് കുറയും, വരുമാനം കൂടും. പക്ഷെ ടോപ്പില് നമുക്ക് എഫേർട്ട് ഇല്ല. അനൂപ് സാർ പോലുള്ള ആളുകളൊക്കെ ഇപ്പൊ അവർ പ്രവർത്തിച്ചില്ലെങ്കിലും 2,10,000 വരുന്ന സാഹചര്യമാണ്. അതിനുവേണ്ടിയൊക്കെ അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത സമയം ഒരു 5 to 7, 10 years ആണ്, 9 years ആണ്. അപ്പൊ ഇവിടെ നമുക്കും ഈ ബിസിനസ്സിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ ഒരു പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷനിലൂടെ എന്ത് ചെയ്യാൻ പോകാൻ തയ്യാറാവുക. എൻഗ്രാഫിനെ വിശ്വസിക്കുക. ശക്തമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സക്സസ് ഉറപ്പാണ്. ഇതൊരിക്കലും നമ്മൾ വിട്ട് ചെയ്യരുത്. വിന്നേഴ്സ് നെവർ ക്വിറ്റേഴ്സ് നെവർ വിൻ എന്നാണ്. വിട്ട് ചെയ്യുന്നവർ വിജയിക്കാറുമില്ല, വിജയിക്കുന്നവർ വിട്ട് ചെയ്യാറുമില്ല. നിരന്തരമായ പ്രവർത്തനം, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പ്രവർത്തനം. ആളുകൾ നോ പറയും, അത് നമ്മളെ പ്രശ്നമല്ല, അത് സൊസൈറ്റിയുടെ പ്രശ്നമാണ്. നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു നാൾ നമ്മൾ കാണുന്ന ആ സ്വപ്നം, മാസത്തിൽ ലക്ഷങ്ങൾ വരുമാനമാകുന്ന സ്വപ്നം, ആഴ്ച 2,10,000 സ്വപ്നം നമ്മളും നേടി എടുക്കും. സോ റാങ്കിന് വേണ്ടി ഫോക്കസ് ചെയ്യുക. ആന പോകുമ്പോ വാല് ഓട്ടോമാറ്റിക്കലി വരും. വാലിലെ ആന നോക്കാറില്ല, അത് ബാക്കിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ റാങ്കിന് വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങൾ അടുത്ത റാങ്ക് അച്ചീവ് ചെയ്യും. അങ്ങനെ ജീവിതത്തിന്റെ പടികൾ മൈ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ ജീവിതമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും ജീവിതത്തിൽ വിജയിക്കാൻ 11 സ്റ്റെപ്പുകളാണ് നിങ്ങൾക്ക് ഉള്ളത്. നിങ്ങൾ മൈ ലൈഫ് സ്റ്റൈലിനെ നിങ്ങൾ ജീവിതമായി കണക്ട് ചെയ്യുന്നെങ്കിൽ 11 സ്റ്റെപ്പുകൾ, 11 പടികളിലൂടെ നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. 11 സ്റ്റെപ്പുകൾ. സ്റ്റാർ റൂബി മുതൽ 11ാമത്തെ സ്റ്റെപ്പ്. ഡിയർ ഫ്രണ്ട്സ്, ITC 10 കോടി മാക്സിമം ITC ആണ്. 11ാമത്തെ റാങ്ക് ആണ്. എന്ന് പറഞ്ഞാൽ 20 കോടി ബിസിനസ് വോളിയമേ ചെയ്യണ്ടോ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്.
എന്റെ ഫാമിലി, ഞാൻ രക്ഷപ്പെടുമെങ്കിൽ അതിനുവേണ്ടി ആകെ ചെയ്യേണ്ട 20 കോടി ബിസിനസ് വോളിയം ഡിയർ ഫ്രണ്ട്സ്. അതിന് ഞാൻ തയ്യാറാണ്. അതിന് 11 സ്റ്റെപ്പുകളാണ്. നിങ്ങൾ റാങ്കുകൾ ഫോക്കസ് ചെയ്ത് ബിസിനസ് ചെയ്തു, ഇൻകം ഓട്ടോമാറ്റിക്കലി വരുമെന്നുള്ളതാണ്. സോ ഒരു വിന്നർ ആയിട്ട് മാറാ. നിങ്ങൾക്കും വിജയിക്കാൻ കഴിയുമെന്ന് 100% വിശ്വസിക്കുക. ഇച്ഛാശക്തികളുള്ള ആളുകൾക്ക് മുന്നിൽ ലോകം മാറി നിന്ന സാഹചര്യമുണ്ട്. ഇവിടെ ഈ പ്ലാൻ കേൾക്കുന്ന ആരുമായിക്കോട്ടെ 100% വിത്ത് മൈ ഹെഡ് ഞാൻ പറയുകയാണെങ്കിൽ ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജയങ്ങൾ കൈയടക്കാൻ കഴിയും. ഇച്ഛാശക്തി കൊണ്ട് ലോകം കീഴടക്കിയ ഒട്ടനവധി സ്റ്റോറികൾ നമ്മുടെ മുന്നിലുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ അമേരിക്കയിലുള്ള ഒരു കർത്തവർഗക്കാരിയായിട്ടുള്ള ഒരു കുട്ടി നമുക്കറിയാം. ആ കുട്ടിക്ക് പോളിയോ ബാധിച്ചു. ചെറിയ പ്രായത്തിൽ പോളിയോ ബാധിച്ചു. 22 കുട്ടികളുടെ അമ്മയിൽ ഒരു കുട്ടിക്ക് എന്ത് ചെയ്തു? പോളിയോ ബാധിച്ചു. ഡോക്ടർമാർ നടക്കില്ല എന്ന് വിധി എഴുതി. ഒരിക്കലും ഈ കുട്ടിക്ക് നടക്കാൻ കഴിയാൻ ഡോക്ടർമാർ വിധി എഴുതി. അപ്പൊ ആ പോളിയോ ബാധിച്ച കുട്ടിയെ അമ്മ കൊണ്ടുപോയി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഈ കുട്ടിക്ക് ജീവിതത്തിൽ നടക്കാൻ കഴിയില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി. അങ്ങനെ ആ കുട്ടി 5-ാം വയസ്സിലെ കുട്ടി അമ്മയുടെ ആഗ്രഹം പറയാണ്, അമ്മേ എനിക്കൊരു വടി വെട്ടിത്താ എന്ന്, എനിക്ക് നടക്കണമെന്ന് പറഞ്ഞ സമയത്ത് അമ്മ കുട്ടിയോട് പറഞ്ഞു, മോളെ നിനക്ക് നടക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ആ കുട്ടി നിർബന്ധിച്ച് പറയാണ്, അമ്മേ എനിക്ക് വടി വെട്ടിത്തരാന്ന് അമ്മോട് പറഞ്ഞ സമയത്ത് ഒരു വടി വെട്ടി കൊടുക്കുകയാണ്. അങ്ങനെ വീഴുകയും നടക്കുകയും, ഒരിക്കൽ നടക്കാൻ കഴിയില്ലാത്ത കുട്ടി വീഴുകയും നടക്കുകയും അങ്ങനെ നടന്ന സാഹചര്യത്തിലെ കുട്ടി പറയാണ്, 12-ാമത്തെ വയസ്സിൽ എന്റെ സ്കൂളിൽ ഒരു ഓട്ട മത്സരം നടക്കുന്നത്, അവിടെ എനിക്ക് പങ്കെടുക്കണം. എന്നെ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന അമ്മയോട് വാശി പിടിക്കുകയാണ് കുട്ടി. അമ്മയുടെ വാശി സഹിക്കാൻ വയ്യാതെ, കുട്ടിയുടെ വാശി സഹിക്കാൻ വയ്യാതെ അമ്മ ആ കുട്ടിയുടെ ഓട്ട മത്സരത്തിൽ കൊണ്ട് നിർത്തുകയാണ്. 11 മത്സരാർത്ഥികളുള്ള ആ ഓട്ട മത്സരത്തിൽ ഈ കുട്ടി മാത്രം ശരീരം ചുങ്ങിപ്പോയ കുട്ടികൾ, മറ്റു കുട്ടികൾ വെറുപ്പാണ് ഈ കുട്ടിനെ കാണുമ്പോൾ. കാരണം കുട്ടിക്ക് ഒരിക്കലും ഒരു വികലങ്കായ ഒരു കുട്ടിയാണ്. പക്ഷെ 10 കുട്ടികൾ നല്ല ആരോഗ്യമുള്ള ആളുകൾ. 2000 കാണികളുടെ ഇടയിൽ നിന്ന് ഈ അമ്മ കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നടക്കാൻ പോലും കഴിയാത്ത കുട്ടിക്ക് ഓട്ടത്തിൽ പങ്കെടുക്കാണ്. മറ്റുള്ളവരെ പുച്ഛിക്കുകയാണ്, തള്ളിപ്പറയുകയാണ്, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓട്ട മത്സരം തുടങ്ങി. ഈ കുട്ടിക്ക് ഓടാൻ കഴിയുന്നില്ല. വീഴുകയും നടക്കുകയും ചെയ്യുന്നത് കുട്ടി അവിടെ വീണ് കിടക്കുകയാണ്. അങ്ങനെ ഗാലറിയിൽ നിന്ന് അമ്മ ഈ താഴത്തേക്ക് കുട്ടിയുടെ ഗാലറിയുടെ വന്നിട്ട് കുട്ടിനെ എടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, മോളെ എന്തിനീ നാണക്കേട് സഹിക്കണമെന്ന് ആ കുട്ടിയോട് ചോദിച്ച സമയത്ത് ആ കുട്ടി സ്വാധീനം പറഞ്ഞ് ഇടത് കൈ എടുത്തിട്ട് അമ്മയുടെ കണ്ണ് തൊപ്പിക്കൊണ്ട് പറഞ്ഞു, അമ്മേ എന്റെ ഓട്ടം കാണാൻ ഈ ലോകം കാത്തിരിക്കുന്ന ഒരു ദിവസം ഉണ്ടാവുമെന്ന് അമ്മയുടെ കണ്ണി ഒപ്പിക്കൊണ്ട് കുട്ടി പറഞ്ഞു. അത് വെറുതെ പറഞ്ഞല്ല ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഡോക്ടർമാർ വിധി എഴുതിയ, ഒരിക്കലും നടക്കാൻ കഴിയില്ല എന്ന് വിധി എഴുതിയ കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ആ കുട്ടി 1960 റോമോ ഒളിമ്പിക്സിൽ 3 ഗോൾഡ് മെഡൽ ചരിത്രത്തിൽ ആദ്യമായി നേടിയിട്ടുള്ള വിൽമ റുഡോൾഫ് എന്ന് പറയുന്ന ഒരു കുട്ടി നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറഞ്ഞാൽ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ലോകത്തിൽ കീഴടക്കാൻ പറ്റുന്നതാണ്. ഡിയർ ഫ്രണ്ട്സ്, ഈ ബിസിനസ്സിൽ നിങ്ങളെ വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ, നിങ്ങൾക്കൊരു വിൽ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഈ ബിസിനസ്സിലൂടെ നേടാൻ, ഈ ബിസിനസ്സിലൂടെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഈ അവസരം തന്ന GCIക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് മൈ ലൈഫ് സ്റ്റൈൽ. താങ്ക് യു രാജു സാർ. വണ്ടർഫുൾ ട്രെയിനിങ് പറയാൻ പറ്റത്തില്ല. അമേസിംഗ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു സാർ. വളരെ കാര്യം നമ്മുടെ ചാറ്റ് ബോക്സിൽ മാത്രം കയറി നോക്കിയാൽ മതി. ഓരോ ലീഡേഴ്സും തന്നിരിക്കുന്ന ആ ഒരു മെസ്സേജ് എത്രത്തോളം വലിയ മെസ്സേജുകളാണെന്നുള്ളത്. കാര്യം ചെറിയ ഒരു ട്രെയിനിങ് അല്ലായിരുന്നു. വളരെ ഈ ഒരു ബിസിനസിനെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ വളരെ ലളിതമായിട്ട് പറയാൻ പറ്റുമോ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സൂപ്പർ ട്രെയിനിങ് ആയിരുന്നു രാജു സാർ. ഒരു വണ്ടർഫുൾ ട്രെയിനിങ്. ഒത്തിരി പുതിയ കാര്യങ്ങൾ എനിക്ക് എല്ലാവർക്കും പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനകത്ത്. സാറ് പറഞ്ഞ പാരിറ്റോയുടെ പ്രിൻസിപ്പിളും പിന്നെ അങ്ങനെയുള്ള എല്ലാ സെഗ്മെന്റിലും കടക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഇന്ന് ഇരിക്കുന്ന ഏകദേശം നമ്മൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യപ്പോഴത്തേക്ക് 1K അടുത്ത് 1000 പേരുടെ അടുത്ത് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 560 പേരുടെ പാർട്ടിസിപ്പേഷൻ ചുരുങ്ങി. പക്ഷേ അതിനകത്ത് നിന്ന് ഈ 550 പേരും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബിസിനസിന്റെ ഒരു പ്രസന്റേഷൻ കേട്ടോണ്ടിരിക്കുന്നത്. ഇത്രയേറെ പവർഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ, അതും ഈ ഒരു ഇത്രയും ചെറുപ്പകാലത്ത് തന്നെ സാറിന്റെ കയ്യിൽ നിന്നും അത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ ആണ് അത് കാണിക്കുന്നത്. എത്രത്തോളം പൊട്ടൻഷ്യൽ ഒരു വ്യക്തിയെ ഈ ബിസിനസിന്റെ തലത്തിലേക്ക് ഇതിന്റെ ട്രെയിനിങ് സെഷൻസ് എങ്ങനെ മാറ്റാൻ സാധിക്കും എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് രാജു സാറിന്റെ ഇന്നത്തെ പ്രസന്റേഷൻ. താങ്ക് യു സാർ. താങ്ക് യു ഫോർ വണ്ടർഫുൾ പ്രസന്റേഷൻ. സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത് ഒരു ഡ്രീം തീഫ്, അതായത് നമ്മുടെ സ്വപ്നങ്ങളെ മോഷ്ടിക്കാൻ വരുന്ന ഒരു വ്യക്തിത്വം. അത് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം. നമ്മുടെ മനസ്സിലെ സ്വപ്നങ്ങളെ മോഷ്ടിക്കാൻ വരുന്ന ആ ഒരു വ്യക്തിയെ ഒരു സൈഡിൽ നിർത്തിയിട്ട് ആ ഒരു നമ്മുടെ കണ്ട സ്വപ്നങ്ങളുടെ പുറകിലേക്ക് പായുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ വ്യക്തമായിട്ടുള്ള സാർ അത്രയും വിശദമായിട്ട്, അതായത് ഓരോ പ്ലാൻ പ്രസന്റേഷന്റെയും പ്ലാൻ ക്ലോസിംഗിന്റെയും സെയിൽസ് ക്ലോസിംഗിന്റെയും ആ ഒരു ബിസിനസിന്റെ ഇത്രയും എല്ലാ വശങ്ങളിലെയും വളരെ കൃത്യതയോടുകൂടി
കൊണ്ടെത്തിക്കുകയും വളരെ എല്ലാവർക്കും വളരെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്ന രാജു സാറിന് ടീം GCയുടെ പേരിലും നമ്മുടെ കമ്പനിയുടെ പേരിലും നമ്മുടെ ഈ ഓർഗനൈസേഷന്റെ പേരിൽ ഹാർദമായിട്ട് തന്നെ നന്ദി പറയുന്നു. ഇനിയും വളരെ വലിയ സെഷനുകൾ സാറിന്റെ ആദ്യമായിട്ടാണ് ഞാൻ രാജു സാറിന്റെ ഒരു സെഷൻ ഞങ്ങൾ കേൾക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായത്. ഇനിയും വരുന്ന ദിവസങ്ങളിലും രാജു സാറിന്റെ ഒരു പ്രസന്റേഷൻ ഇവിടെ കേൾക്കാനും ഗ്രീൻ ചേംബർ ഇന്റർനാഷണൽ എന്നുള്ളൊരു ഇതിങ്ങനെ ഇത്രയും വലിയൊരു പ്രസന്റേഷൻ കേൾക്കാൻ സാധിച്ചത് GCI എന്നുള്ളൊരു സംഘടന നമുക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നുകൊണ്ടാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ എഫക്റ്റീവായിട്ട് ഇന്ന് വളരെ ഒരു പ്രൊഡക്റ്റീവ് ഉള്ള ദിവസം ഈ ഒരു ഇന്നത്തെ NDOPയിൽ നിന്ന് കിട്ടിയ ഒരു ചാർജ് അല്ലെങ്കിൽ പവർ പോസിറ്റീവ് എനർജി കൊണ്ട് ഇന്ന് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ബിസിനസ് ക്ലോസിങ്ങും നല്ലൊരു ബിസിനസ് ഓപ്പണിങ്ങും എല്ലാം നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വൺസ് അഗൈൻ GCയുടെ ഭാഗത്തു നിന്നും നമ്മുടെ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഹാർദമായിട്ട് തന്നെ താങ്ക്സ് പറയുന്നു രാജു സാറിന് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സെഷൻ കാഴ്ചവെച്ചതിന്. എല്ലാവർക്കും ഇത് അവരവരുടെ ജീവിതത്തിൽ ഈ ഒരു 2,10,000 എന്നുള്ള 2,10,000 എന്നുള്ള മാജിക്കൽ ഫിഗറിലേക്ക് എത്രയും ഫാസ്റ്റ് ആയിട്ട് റാങ്ക്സ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്ത് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വൺസ് അഗൈൻ രാജു സാർ ഫോർ വണ്ടർഫുൾ പ്രസന്റേഷൻ. ലോകത്തിരിക്കുന്ന എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും സമ്പത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു വൺസ് അഗൈൻ. ഇന്ന് പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത എല്ലാ ലീഡേഴ്സിനും ഈ ഒരു പ്രസന്റേഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും GCയുടെ പേരിലും കമ്പനിയുടെ പേരിലും ഹാർദമായിട്ട് തന്നെ താങ്ക്സ് പറയുന്നു. വൺസ് അഗൈൻ താങ്ക് യു രാജു സാർ ഫോർ വണ്ടർഫുൾ പ്രസന്റേഷൻ. താങ്ക് യു സാർ.